Hi dear students, good morning. Welcome to NEET 2026 Rank Revolution Live Series. എൻ്റെ പേര് നീമ. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സുവോളജിയുടെ ഓൾ യൂണിറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ എല്ലാവരും എൻ്റെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ആൻസേഴ്സ് തരിക. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എൻ്റെ കൂടെ തന്നെ ഒന്ന് വായിക്കണം കേട്ടോ നിങ്ങൾ. സോ നോക്കിയേ, growth cannot be taken as a defining property of living organism. Living world എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Growth cannot be taken as a defining property of living organism. Choose the correct reason for the given statement. നമുക്കറിയാം ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഗ്രോത്ത് എന്ന് പറയുന്നത് ലിവിങ് ഓർഗാനിസത്തിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ആണല്ലേ. പക്ഷേ ഈ ഗ്രോത്തിനെ നമുക്ക് എന്തായിട്ട് എടുക്കാൻ പറ്റില്ല? ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് എടുക്കാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. ഓക്കെ, സോ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, ഓൾ ലിവിങ് ഓർഗാനിസം ഡു നോട്ട് ഷോ ഗ്രോത്ത്. കറക്റ്റ് ആണോ ആ സ്റ്റേറ്റ്മെൻറ്റ്? അല്ല. എല്ലാ ലിവിങ് ഓർഗാനിസംസും എന്ത് കാണിക്കുന്നുണ്ട്? ഗ്രോത്ത് കാണിക്കുന്നുണ്ട് അല്ലേ. സോ ഇതല്ല നമ്മളുടെ റീസൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ, നോൺ ലിവിങ് തിങ്സ് ഓൾസോ ഗ്രോ ഫ്രം ഇൻസൈഡ്. നോൺ ലിവിങ് തിങ്സ് ഗ്രോ ചെയ്യുന്നുണ്ട്, പക്ഷേങ്കിൽ അത് ഇൻസൈഡ് ആണോ അല്ലെങ്കിൽ ഇന്റേണലി ആണോ അവർക്ക് ഗ്രോത്ത് ഉള്ളത്? അല്ല, എക്സ്റ്റേണലി ആണല്ലേ ഗ്രോത്ത്. സോ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് റോങ് ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, നോൺ ലിവിങ് തിങ്സ് ഓൾസോ ഗ്രോ എക്സ്റ്റേണലി. കറക്റ്റ് അല്ലേ? യെസ്. അടുത്തത് നോക്കിയേ, ഓൾ ലിവിങ് ഓർഗാനിസംസ് ഗ്രോ. എല്ലാ ലിവിങ് ഓർഗാനിസം ഗ്രോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണോ ഗ്രോത്തിനെ നമ്മൾ ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് എടുക്കുന്നത്? അല്ല. എന്താണ് ഈ ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ്, എല്ലാ ലിവിങ് ഓർഗാനിസംസും കാണിക്കണം. ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലിവിങ് ഓർഗാനിസംസും കാണിക്കണം. All living organisms show this property and non-living things ഒന്നും കാണിക്കാനും പാടില്ല. ഓക്കെ, എല്ലാ ലിവിങ് ഓർഗാനിസംസും കാണിക്കണം, നോൺ ലിവിങ് തിങ്സ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല? കാണിക്കാനും പാടില്ല. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. സോ ഓൾ ലിവിങ് ഓർഗാനിസംസ് ഷോസ് ദിസ് പ്രോപ്പർട്ടി ആൻഡ് നോൺ ലിവിങ് തിങ്സ് does not show this property. ഓക്കെ, ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്കറിയാം ലിവിങ് ഓർഗാനിസം ഗ്രോത്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്, പക്ഷേ ഗ്രോത്ത് എന്തുകൊണ്ട് ഡിഫൈനിങ് പ്രോപ്പർട്ടി ആവുന്നില്ല? ഒബ്വിയസ്ലി എല്ലാ ലിവിങ് ഓർഗാനിസം ഗ്രോ ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ ഒരു പ്രോപ്പർട്ടി ആരും കൂടെയും കാണിക്കുന്നുണ്ട്? നോൺ ലിവിങ് തിങ്സും കൂടെയും കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഗ്രോത്തിനെ നമുക്ക് എന്തായിട്ട് എടുക്കാൻ പറ്റാത്തത്? ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് എടുക്കാൻ പറ്റാത്തത്. സോ ഗ്രോത്ത് cannot be taken as defining property of living organisms. Choose the correct reason. എന്തുകൊണ്ടാണ് ഗ്രോത്തിനെ നമുക്ക് ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് എടുക്കാൻ പറ്റാത്തത്? യെസ്, ദ ആൻസർ ഇസ് നോൺ ലിവിങ് തിങ്സ് ഓൾസോ ഗ്രോ. നോൺ ലിവിങ് തിങ്സും കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടീനെ നമുക്ക് ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് എടുക്കാൻ പറ്റാത്തത്. ഓക്കെ, അതുപോലെ തന്നെ നോൺ ലിവിങ് തിങ്സ് ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ഗ്രോത്ത് എങ്ങനെയാണ്? ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ? എക്സ്റ്റേണൽ ഗ്രോത്ത് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും വരുന്നത്? യെസ്, ആൻസർ ഇസ് ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിയേ, ചൂസ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി ഫോളോയിങ്. ഓക്കെ, നമുക്ക് 5 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഇൻകറക്റ്റ് വൺ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യാനാണ്. ഒന്നാമത്തേത് നോക്കിയേ, യൂസ്പോഞ്ചിയ പൊസസ് സ്പിക്യൂൾസ് മേഡ് അപ്പ് ഓഫ് കൈറ്റിൻ. നമുക്കറിയാം യൂസ്പോഞ്ചിയ എന്ന് പറയുന്നത് ഏത് ഫൈലത്തിൽ ബിലോങ് ചെയ്യുന്ന ആളാണ്? യെസ്, ഫൈലം പോരിഫെറയിൽ ബിലോങ് ചെയ്യുന്ന ആളാണ് അല്ലേ. ആൻഡ് ഇവരുടെ ബോഡിയിൽ നമുക്കറിയാം അവർക്ക് ഇന്റേണൽ ആയിട്ടുള്ള സ്കെലിറ്റൻ ഉണ്ട്, വിച്ച് ഈസ് മേഡ് അപ്പ് ഓഫ് സ്പിക്യൂൾസ് ഓർ സ്പോഞ്ചിൻ ഫൈബേഴ്സ് അല്ലേ. ആൻഡ് ഈ സ്പിക്യൂൾസ് അല്ലെങ്കിൽ സ്പോഞ്ചിൻ ഫൈബേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ഈ ഇന്റേണൽ സ്കെലിറ്റൻ ആണ് അവർക്ക് എന്ത് കൊടുക്കുന്നത്? സപ്പോർട്ട് എന്ന് പറയുന്നത് കൊടുക്കുന്നത്. പക്ഷേ ഈ സ്പിക്യൂൾസ് ആർ മേഡ് അപ്പ് ഓഫ് കൈറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ? സ്പിക്യൂൾസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഓർ സിലിക്ക. കാൽഷ്യം കാർബണേറ്റും സിലിക്കയും കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഓക്കെ, സോ സ്പിക്യൂൾസ് ആർ മേഡ് അപ്പ് ഓഫ് കൈറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അതുപോലെ തന്നെ യൂസ്പോഞ്ചിയുടെ കേസ് നമ്മൾ നോക്കുവാണെങ്കിൽ അവർക്ക് സ്പിക്യൂൾസ് അല്ല, സ്പോഞ്ചിൻ ഫൈബേഴ്സ് ആണ് അവരുടെ സ്കെലിറ്റൻ. അല്ലെങ്കിൽ സ്കെലിറ്റൻ എന്ന് പറയുന്നത് ഉണ്ടാക്കിയേക്കുന്നത് സ്പോഞ്ചിൻ ഫൈബേഴ്സ് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാകുമോ?
ഇല്ല. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഓക്കെ, ദെൻ അടുത്തത് നീരസ് ഈസ് ഡയീഷ്യസ് വൈൽ ഹിരുഡിനേരിയ ഈസ് മൊണീഷ്യസ്. നമുക്കറിയാം നീരസും ഹിരുഡിനേരിയയും രണ്ടും ഏത് ഫൈലത്തിൽ ബിലോങ് ചെയ്യുന്ന ആൾക്കാരാണ്? ഫൈലം അനലിഡയിലെ മെമ്പേഴ്സ് ആണ് അല്ലേ? ഫൈലം അനലിഡയിലെ മെമ്പേഴ്സ് ആണ്. ആൻഡ് ഫൈലം അനലിഡയിലെ മെമ്പർ ആയിട്ടുള്ള നീരസ് വിച്ച് ഈസ് എൻ അക്വാട്ടിക് ആർത്രോപോഡ്, അത് ഡയീഷ്യസ് ആണെന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡയീഷ്യസ്? സെക്സസ് സെപ്പറേറ്റ് ആണ്. ആ കണ്ടീഷനെയാണ് നമ്മൾ ഡയീഷ്യസ് എന്ന് വിളിക്കുന്നത്. അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസിലാണെങ്കിൽ ആ കണ്ടീഷനെയാണ് നമ്മൾ ഡയീഷ്യസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് മൊണീഷ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്. മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ ഒരു സിംഗിൾ ഇൻഡിവിജ്വലിലാണെങ്കിൽ ആ കണ്ടീഷനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുക? മൊണീഷ്യസ് കൊണ്ട് ഉദ്ദേശിക്കുക. സോ നമ്മളോട് പറഞ്ഞേക്കുന്നത് നീരസ് ഡയീഷ്യസ് ആണ്. ദാറ്റ് മീൻസ് നീരസിൽ സെക്സസ് സെപ്പറേറ്റ് ആണ്. അതേസമയം ഹിരുഡിനേരിയയിൽ സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്, അല്ലെങ്കിൽ ഹിരുഡിനേരിയ ഈസ് മൊണീഷ്യസ് എന്നാണ് പറയുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണല്ലോ അല്ലേ? NCERT ഉള്ള കാര്യമാണല്ലോ. യെസ്, അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. അടുത്തത് നോക്കിയേ, ബ്രാങ്കിയോസ്റ്റോമ ഷോസ് ഓൾ കോർഡേറ്റ് ക്യാരക്ടേഴ്സ് ത്രൂ ഔട്ട് ലൈഫ്. ബ്രാങ്കിയോസ്റ്റോമ അല്ലെങ്കിൽ ആംഫിയോക്സിസ് അല്ലെങ്കിൽ ലാൻസലറ്റ് ഏത് സബ് ഫൈലത്തിൽ ബിലോങ് ചെയ്യുന്ന ആൾക്കാരാ? അല്ലെങ്കിൽ ഏത് ഫൈലത്തിൽ ബിലോങ് ചെയ്യുന്ന ആൾക്കാരാ? ഫൈലം കോഡേറ്റയിൽ ബിലോങ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? ആൻഡ് ഈ ഫൈലം കോഡേറ്റയിലെ തന്നെ ഏത് സബ് ഫൈലത്തിലാണ് ബ്രാങ്കിയോസ്റ്റോമേനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? സബ് ഫൈലം സെഫാലോകോഡേറ്റ. സബ് ഫൈലം സെഫാലോകോഡേറ്റയിലെ മെമ്പറാണ്. ആൻഡ് നമുക്കറിയാം സെഫാലോകോഡേറ്റയിലെ മെമ്പേഴ്സ് എല്ലാ കോഡേറ്റ് ക്യാരക്ടേഴ്സിനെയും ത്രൂ ഔട്ട് ലൈഫ് കാണിക്കുന്നില്ലേ? യെസ്, യൂറോകോഡേറ്റ്. ഇപ്പോൾ യൂറോകോഡേറ്റയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോഡേറ്റ് ക്യാരക്ടർ ആയിട്ടുള്ള നോട്ടോകോഡ്, നെർവ് കോഡ്, ഇതൊക്കെ ലാർവൽ സ്റ്റേജസിലല്ലേ ഉള്ളൂ. അഡൾട്ട് ആകുമ്പോഴത്തേക്കിനും ഈ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? അതേസമയം ബ്രാങ്കിയോസ്റ്റോമ അല്ലെങ്കിൽ സെഫാലോകോഡേറ്റയിലെ മെമ്പേഴ്സിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ അടുത്ത് എല്ലാ കോഡേറ്റ് ക്യാരക്ടേഴ്സും ത്രൂ ഔട്ട് ലൈഫ് ഉണ്ടാവും. ഓക്കെ, സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, നോട്ടോകോഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ വെർട്ടിബ്രൽ കോളം ഇൻ ലാൻസലറ്റ് ആൻഡ് ആംഫിയോക്സിസ്. ഈ ലാൻസലറ്റ് അല്ലെങ്കിൽ ആംഫിയോക്സിസ് എന്ന് പറയുന്നത് എന്താ? ലാൻസലറ്റ് അല്ലെങ്കിൽ ആംഫിയോക്സിസ് എന്ന് പറയുന്നത് ബ്രാങ്കിയോസ്റ്റോമ തന്നെയാണ്. ഇവർ ഏത് സബ് ഫൈലത്തിലാണെന്നാണ് നമ്മൾ പറഞ്ഞത്? സബ് ഫൈലം സെഫാലോകോഡേറ്റയിലാണെന്നല്ലേ പറഞ്ഞത്? സെഫാലോകോഡേറ്റയിലെ മെമ്പേഴ്സിന് നോട്ടോകോഡിനെ റീപ്ലേസ് ചെയ്ത് വെർട്ടിബ്രൽ കോളം വരുന്നുണ്ടോ? ഇല്ല. നോട്ടോകോഡിനെ റീപ്ലേസ് ചെയ്ത് വെർട്ടിബ്രൽ കോളം വരുന്നത് ഏത് സബ് ഫൈലത്തിലെ മെമ്പേഴ്സിന് മാത്രമാണ്? വെർട്ടിബ്രേറ്റ്സിലെ മെമ്പേഴ്സിന് മാത്രമല്ലേ? അങ്ങനെയാണെങ്കിൽ ഡി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും റോങ് അല്ലേ? യെസ്, ഈ സ്റ്റേറ്റ്മെൻറ്റും റോങ് ആണ്. ദെൻ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇ, അഡൾട്ട് ക്യുക്കുമേരിയ ഈസ് ബൈലാറ്ററലി സിമെട്രിക്കൽ വൈൽ അസ്റ്റീരിയാസ് ഈസ് റേഡിയലി സിമെട്രിക്കൽ. നമുക്കറിയാം കുക്കുമേരിയ അതുപോലെ തന്നെ അസ്റ്റീരിയസ് ഇവരെല്ലാം ഏത് ഫൈലത്തിൽ ബിലോങ് ചെയ്യുന്ന ആൾക്കാരാണ്? യെസ്, എക്കൈനോഡെർമേറ്റ എന്ന് പറയുന്ന ഫൈലത്തിൽ ബിലോങ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? ആൻഡ് എക്കൈനോഡെർമേറ്റയുടെ കേസിൽ നമുക്കറിയാം അവരുടെ ലാർവയ്ക്ക് ബൈലാറ്ററൽ സിമെട്രിയും അഡൾട്ടിന് റേഡിയൽ സിമെട്രിയുമാണ്. ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത് അഡൾട്ട് കുക്കുമേരിയ ഈസ് ബൈലാറ്ററലി സിമെട്രിക്കൽ വൈൽ അസ്റ്റീരിയാസ് ഇസ് റേഡിയലി സിമെട്രിക്കൽ എന്നാണ്. നമുക്കറിയാം അഡൾട്ട് അസ്റ്റീരിയാസ് റേഡിയലി സിമെട്രിക്കലാണ്, നമുക്ക് കറക്റ്റായിട്ട് എടുക്കാം. അതേസമയം അഡൾട്ട് കുക്കുമേരിയ ഈസ് ബൈലാറ്ററലി സിമെട്രിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആണോ? അല്ല, ഇൻകറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് അല്ലേ? യെസ്, ഇ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആണ് കേട്ടോ. ഇൻകറക്റ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ചൂസ് ചെയ്യാനല്ലേ? ഏതൊക്കെയാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്? എ ഇൻകറക്റ്റ് ആണ്, ഡി ഇൻകറക്റ്റ് ആണ്, ഇ ഇൻകറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും വരുന്നത്? ആൻസർ വരുന്നത് ഈസ് ഓപ്ഷൻ 2. യെസ്, കറക്റ്റ് ആൻസർ വരുന്നത് ഈസ് ഓപ്ഷൻ 2. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് മൂവ് ചെയ്താലോ? ഇത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? യെസ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3. Consider the following statements and choose the incorrect one. Again, incorrect statement choose cheyananu. Sponges are generally marine organism with a few freshwater forms and they exhibit a cellular level of organization in which cells are loosely arranged and show division of labor. Statement correct ആണോ? Yes, statement correct ആണല്ലേ? നമുക്കറിയാം സ്പോഞ്ചസിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ they are mostly marine. മോസ്റ്റ്ലി മറൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മറൈൻ ആണെന്നാണോ? അല്ല, അവിടെ എക്സെപ്ഷൻസ് ഉണ്ട് അല്ലേ? ഇപ്പം നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്പോഞ്ചില്ല എന്ന് പറയുന്നത് ഒരു ഫ്രഷ് വാട്ടർ സ്പോഞ്ച് അല്ലേ? യെസ്. സോ സ്പോഞ്ചസ് എന്ന് പറയുന്നത് ദേ ആർ ജനറലി മറൈൻ ഓർഗാനിസം വിത്ത് എ ഫ്യൂ ഫ്രഷ് വാട്ടർ ഫോംസ്. കറക്റ്റ് അല്ലേ? യെസ്. ആൻഡ് ദേ എക്സിബിറ്റ് എ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അവരുടെ ബോഡി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അവരുടെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഏതാണ്? സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. കറക്റ്റ് ആണല്ലോ? യെസ്. ഇൻ വിച്ച് സെൽസ് ആർ ലൂസ്ലി അറേഞ്ച്ഡ് ആൻഡ് ഷോ ഡിവിഷൻ ഓഫ് ലേബർ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണല്ലോ അല്ലേ? യെസ്. അടുത്തത്,
The water canal system in sponges is a unique feature where water enters through ostia, passes into the spongocoel lined by choanocytes and exit through the osculum. Water canal system ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അതായത് സ്പോഞ്ചസിൻ്റെ കേസിൽ ഫുഡ് ഗ്യാതറിങ് then respiration അഥവാ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആൻഡ് എക്സ്ക്രീഷൻ ഒക്കെ വേണ്ടിയിട്ടുള്ള സിസ്റ്റമാണ് ഏതെന്ന് പറയുന്നത് വാട്ടർ കനാൽ സിസ്റ്റം. ആൻഡ് ഈ വാട്ടർ കനാൽ സിസ്റ്റത്തിൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നുള്ള വാട്ടർ ഓസ്റ്റിയ എന്ന് പറയുന്ന ഫൈലം പൊരിഫെറയിലെ മെമ്പേഴ്സിനെ നമ്മൾ എന്തുകൊണ്ടാണ് പൊരിഫെറ എന്ന് വിളിക്കുന്നത്? ബിക്കോസ് അവരുടെ ബോഡിയിൽ മൈന്യൂട്ട് ആയിട്ടുള്ള പോഴ്സ് ഉണ്ട് അല്ലേ? ആൻഡ് ഈ മൈന്യൂട്ട് പോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓസ്റ്റിയ എന്ന് വിളിക്കുന്നത്. സോ ഇവരുടെ കേസിൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നുള്ള വാട്ടർ ഓസ്റ്റിയ എന്ന് പറയുന്ന മൈന്യൂട്ട് പോഴ്സിൽ കൂടെ സ്പോഞ്ചോസീലിലേക്ക് എൻ്റർ ചെയ്യും. ഓക്കെ, സ്പോഞ്ചോസീലിലേക്ക് എൻ്റർ ചെയ്യും. ആൻഡ് ഈ സ്പോഞ്ചോസീലിനെ ലൈൻ ചെയ്ത് ക്വാനോസൈറ്റ്സ് എന്ന് പറയുന്ന ഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള സെല്ലുകളുണ്ട്. ഈ ക്വാനോസൈറ്റ്സിൻ്റെ ഫ്ലജല്ലേറ്റഡ് അല്ലെങ്കിൽ ഈ ക്വാനോസൈറ്റ്സിൻ്റെ ഫ്ലജല്ലയുടെ മൂവ്മെൻറ്റ് വഴി സ്പോഞ്ചോസീലിൽ എൻ്റർ ചെയ്യുന്ന വാട്ടർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഓസ്കുലം എന്ന് പറയുന്ന ഒരു ലാർജ് ഓപ്പണിംഗ് വഴി പുറത്തേക്ക് പോകും അല്ലേ? യെസ്. സോ ഇങ്ങനെ ഇവരുടെ ബോഡിയിൽ കൂടെ വാട്ടർ കയറി ഇറങ്ങുമ്പോഴത്തേക്കിനാണ് ഏതൊക്കെ പ്രോസസ്സ് നടക്കുന്നത്? ഫുഡ് ഗ്യാതറിങ്, respiration and excretion എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. കറക്റ്റ് അല്ലേ? യെസ്. സോ വാട്ടർ enters through the ostia, reaches the spongocoel which is lined by choanocytes which are flagellated cells. And ഈ choanocytesന്റെ ഫ്ലജല്ലയുടെ ബീറ്റിംഗ് വഴി സ്പോഞ്ചോസീലിൽ എൻ്റർ ചെയ്യുന്ന വാട്ടർ എന്ന് പറയുന്നത് ഓസ്കുലം വഴി എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. സോ വാട്ടർ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് ഇവരുടെ ബോഡിയിലൂടെ കയറി ഇറങ്ങുമ്പോഴത്തേക്കിനും എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നടക്കും. ക്ലിയർ ആണോ? യെസ്. ഇതാണ് വാട്ടർ കനാൽ സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിനെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. The water canal system in sponges is a unique feature. ആൻസർ പറയുന്നുണ്ട് എല്ലാവരും. ഓക്കെ, സോ നമുക്കിതൊന്ന് വായിച്ചിട്ട് ആൻസറിലേക്ക് വരാം കേട്ടോ. ഓക്കെ, The water canal system in sponges is a unique feature where water enters through ostia. Correct അല്ലേ? Yes. Passes into the spongocoel. Correct അല്ലേ? Lined by choanocytes and exit through the osculum. Correct statement ആണല്ലോ അല്ലേ? ഇതും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി മൂന്നാമത്തെ, digestion in sponges is intracellular and oxygen exchange as well as removal of waste occur by diffusion through body surface. Correct അല്ലേ? In case of sponges, digestion എന്ന് പറയുന്നത് ഇൻട്രാസെല്ലുലാർ ആണ്. എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് നടക്കുന്നത് സിമ്പിൾ ഡിഫ്യൂഷൻ അക്രോസ് ബോഡി സർഫസ് ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. ദെൻ നാലാമത്തത്, സ്പോഞ്ചസ് ആർ ഡയീഷ്യസ് ആൻഡ് എക്സിബിറ്റ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഓൺലി. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആവുമോ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡയീഷ്യസ് എന്നാണ് നമ്മൾ പറഞ്ഞത്? ഡയീഷ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സസ് ആർ സെപ്പറേറ്റ് എന്നാണല്ലേ നമ്മൾ പറഞ്ഞത്. സ്പോഞ്ചസ് ഡയീഷ്യസ് ആണോ? അല്ല, സ്പോഞ്ചസ് മൊണീഷ്യസ് ആണ് കേട്ടോ. സ്പോഞ്ചസ് മൊണീഷ്യസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ പറയും ദേ ആർ ഹെർമാഫ്രോഡൈറ്റ്സ്. ദേ ആർ ഹെർമാഫ്രോഡൈറ്റ്സ് എന്ന് നമ്മൾ പറയും. മൊണീഷ്യസ് അല്ലെങ്കിൽ ഹെർമാഫ്രോഡൈറ്റ്സ് ആണ്. ഓക്കെ, ആൻഡ് എക്സിബിറ്റ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഓൺലി എന്നാണ് പറയുന്നത്. ആണോ? അല്ല, സ്പോഞ്ചസ് രണ്ട് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷനും കാണിക്കുന്നുണ്ട്. ഏതൊക്കെ കാണിക്കുന്നുണ്ട്? സെക്ഷുവൽ റീപ്രൊഡക്ഷനും കാണിക്കുന്നുണ്ട്, സെക്ഷുവൽ റീപ്രൊഡക്ഷനും കാണിക്കുന്നുണ്ട്. അപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഓൺലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവുമോ? ഇല്ല, ദേ ഓൾസോ ഷോ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ അല്ലേ? അസെക്ഷുവൽ റീപ്രൊഡക്ഷനും കാണിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ? നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് അല്ലേ? അപ്പം ഇവിടെ 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 1, 2, 3 കറക്റ്റ് ആണ്. 4th 1 എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ് അല്ലേ? ഇൻകറക്റ്റ് 1 ചൂസ് ചെയ്യാനല്ലേ? അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താണ് വരിക? ആൻസർ ഇസ് ഓപ്ഷൻ 4. ഓപ്ഷൻ 4 ആണ് ആൻസർ. യെസ്, ഓപ്ഷൻ 4 ആണ് കേട്ടോ ആൻസർ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the total lung capacity of an individual is 6000 ml and vital capacity is 4800 ml. Find the residual volume. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ. ചെയ്ത് നോക്കിയിട്ട് ആൻസർ ഇടുക കേട്ടോ. ഇപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ ലങ് കപ്പാസിറ്റി അല്ലെങ്കിൽ TLC എന്ന് പറയുന്നത് 6000 ml ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് TLC എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം വോളിയം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ എ ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ. ഒരു ഫോഴ്സ്ഡ് ഇൻസ്പിറേഷന് ശേഷം ലങ്സിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വോളിയം ഓഫ് എയർ, അതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? TLC അല്ലെങ്കിൽ ടോട്ടൽ ലങ് കപ്പാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ TLC ഒരു ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ വഴി ആരൊക്കെ അകത്തേക്ക് കയറും? TV പോകുന്നുണ്ട്, IRV പോകുന്നുണ്ട്. അതുകൂടാതെ ലങ്സിൽ ആരുണ്ടാവും? ERVയും ഉണ്ടാവും,
RV, റെസിഡ്യൂവൽ വോളിയം ഉണ്ടാവും അല്ലേ. അപ്പോൾ TLC ഈസ് ഈക്വൽ ടു TV പ്ലസ് IRV പ്ലസ് ERV പ്ലസ് RV. ഇങ്ങനെ എഴുതാമല്ലോ നമുക്ക്. യെസ്. അപ്പോൾ നമുക്ക് TLC തന്നിട്ടുണ്ട് 6000 ml. ഇനി നമുക്ക് തന്നേക്കുന്നത് വൈറ്റൽ കപ്പാസിറ്റിയാണ്. എത്രയാണ് തന്നേക്കുന്നത്? 4800 ml. അത് നമുക്കറിയാം വൈറ്റൽ കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാക്സിമം വോളിയം ഓഫ്, ഞാനൊന്ന് എഴുതാം, മാക്സിമം വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ആഫ്റ്റർ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ. ഓക്കെ, ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള എക്സ്പിറേഷൻ കഴിഞ്ഞു. ഓക്കെ, ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള എക്സ്പിറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ പുറത്തേക്ക് പോകും? ERV പോവും അല്ലേ, TVയും പോവും, ERVയും പോവും. ഓക്കെ, ഇനി നമുക്ക് അകത്തേക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം വോളിയം ഓഫ് എയർ. അപ്പോൾ നോക്കിയേ, മാക്സിമം വോളിയം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി ഇൻസ്പയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ വഴി അകത്തേക്ക് പോകുന്നതല്ലേ. സോ ഒരു ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ കഴിയുന്നു. ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ കഴിഞ്ഞാൽ ആരൊക്കെ പുറത്തേക്ക് പോകും? TV പോവും, ERV പോവും. ഇതിനുശേഷം നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് ഇൻസ്പയർ ചെയ്യുകയാണ്. അന്നേരം ആരൊക്കെ അകത്തേക്ക് വരും? TV വരും, IRV വരും, ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ അല്ലേ. സോ ഇതല്ലേ നമുക്ക് മാക്സിമം വോളിയം ഓഫ് എയർ, നമുക്ക് അകത്തേക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം വോളിയം ഓഫ് എയർ. സോ TV വരും, IRV വരും. അതുകൂടാതെ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ വഴി പുറത്തേക്ക് പോയ ERVനെയും കൂടെ നമുക്ക് ഉള്ളിലേക്ക് എടുക്കാമല്ലോ. യെസ്. ആൻഡ് ഈ വാല്യൂവിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വൈറ്റൽ കപ്പാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വൈറ്റൽ കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ആഫ്റ്റർ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ. മറ്റൊരു ഡെഫിനിഷനും കൂടി ഉണ്ട്, മാക്സിമം വോളിയം ഓഫ് എയർ expired after forceful inspiration. ഓക്കെ, ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ, അതായത് ഒരു ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ കഴിയുന്നു. ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ കഴിഞ്ഞാൽ ആരൊക്കെ അകത്തേക്ക് പോയി? TV പോയി, IRV പോയി. ഇനി നമ്മൾ പുറത്തേക്ക് എക്സ്പയർ ചെയ്യുക, ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്യുക. മാക്സിമം വോളിയം ഓഫ് എയർ എക്സ്പയർഡ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് എന്ത് എക്സ്പിറേഷൻ ആയിരിക്കും? ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ അല്ലേ. ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ ആണ് കേട്ടോ. സോ ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ വഴി TV പോയി, IRV പോയി. ഇനി നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് എക്സ്പയർ ചെയ്യുക. അപ്പം ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ വഴി അകത്തേക്ക് പോയ TV പുറത്തേക്ക് പോകും, IRV പുറത്തേക്ക് പോകും. അതുകൂടാതെ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ ആയതുകൊണ്ട് ആരും കൂടെയും പോകും? ERVയും കൂടെയും പോകത്തില്ലേ. അപ്പം നമുക്ക് VC ഈസ് ഈക്വൽ ടു TV പ്ലസ് IRV പ്ലസ് ERV എന്ന് ഇക്വേഷൻ കിട്ടിയല്ലോ. യെസ്. സോ ഇതാണ് വൈറ്റൽ കപ്പാസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം നോക്കിയേ, TLC ഈസ് ഈക്വൽ ടു TV പ്ലസ് IRV പ്ലസ് ERV പ്ലസ് RV എന്നല്ലേ. ആൻഡ് TV പ്ലസ് IRV പ്ലസ് ERV, ഇതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വൈറ്റൽ കപ്പാസിറ്റി അല്ലെങ്കിൽ VC കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ TLCനെ നമുക്ക് എങ്ങനെ എഴുതാം? വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് റെസിഡ്യൂവൽ വോളിയം എന്ന് എഴുതിക്കൂടെ? യെസ്. നമുക്ക് TLC തന്നിട്ടുണ്ടല്ലോ. എത്രയാണ് TLC തന്നേക്കുന്നത്? 6000 ml ഈസ് ഈക്വൽ ടു VC തന്നിട്ടുണ്ടല്ലോ 4800 ml പ്ലസ് RV അല്ലേ വരുന്നത്. അങ്ങനെയാണെങ്കിൽ RV കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 6000 മൈനസ് 4800, ദാറ്റ് മീൻസ് TLC മൈനസ് VC ചെയ്താൽ പോരെ. എത്രയായിരിക്കും ആൻസർ വരുന്നത്? 1200 ml അല്ലേ. യെസ്, 1200 ആണ് കേട്ടോ. യെസ്, 1200 ml അല്ലേ ആൻസർ വരുന്നത്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ 1 ആണ്. യെസ്, ഓപ്ഷൻ 1 ആണ്. 1200 ml ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ചൂസ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി ഫോളോയിങ്. എഗെയിൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യാനാണ്. ദ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ഈസ് സിഗ്മോയിഡ് ഡ്യൂ ടു കോപ്പറേറ്റീവ് ബൈൻഡിങ് ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ. കറക്റ്റ് ആണോ ആ സ്റ്റേറ്റ്മെന്റ്? യെസ്, ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? യെസ്, ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണല്ലേ. അതായത് നമുക്കറിയാം ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്നത്, അത് ആ ഗ്രാഫ് അറിയാമല്ലോ അല്ലേ. ഓക്സിജൻ ഡിസോസിയേഷൻ കർവിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഏത് ഷേപ്പിലാണ് ഇരിക്കുന്നത്? സിഗ്മോയിഡ് കർവാണ് അല്ലേ. എന്തുകൊണ്ടാണ് ഇത് സിഗ്മോയിഡ് കർവ് ആയിരിക്കുന്നത്? കോപ്പറേറ്റീവ് ബൈൻഡിങ് ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് കോപ്പറേറ്റീവ് ബൈൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? കോപ്പറേറ്റീവ് ബൈൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്കറിയാം ഹീമോഗ്ലോബിൻ, ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹീമോഗ്ലോബിനിൽ എത്ര ഹീം ഗ്രൂപ്പ്സ് ഉണ്ട്? 4 ഹീം ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. അതിനകത്ത് ഓരോ ഹീമിലേക്കും ഓരോ ഓക്സിജനാണ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. സോ ഒരു ഹീമോഗ്ലോബിൻ്റെ ഒരു ഹീം ഗ്രൂപ്പിലേക്ക് ഓക്സിജൻ വന്ന് അറ്റാച്ച് ചെയ്തു എന്നിരിക്കട്ടെ. ഈ അറ്റാച്ച്മെൻറ്റ് റിമൈനിങ് ആയിട്ടുള്ള 3 ഹീം ഗ്രൂപ്പുകളില്ലേ, ആ 3 ഹീം ഗ്രൂപ്പുകൾക്കും ഓക്സിജനോടുള്ള അഫിനിറ്റീനെ എന്ത് ചെയ്യും? കൂട്ടും. ഇതിനെയാണ് നമ്മൾ കോപ്പറേറ്റീവ് ബൈൻഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കോപ്പറേറ്റീവ് ബൈൻഡിങ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് വരയ്ക്കുമ്പോഴത്തേക്കും നമുക്കൊരു സിഗ്മോയിഡ് ഗ്രാഫ് അല്ലെങ്കിൽ ഒരു സിഗ്മോയിഡ് കർവ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണല്ലോ. യെസ്. നോ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്,
ഇൻക്രീസ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ഷിഫ്റ്റ് ദ ODC ടു ദ റൈറ്റ്. എപ്പോഴാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്? നമുക്കറിയാം ഓക്സിജനും ഹീമോഗ്ലോബിനും തമ്മിലുള്ള അഫിനിറ്റി കൂടുകയാണെങ്കിൽ ODC എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും? എങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലേ? യെസ്. ഇനി ഓക്സിജനും ഹീമോഗ്ലോബിനും തമ്മിലുള്ള അഫിനിറ്റി കുറയാണെന്നിരിക്കട്ടെ. അഫിനിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ODC എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും? ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും? യെസ്, ഷിഫ്റ്റ് ടു ദി റൈറ്റ്. ഈ കാര്യം അറിയാമല്ലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക്, സ്റ്റേറ്റ്മെൻറ്റിലേക്ക് തിരിച്ചു വരാം. ഇൻക്രീസ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ഷിഫ്റ്റ് ദി ODC ടു ദ റൈറ്റ്. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്തും കൂടും? പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും കൂടിയില്ലേ? പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടി. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുവാണെങ്കിൽ ഓക്സിജന് ഹീമോഗ്ലോബിനോടുള്ള അഫിനിറ്റി എന്ത് ചെയ്യും? ഓക്സിജന് ഹീമോഗ്ലോബിനോടുള്ള അഫിനിറ്റി എന്ത് ചെയ്യും? കുറയും. ഓക്സിജന് ഹീമോഗ്ലോബിനോടുള്ള അഫിനിറ്റി എന്ത് ചെയ്യും? കുറയും. ഓക്സിജന് ഹീമോഗ്ലോബിനോടുള്ള അഫിനിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ODC എങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? റൈറ്റിലേക്കല്ലേ ഷിഫ്റ്റ് ചെയ്യുന്നത്? റൈറ്റ് ഷിഫ്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കോൺസെൻട്രേഷൻ, കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ ഓക്സിജനും ഹീമോഗ്ലോബിനും തമ്മിലുള്ള അഫിനിറ്റി കുറയുന്നു. ആസ് എ റിസൾട്ട് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഡിക്രീസ് ഇൻ pH ഇൻക്രീസസ് അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ ഫോർ ഓക്സിജൻ. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആവുമോ? ഡിക്രീസ് ഇൻ pH കുറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? pH കുറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് കണ്ടീഷൻ എന്തായി? അസിഡിക്കായി. അസിഡിക് കണ്ടീഷൻ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താ? H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്തു? കൂടി. H+ അയോൺ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ഓക്സിജനും ഹീമോഗ്ലോബിനും തമ്മിലുള്ള അഫിനിറ്റി കൂടുവാണോ കുറയുവാണോ? യെസ്, കുറയാണ് അല്ലേ? H+ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ഓക്സിജനും ഹീമോഗ്ലോബിനും തമ്മിലുള്ള അഫിനിറ്റി കുറഞ്ഞു. അഫിനിറ്റി കുറയുവാണെങ്കിൽ ODC എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലേ? നമ്മളോട് എന്താ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞേക്കുന്നത്? ഡിക്രീസ് ഇൻ pH കുറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്രീസസ് അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ ഫോർ ഓക്സിജൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ശരിയാവുമോ ആ സ്റ്റേറ്റ്മെൻറ്റ്? ഇല്ല, തെറ്റല്ലേ? pH കുറഞ്ഞു കഴിഞ്ഞാൽ അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ ഫോർ ഓക്സിജൻ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഷിഫ്റ്റ് ദി കർവ് ടു റൈറ്റ്. കറക്റ്റ് ആണോ? യെസ്. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അഫിനിറ്റി എന്ത് ചെയ്യുമെന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്? അഫിനിറ്റി കുറയും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അഫിനിറ്റി കുറയും. അഫിനിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ODCക്ക് എങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് നടക്കുന്നത്? റൈറ്റ് വേർഡ് ഷിഫ്റ്റ് അല്ലേ നടക്കുന്നത്? റൈറ്റ് ഷിഫ്റ്റ് നടക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണല്ലോ. യെസ്, ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇൻകറക്റ്റ് 1 ആയിട്ട് വരുന്നത്, നമ്മളോട് ഇൻകറക്റ്റ് 1 ചൂസ് ചെയ്യാനല്ലേ പറഞ്ഞേക്കുന്നത്? ഏതാണ് ഇൻകറക്റ്റ് 1 എന്ന് പറയുന്നത്? ഓപ്ഷൻ 3 അല്ലേ? ഇതാണ് നമ്മുടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. യെസ്, സോ ആൻസർ ഇസ് ഓപ്ഷൻ 3. ഓക്കെ, യെസ്, ശരിയാണ്. ഓപ്ഷൻ 3 ആണ് കേട്ടോ ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി കറക്റ്റ് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഡ്യൂറിങ് മിക്ചുറേഷൻ. ഒന്ന് വായിച്ചു നോക്കിയേ നിങ്ങൾ ആദ്യമേ. The CNS passes on motor messages to initiate the contraction of smooth muscles of urinary bladder. Simultaneous relaxation of urethral sphincter causes a release of urine. Stretching of urinary bladder as it gets filled with the urine. Stretch receptors on the walls of the bladder send signal to CNS. Okay, ഇതിനകത്ത് ഏതാണ് കറക്റ്റ് സീക്വൻസ് എന്ന് നിങ്ങളൊന്ന് ആൻസർ ഇട്ടേ. നിങ്ങൾ ആദ്യം ഒന്ന് ആൻസർ ഇട്ടേ. എന്തായിരിക്കും കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്? എന്തായിരിക്കും? ആദ്യം എന്ത് സംഭവിക്കും? യൂറിനറി ബ്ലാഡർ ഗെറ്റ്സ് ഫിൽഡ് വിത്ത് യൂറിൻ അല്ലേ? യൂറിനറി ബ്ലാഡറിൽ യൂറിൻ വന്ന് നിറയുന്നു. ഓക്കെ, അപ്പം ഒന്നാമത്തത് ഏത് സ്റ്റെപ്പായിരിക്കും? 3 ആയിരിക്കുമല്ലോ. യൂറിനറി ബ്ലാഡറിൽ യൂറിൻ വന്ന് ഫില്ല് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് യൂറിനറി ബ്ലാഡറിൻ്റെ വോൾസ് എന്ത് ചെയ്യുന്നു? സ്ട്രെച്ച് ചെയ്യുന്നു. ആൻഡ് ഈ സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് ഈ ഇമ്പൾസിനെ എങ്ങോട്ടേക്ക് കൊടുക്കും? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് കൊടുക്കും. ആൻഡ് ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് തിരിച്ച് സ്മൂത്ത് മസിൽസ്, യൂറിനറി ബ്ലാഡറിൻ്റെ സ്മൂത്ത് മസിൽസിന് കൺട്രാക്ട് ചെയ്യിക്കാനായിട്ടുള്ള ഇമ്പൾസസ് മോട്ടോർ ന്യൂറോൺസ് വഴി എത്തും. ആസ് എ റിസൾട്ട്
യൂറിനറി ബ്ലാഡറിൻ്റെ സ്മൂത്ത് മസിൽസ് കൺട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് യുറേത്രൽ സ്ഫിങ്ക്റ്റേഴ്സ് എക്സ്റ്റേണൽ ഉണ്ട് ഇന്റേണൽ ഉണ്ട്, അവർ റിലാക്സ്ഡ് ആവുന്നു, യൂറിൻ പുറത്തേക്ക് വരുന്നു. ഇതല്ലേ മിക്ചുറേഷൻ റിഫ്ലക്സ്? യെസ്. അങ്ങനെയാണെങ്കിൽ ഏതാണ് ആദ്യത്തെ സ്റ്റെപ്പ്? 3 എന്ന് പറയുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് the CNS passes on motor messages to initiate contraction of smooth muscles of urinary bladder ആണല്ലോ. സോ സോറി, നാലാമത്തെ വായിച്ച് സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് ഓൺ ദി വാൾ ഓഫ് ദി ബ്ലാഡർ സെൻഡ് സിഗ്നൽസ് ടു CNS അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നാലാമത്തതാണ് അടുത്തത്. അതിനുശേഷമാണ് the CNS passes on motor messages to initiate the contraction of smooth muscles of the urinary bladder. ഓക്കെ, അത് കഴിഞ്ഞ് simultaneous relaxation of urethral sphincter causes release of urine. ഓക്കെ, ഇതായിരിക്കും കറക്റ്റ് ഓർഡർ. 3, 4, 1, 2. ആൻസർ എന്താ വരുന്നത്? 3. ഓപ്ഷൻ 3 ആണ് കേട്ടോ. യെസ്, ഓപ്ഷൻ 3 തന്നെയാണ് ആൻസർ വരിക. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? യൂറിനറി ബ്ലാഡറിൽ യൂറിൻ വന്ന് ഫില്ലാവുന്നു, സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് ഇതിനെ ഡിറ്റക്ട് ചെയ്യുന്നു, ഇമ്പൾസസിനെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് പാസ് ഓൺ ചെയ്യുന്നു. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് യൂറിനറി ബ്ലാഡറിൻ്റെ സ്മൂത്ത് മസിൽസിനെ കൺട്രാക്ട് ചെയ്യിക്കാനായിട്ടുള്ള ഇമ്പൾസസ് മോട്ടോർ ന്യൂറോൺസ് വഴി യൂറിനറി ബ്ലാഡറിൽ എത്തുന്നു. ആൻഡ് യുറേത്രൽ സ്ഫിങ്ക്റ്റേഴ്സിൻ്റെ റിലാക്സേഷൻ എക്സ്റ്റേണൽ ആണെങ്കിലും ഇന്റേണൽ ആണെങ്കിലും അവരുടെ റിലാക്സേഷൻ നടക്കുന്നു. ആസ് എ റിസൾട്ട് യൂറിനറി ബ്ലാഡറിൽ നിന്ന് പുറത്തേക്ക് എക്സ്പെൽ ചെയ്യപ്പെടുന്നു. ഈ പ്രോസസ്സിനെയാണ് മിക്ചുറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? ആൻസർ വരിക ഈസ് ഓപ്ഷൻ 3 കേട്ടോ. ആൻസർ ഇസ് ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The urine of man under normal condition does not contain glucose because normal condition human urine എന്തില്ല? ഗ്ലൂക്കോസ് ഇല്ല. ഇതിന് കാരണം എന്താണെന്നാണ് ചോദ്യം. ഗ്ലൂക്കോസ് ഇൻ ദ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഈസ് കൺവേർട്ടഡ് ടു ഗ്ലൈക്കജൻ. ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ, അതായത് ബ്ലഡ് ഫിൽറ്റർ ചെയ്ത് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാവുമല്ലോ, ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലുള്ള ഗ്ലൂക്കോസ് ഗ്ലൈക്കജനായിട്ട് കൺവേർട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ശരിയാണോ? അല്ല, സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. അടുത്തത്, ഗ്ലൂക്കോസ് ഇൻ ദ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഈസ് അബ്സോർബ്ഡ് ഇൻ ദ യൂറിനിഫറസ് ട്യൂബ്യൂൾസ്. കറക്റ്റ് അല്ലേ? ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ എത്തുന്ന ബ്ലഡിൽ നിന്ന് ഫിൽട്രേഷൻ വഴി ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലേക്ക് എത്തുന്ന ഗ്ലൂക്കോസിനെ ആര് വലിച്ചെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ആര് റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്? റീനൽ ട്യൂബ്യൂൾസ് അല്ലെങ്കിൽ നെഫ്രോൺ അല്ലെങ്കിൽ യൂറിനിഫറസ് ട്യൂബ്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ റീഅബ്സോർബ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇല്ലേ? യൂറിനിഫറസ് ട്യൂബ്യൂൾസ് നിന്ന് ബ്ലഡിലേക്ക് അത് റീഅബ്സോർബ് ചെയ്യപ്പെടുകയല്ലേ ചെയ്യുന്നത്? യെസ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ലേ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് ഈസ് നോട്ട് ഫിൽറ്റേർഡ് ഇൻ ദ ഗ്ലോമറുലസ്. ഗ്ലോമറുലസിൽ വെച്ചിട്ട് ബ്ലഡിൽ ഉള്ള ഗ്ലൂക്കോസ് ഫിൽറ്റർ ചെയ്ത് ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലേക്ക് വരുന്നില്ല എന്നാണ് പറയുന്നത്. തെറ്റല്ലേ? ദ നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ഇസ് ഫ്രക്ടോസ്. ആണോ? അല്ല. ബ്ലഡ് ഷുഗർ, നോർമൽ ബ്ലഡ് ഷുഗർ ഫ്രക്ടോസ് ആണോ? അല്ല. അതെന്താണ്? ഗ്ലൂക്കോസ് ആണ് അല്ലേ? ഈ സ്റ്റേറ്റ്മെൻറ്റും റോങ് അല്ലേ? അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആൻസർ ആയിട്ട് എന്താണ് വരുന്നത്? ഇറ്റ് ഇസ് ഓപ്ഷൻ 2. യെസ്, ആൻസർ ഇസ് ഓപ്ഷൻ 2. ഓക്കെ. Now, match the following columns. Column 1 resting membrane potential, action potential, depolarization, repolarization. Column 2 Na plus channels open, K plus channels open. Na plus ions are more on outer side of the membrane. Na plus ions are more on the inner side of the membrane. Column 3 Na plus and K plus pumps are responsible for it. Last for very short time, K plus ions move to outer side of the membrane, positive charge on the inner side of the membrane. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഒന്നാമത്തെ നോക്കി, കോളം 1 എ നമ്മൾ നോക്കുകയാണെങ്കിൽ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നത് കോളം 2 ഏത് ഓപ്ഷനാണ്? യെസ്, സോഡിയം അയോൺസ് ആർ മോർ ഓൺ ദി ഔട്ടർ സൈഡ് ഓഫ് ദി മെംബ്രെയിൻ എന്നുള്ളതല്ലേ? യെസ്, റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിൽ സോഡിയം അയോൺസ് എന്ന് പറയുന്നത് ആക്സോപ്ലാസത്തിന് പുറത്തായിരിക്കും അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലായിരിക്കും അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ. അങ്ങനെയാണെങ്കിൽ എ മാച്ചസ് വിത്ത് 3 അല്ലേ വരുന്നത്? ആൻഡ് എന്തുകൊണ്ടാണ് സോഡിയം അയോൺസ് പുറത്ത് കൂടുതലാവാൻ കാരണം? Na plus K plus പംസ് അല്ലേ? യെസ്, അങ്ങനെയാണെങ്കിൽ എ മാച്ചസ് വിത്ത് 3, അതുപോലെ തന്നെ കോളം 3 ഇറ്റ് മാച്ചസ് വിത്ത് 1. ഓക്കെ. ഇനി ബി, ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ Na plus ions are more on the inner side of the membrane അല്ലേ? യെസ്, ആൻഡ് ദിസ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഇറ്റ് ലാസ്റ്റ് ഫോർ എ വെരി ഷോർട്ട് ടൈം. കുറച്ച് നേരത്തേക്കിന് മാത്രമല്ലേ ഉള്ളൂ സോഡിയം അയോൺസ് അകത്ത് നിൽക്കുന്നുള്ളൂ. യെസ്, അങ്ങനെയാണെങ്കിൽ ബി മാച്ചസ് വിത്ത് 4, then 2. Then സി ആണ് ഡീപോളറൈസേഷൻ്റെ സമയത്ത് എന്ത് ഓപ്പൺ ആവുന്നുണ്ട്? Na plus ചാനൽസ് ഓപ്പൺ ആവുന്നുണ്ട്. ആസ് എ റിസൾട്ട് Na+ൻ്റെ ഇൻഫ്ലക്സ് നടക്കും അല്ലേ? സോ സി മാച്ചസ് വിത്ത് 1 ആൻഡ്
പോസിറ്റീവ് ചാർജ് ഓൺ ദി ഇന്നർ സൈഡ് ഓഫ് ദി മെംബ്രെയിൻ അല്ലേ വരുന്നത്. Na+ അകത്തേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സോപ്ലാസത്തിനുള്ളിൽ പോസിറ്റീവ് ചാർജ് ആണ്. സോ C മാച്ചസ് വിത്ത് 1 and 4. Now ലാസ്റ്റ് വൺ D, റീപോളറൈസേഷൻ. റീപോളറൈസേഷൻ്റെ സമയത്ത് ഏത് ചാനൽസ് ഓപ്പൺ ആവും? K+ ചാനൽസ് ഓപ്പൺ ആവും ആൻഡ് ആക്സോപ്ലാസത്തിൽ നിന്ന് K+ പുറത്തേക്ക് വരും അല്ലേ. സോ D മാച്ചസ് വിത്ത് 2. ഓക്കെ, ആൻഡ് ഈ സമയത്ത് K+ അയോൺസ് മൂവ് ടു ഔട്ടർ സൈഡ് ഓഫ് ദി മെംബ്രെയിൻ അല്ലേ, കറക്റ്റ് അല്ലേ? യെസ്. സോ D മാച്ചസ് വിത്ത് 2 and 3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരിക? A മാച്ചസ് വിത്ത് 3 and 1, B മാച്ചസ് വിത്ത് 4 and 2, C മാച്ചസ് വിത്ത് 1 and 4, D മാച്ചസ് വിത്ത് 2 and 3. ആൻസർ വരിക ഓപ്ഷൻ 2 അല്ലേ? യെസ്, ഓപ്ഷൻ 2 ആണ് ആൻസർ വരുന്നത്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ മാച്ച് ദ ഫോളോയിങ് ആണ്. ഓക്കെ, മാച്ച് കോളം 1 വിത്ത് കോളം 2 ആൻഡ് ചൂസ് ദി കറക്റ്റ് ആൻസർ. കോളം 1-ൽ unicellular glandular epithelium, compound epithelium, multicellular glandular epithelium, endocrine gland. Column 2-ലാണെങ്കിൽ salivary glands, pancreas, goblet cells of alimentary canal, moist surface of buccal cavity. ഇത്രയുമാണ് ഉള്ളത്. അപ്പോൾ കോളം 1-ൽ നോക്കി യൂണിസെല്ലുലാർ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. നമുക്കറിയാം ക്യൂബോയിഡൽ ആൻഡ് കോളംനാർ. ക്യൂബോയിഡൽ ആൻഡ് കോളംനാർ. Cuboidal and columnar epithelium that are specialized for secretion. Specialized for secretion. അതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Glandular epithelium എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. That is what we call as glandular epithelium. Okay, and based on the number of cells, there are two types of glands അല്ലേ? ഏതൊക്കെയാ? Based on the number of cells. Based on number of cells, രണ്ട് ടൈപ്പ് ഓഫ് ഗ്ലാൻസ് ഉണ്ടല്ലോ. ഏതൊക്കെയാ? യൂണിസെല്ലുലാർ ഗ്ലാൻഡും ഉണ്ട്, മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡും ഉണ്ട് അല്ലേ. ആൻഡ് യൂണിസെല്ലുലാർ ഗ്ലാൻഡിന് എക്സാമ്പിളാണ് ആരെന്ന് പറയുന്നത്? ഓക്കെ, യൂണിസെല്ലുലാർ ഗ്ലാൻഡിന് എക്സാമ്പിളാണ് ആരെന്ന് പറയുന്നത്? ഒന്നാമത് തന്നേക്കുന്ന ഓപ്ഷൻ അതല്ലേ, യൂണിസെല്ലുലാർ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. ആരാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? ഗോബ്ലെറ്റ് സെൽസ് ഓഫ് എലിമെൻ്ററി കനാൽ അല്ലേ. സോ A മാച്ചസ് വിത്ത് 3 എന്ന് നമുക്ക് കിട്ടി. A മാച്ചസ് വിത്ത് 3 എന്ന് കിട്ടി. ഓക്കെ, ഇനി രണ്ടാമത്തത് കോമ്പൗണ്ട് എപ്പിത്തീലിയം. കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം അല്ലെങ്കിൽ കോമ്പൗണ്ട് എപ്പിത്തീലിയം. ദാറ്റ് മീൻസ് മോർ ദാൻ 1 ലെയർ ഓഫ് എപ്പിത്തീലിയം സെൽസ് ഉണ്ടാവും. ഓക്കെ, അതാണ് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. കോമ്പൗണ്ട് എപ്പിത്തീലിയം എവിടെയാണ് കാണുന്നത്? യെസ്, ഇറ്റ് ഈസ് ഫൗണ്ട് ഓൺ ദി മോയിസ്റ്റ് സർഫസ് ഓഫ് ബക്കൽ ക്യാവിറ്റി. ബക്കൽ ക്യാവിറ്റിയുടെ മോയിസ്റ്റ് സർഫസിലല്ലേ കാണുന്നത്. സോ B മാച്ചസ് വിത്ത് 2. ദെൻ മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. ഒരു മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ് ഏതാണ്? ഇനിയിപ്പോൾ ബാക്കിയുള്ള രണ്ട് ഓപ്ഷൻസ് സലൈവറി ഗ്ലാൻഡും അതുപോലെ തന്നെ പാൻക്രിയാസും അല്ലേ. അടുത്തത് തന്നേക്കുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ്. സലൈവറി ഗ്ലാൻഡ് എന്താണെങ്കിലും എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ലല്ലോ. അല്ല, പാൻക്രിയാസ് അല്ലേ എൻഡോക്രൈൻ ഗ്ലാൻഡ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് സെൽസ് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഗ്ലാൻഡ് ഉണ്ട്. യൂണിസെല്ലുലാർ ഗ്ലാൻഡും ഉണ്ട്, മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതിൻ്റെ യൂണിസെല്ലുലാർ ഗ്ലാൻഡിൻ്റെ എക്സാമ്പിളാണ് ഗോബ്ലെറ്റ് സെൽസ്. മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് ആരെ എടുക്കാനായിട്ട് സാധിക്കും? സലൈവറി ഗ്ലാൻഡിനെ എടുക്കാനായിട്ട് സാധിക്കും. സലൈവറി ഗ്ലാൻഡ് മാത്രമല്ല, പാൻക്രിയാസ് എന്ന് പറയുന്നതും ഒരു മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡാണ്. പക്ഷേ ഇവിടെ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനും കൂടി ഉണ്ടല്ലോ. അത് ഏതേ വരത്തുള്ളൂ? പാൻക്രിയാസേ വരത്തുള്ളൂ. അതുകൊണ്ട് C എന്ന് പറയുന്നത് എന്തുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്? 1 മാച്ച് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എൻഡോക്രൈൻ ഗ്ലാൻഡ് ഏതാണ്? പാൻക്രിയാസ് ആണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്? അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് സെൽസിൻ്റെ ബേസിസിൽ യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ് പറഞ്ഞു. അതുകൂടാതെ ബേസ്ഡ് ഓൺ ദി പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഡക്റ്റ്, ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഡക്റ്റ്, ഓക്കെ, നമുക്ക് ഗ്ലാൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാ? എക്സോക്രൈൻ ഗ്ലാൻഡും എൻഡോക്രൈൻ ഗ്ലാൻഡും. എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡക്റ്റിലസ് ആയിട്ടുള്ള ഗ്ലാൻഡുകളാണ് അല്ലേ, ഡക്റ്റിലസ് ഗ്ലാൻഡുകളാണ്. ആൻഡ് ഇവരുടെ സെക്രീഷൻസിനെ നമ്മൾ ഹോർമോൺസ് എന്ന് വിളിക്കും. അതേസമയം എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഡക്റ്റുള്ള ഗ്ലാൻഡുകളാണ്. സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഒരു മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡാണ്, അതുപോലെ അതൊരു എക്സോക്രൈൻ ഗ്ലാൻഡാണ്. പാൻക്രിയാസ് എന്ന് പറയുന്നത് എഗെയിൻ ഒരു മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡാണ്, പക്ഷേങ്കിൽ അത് എൻഡോക്രൈൻ ഗ്ലാൻഡാണ്. പക്ഷേ പാൻക്രിയാസിൻ്റെ ഒരു പ്രത്യേകത, അവർക്ക് ബോത്ത് എൻഡോക്രൈൻ ആസ് വെൽ ആസ് എക്സോക്രൈൻ ഫംഗ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് പാൻക്രിയാസിനെ കുറച്ചും കൂടി നമുക്ക് കോമ്പസിറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നതായിരിക്കും ബെറ്റർ. കോമ്പസിറ്റ് ഗ്ലാൻഡ് ആണ് കേട്ടോ. ഏതായാലും
ഈ ക്വസ്റ്റ്യനിൽ ആൻസർ എന്തേ വരത്തുള്ളൂ? ഇറ്റ് ഇസ് ഓപ്ഷൻ 3. യെസ്, ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആസ് പെർ ABO blood grouping system, the blood group of father is B positive. Okay, father B positive ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Father is B positive. Okay, then and mother is A positive. Mother A positive ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. And child is O positive. Child എങ്ങനെയാണ്? O positive ആണ്. Okay, their respective genotype can be. അവരുടെ ജീനോടൈപ്പ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം. നമുക്കറിയാം ഏത് ജീനാണ് ബ്ലഡ് ഗ്രൂപ്പിങ്ങിനെ തീരുമാനിക്കുന്നത്. The gene that is responsible for blood groups is ISO. ഏത് ബ്ലഡ് ഗ്രൂപ്പ്? ABO ബ്ലഡ് ഗ്രൂപ്പ് ആണ് കേട്ടോ. യെസ്, the gene that is responsible for ABO blood group is isoagglutinogen. isoagglutinogen gene അല്ലെങ്കിൽ നമ്മൾ ഐ ജീൻ എന്ന് വിളിക്കും. ഓക്കെ, ഐ ജീൻ. ഓക്കെ, ഈ ഐ ജീനിന് 3 അല്ലീൽസ് അല്ലേ ഉള്ളത്? ഏതൊക്കെയാ? IA ഉണ്ട്, IB ഉണ്ട്, I ഉണ്ട്. 3 അല്ലീൽസ് ആണ് ഉള്ളത്. ഇപ്പോൾ എ ബ്ലഡ് ഗ്രൂപ്പ്, ഒരാൾക്ക് എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അയാളുടെ ജീനോടൈപ്പ്, എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അയാളുടെ ജീനോടൈപ്പ് ഒന്നെങ്കിൽ IA ആകാം, അല്ലെങ്കിൽ IA സ്മോൾ ഐ ആകാം. ഓക്കെ, ഇനി ഒരാൾക്ക് ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അയാളുടെ ജീനോടൈപ്പ് IB ആകാം, അല്ലെങ്കിൽ IBI ആകാം. ഓക്കെ, ഇനി ഒരാൾക്ക് O ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അയാളുടെ ജീനോടൈപ്പ് എന്ത് മാത്രമേ ആകത്തുള്ളൂ? II. ഇതാണ് അയാളുടെ ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റിന് ആൻസർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ചൈൽഡ് എന്ന് പറയുന്നത് O പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ചൈൽഡിൻ്റെ ജീനോടൈപ്പ് എന്തേ ആകത്തുള്ളൂ? II, ഇതേ ആകത്തുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയേ, എ എന്ന് പറഞ്ഞ് തന്നേക്കുന്ന ഓപ്ഷനിൽ ചൈൽഡിൻ്റെ ജീനോടൈപ്പ് ഈസ് II, സ്മോൾ ഐ. ഓക്കെ, അപ്പം ഇത് വേണമെങ്കിൽ നമ്മളുടെ ആൻസർ ആകാം. അടുത്തതിലും ചൈൽഡിൻ്റെ ജീനോടൈപ്പ് സ്മോൾ ഐ എന്നല്ലേ തന്നേക്കുന്നത്, ഇതും വേണമെങ്കിൽ നമ്മളുടെ ആൻസർ ആകാം. ഇനി സി എന്ന് പറയുന്ന ഓപ്ഷനിൽ ചൈൽഡിൻ്റെ ജീനോടൈപ്പ് IBI എന്നാണ് തന്നേക്കുന്നത്. ചൈൽഡിൻ്റെ ജീനോടൈപ്പ് IBI ആണെങ്കിൽ ചൈൽഡിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് B അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് നമ്മളുടെ ആൻസർ ആയിട്ട് വരുമോ? ഇല്ല. ഡിയിൽ നോക്കി, ചൈൽഡിൻ്റെ ജീനോടൈപ്പ് മൂന്നാമത് തന്നേക്കുന്നതാണ് കേട്ടോ. ചൈൽഡിൻ്റെ ജീനോടൈപ്പ് IA സ്മോൾ ഐ എന്നാണ് തന്നേക്കുന്നത്. ദാറ്റ് മീൻസ് ചൈൽഡിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ? A ആണെന്നേ പറയാൻ പറ്റുള്ളൂ. അത് നമ്മളുടെ ആൻസർ ആയിട്ട് വരുമോ? ഇല്ല. ചൈൽഡിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് O എന്നല്ലേ നമ്മളോട് പറഞ്ഞേക്കുന്നത്. ദെൻ അടുത്തത് ചൈൽഡിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് IB എന്നാണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ് മീൻസ് ചൈൽഡിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കും? AB ആയിരിക്കും അല്ലേ? AB ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആൾക്കാരാണെങ്കിൽ എങ്ങനെയാണ് വരിക? AB ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ IB, ഇതല്ലേ കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ IB വന്നു കഴിഞ്ഞാൽ ചൈൽഡിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് AB ആണെന്നല്ലേ അതിൻ്റെ അർത്ഥം. ഇത് നമ്മളുടെ ആൻസർ ആയിട്ട് വരുമോ? ഇല്ല, കാരണം ഓൾറെഡി തന്നിട്ടുണ്ട് ചൈൽഡിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് O ആണെന്നുള്ളത്. അപ്പം ഒന്നെങ്കിൽ നമ്മളുടെ ആൻസർ A ആയിരിക്കും, അല്ലെങ്കിൽ B ആയിരിക്കും. ഇനി നിങ്ങൾ പറഞ്ഞേ A ആയിരിക്കുമോ B ആയിരിക്കുമോ ആൻസർ, അതോ രണ്ടും ആൻസർ ആയിട്ട് വരുമോ? ഇപ്പോൾ B നമ്മൾ എടുക്കുവാണെങ്കിൽ ഇവിടെ തന്നിട്ടുണ്ട് ഫാദർ IB, മദർ IA. ഓക്കെ, സോ ഫാദറിൻ്റെ അടുത്ത് നിന്ന് കിട്ടാൻ പോകുന്ന ഗമീറ്റ് ഏതായിരിക്കും? IB ആയിരിക്കും. മദറിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നത് IAയും ആയിരിക്കും. ദാറ്റ് മീൻസ് ഇത് തമ്മിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ചൈൽഡ് എന്തേ ആവുള്ളൂ? IA എന്തേ ആവത്തുള്ളൂ? IB ആവത്തുള്ളൂ. ദാറ്റ് മീൻസ് AB ബ്ലഡ് ഗ്രൂപ്പ് ആയി പോകത്തില്ലേ കുഞ്ഞിന്? സോ ഇത് ആൻസർ ആയിട്ട് വരുമോ? ഇല്ല, ഇത് ആൻസർ ആയിട്ട് വരില്ല. ഇനി അടുത്തത് നോക്കി, ഇപ്പോൾ പേരൻസിൻ്റെ ജീനോടൈപ്പ് ഫാദറിൻ്റെ IBI ആണ് ആൻഡ് മദറിൻ്റെ IAI ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഫാദറിൽ നിന്ന് IB വരാം, I വരാം. ഇതല്ലേ ഫാദറിൽ നിന്ന് കിട്ടുന്ന ഗ്യാമീറ്റ്സ്. ദെൻ മദറിൽ നിന്നാണെങ്കിൽ IAI വരാം അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കി ക്രോസ് ചെയ്തേ, കുഞ്ഞിന് IAIB ആകാം, IBI ആകാം, IAI ആകാം, അല്ലെങ്കിൽ എന്താകാം? സ്മോൾ ഐ ആയിക്കൂടെ?
O ബ്ലഡ് ഗ്രൂപ്പ് ആയിക്കൂടെ? യെസ്. സോ ഈ ഒരു കണ്ടീഷനിൽ മാത്രമാണ് ഫാദറിനും മദറിനും ഈ ഒരു ജീനോടൈപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് കുഞ്ഞിന് O ബ്ലഡ് ഗ്രൂപ്പ് വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ് വരുന്നത്? യെസ്, ആൻസർ വരുന്നത് ഏതായിരിക്കും? ആൻസർ വരുന്നത് ഏതായിരിക്കും? ഏത് ആൻസർ വരുന്നത്? യെസ്, ഓപ്ഷൻ 1 A ഓൺലി എന്നുള്ളതല്ലേ ആൻസർ വരുന്നത്. നമുക്ക് തന്നിട്ടുണ്ട് കുഞ്ഞിൻ്റെ ജീനോടൈപ്പ് O ആണെന്ന്. അത് വെച്ച് നമുക്കറിയാം O എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് O ആണെന്ന്. അത് O ആണ് ബ്ലഡ് ഗ്രൂപ്പ് എങ്കിൽ ജീനോടൈപ്പ് എന്ന് പറയുന്നത് സ്മോൾ ഐ ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഓപ്ഷൻസ് വരാനായിട്ടുള്ള ചാൻസ് ഉള്ളൂ. യെസ്. ഇനി നമുക്ക് പേരൻസിൻ്റെ ജീനോടൈപ്പ് കണ്ടുപിടിച്ചാൽ മതി. പേരൻസിൻ്റെ ജീനോടൈപ്പ് ഇതാണെങ്കിൽ കുഞ്ഞ് AB ആവാനായിട്ടുള്ള ചാൻസേ ഉള്ളൂ. ഓക്കെ. അതേസമയം പേരൻസിൻ്റെ ജീനോടൈപ്പ് IB സ്മോൾ ഐയും IA സ്മോൾ ഐയും ആണെങ്കിൽ കുഞ്ഞ് AB ആകാം, A ആകാം, B ആകാം, O ആകാം. ഓക്കെ, 4 ബ്ലഡ് ഗ്രൂപ്പിലുള്ള കുഞ്ഞുണ്ടാവാം. ഓക്കെ, അപ്പോൾ O എന്ന് പറയുന്ന കണ്ടീഷൻ ഇവിടെ ഉണ്ടാവാമല്ലോ അല്ലേ? യെസ്. സോ ആൻസർ എന്താ വരുന്നത്? A. ഇത് മാത്രമല്ലേ നമ്മളുടെ ഈ ഒരു കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷനായിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താ വരുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ 1. ഓക്കെ. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ കറക്റ്റ് നെയിംസ് ഓഫ് ഫോളോയിങ് അമിനോ ആസിഡ്സ് ആർ. ഓക്കെ, നിങ്ങൾ ആൻസർ ഇട്ടേ. കറക്റ്റ് നെയിം എന്താണെന്ന് ആൻസർ ഇട്ടേ. ഒന്നാമത് തന്നേക്കുന്നത് നമുക്കറിയാം ഇവിടെ വേരിയബിൾ ഗ്രൂപ്പിൽ മാത്രമല്ലേ വ്യത്യാസമുള്ളൂ. സോ ഒന്നാമത് തന്നേക്കുന്ന അമിനോ ആസിഡിൽ മീഥൈൽ ഗ്രൂപ്പാണ് വേരിയബിൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ R ഗ്രൂപ്പായിട്ട് വന്നേക്കുന്നത്. ദെൻ രണ്ടാമത്തെ ഓപ്ഷനിൽ ഹൈഡ്രജൻ ആണ് വേരിയബിൾ ഗ്രൂപ്പായിട്ട് വന്നേക്കുന്നത്. മൂന്നാമത്തെ ഓപ്ഷനിൽ ഹൈഡ്രോക്സി മീഥൈൽ ഗ്രൂപ്പാണ് R ഗ്രൂപ്പ് അല്ലെങ്കിൽ വേരിയബിൾ ഗ്രൂപ്പായിട്ട് വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ഏതൊക്കെ അമിനോ ആസിഡ്സ് ആണ്? ഓപ്ഷൻ 1. ഓക്കെ, ഏതൊക്കെ അമിനോ ആസിഡ്സ് ആണെന്നൊന്ന് പറഞ്ഞേ. മീഥൈൽ ഗ്രൂപ്പാണ് R ഗ്രൂപ്പായിട്ട് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ വേരിയബിൾ ഗ്രൂപ്പായിട്ട് വരുന്നതെങ്കിൽ അതെന്താണ്? അലാനിൻ അല്ലേ? യെസ്, അലാനിൻ ആണ്. ഹൈഡ്രജൻ ആണ് R ഗ്രൂപ്പായിട്ട് വരുന്നതെങ്കിൽ അതെന്താ? ഗ്ലൈസീൻ അല്ലേ? ദെൻ ഹൈഡ്രോക്സി മീഥൈൽ ആണ് വരുന്നതെങ്കിൽ അതെന്താണ്? സെറീൻ അല്ലേ? ആൻസർ എന്താ വരുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ 1 അല്ലേ? യെസ്, ഓപ്ഷൻ 1 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 11 ഓപ്ഷൻ 1 ആണ് കേട്ടോ ആൻസർ വരുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ അല്ലേ? കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, റീഡ് ദ സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് മസിൽ പ്രോട്ടീൻസ്. ഒന്നാമത്തത്, ആക്റ്റിൻ ഈസ് തിൻ ഫിലമെന്റ് ആൻഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 F ആക്റ്റിൻസ്. കറക്റ്റ് അല്ലേ? ഒരു ആക്റ്റിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് തിൻ ഫിലമെന്റ് ആണ് അല്ലേ? ആക്റ്റിനല്ലേ നമ്മൾ തിൻ ഫിലമെന്റ് എന്ന് വിളിക്കുന്നത്. തിൻ ഫിലമെന്റ് ആണ്. ആൻഡ് ഒരു ആക്റ്റിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര F ആക്റ്റിൻസ് ഉണ്ട്? 2 F ആക്റ്റിൻസ് അല്ലെങ്കിൽ ഫിലമെന്റസ് ആക്റ്റിൻ ഉണ്ട് അല്ലേ? ഫിലമെന്റസ് ആക്റ്റിൻ ഉണ്ട്. ഓക്കെ, കറക്റ്റ് അല്ലേ ആ സ്റ്റേറ്റ്മെന്റ്? യെസ്, കറക്റ്റ് ആണ്. ഓക്കെ, ഇനി ഓരോ എഫ് ആക്റ്റിനെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട്? G ആക്റ്റിൻ ഉണ്ട്. ആൻഡ് G ആക്റ്റിൻ ഈസ് കൺസിഡർഡ് ആസ് ദി മോണോമർ ഓഫ് ആക്റ്റിൻ. അറിയാമല്ലോ അല്ലേ? യെസ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. രണ്ടാമത്തത്, ദ കോംപ്ലക്സ് പ്രോട്ടീൻ ട്രോപ്പോണിൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓൺ ദി ട്രോപ്പോമയോസിൻ. കറക്റ്റ് അല്ലേ? ട്രോപ്പോമയോസിനിൽ റെഗുലർ ഇൻ്റർവെൽസിൽ നമുക്ക് ആരെ കാണാനായിട്ട് സാധിക്കും? ട്രോപ്പോണിനെ കാണാനായിട്ട് സാധിക്കും. ആൻഡ് ട്രോപ്പോണിൻ ഇസ് എ കോംപ്ലക്സ് പ്രോട്ടീൻ. കറക്റ്റ് അല്ലേ? യെസ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, മയോസിൻ ഈസ് എ തിക് ഫിലമെൻറ്റ് വിച്ച് ഇസ് ഓൾസോ എ പോളിമറൈസ്ഡ് പ്രോട്ടീൻ. കറക്റ്റ് അല്ലേ? മയോസിൻ എന്ന് പറയുന്നതും ഒരു പോളിമർ അല്ലേ? യെസ്. ആൻഡ് ദ മോണോമർ ഓഫ് മയോസിൻ ഇസ് വാട്ട് വി കോൾ ആസ് ദി മീറോമയോസിൻ. ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ദ ഗ്ലോബുലാർ ഹെഡ് ഓഫ് മീറോമയോസിൻ കൺസിസ്റ്റ് ഓഫ് ലൈറ്റ് മീറോമയോസിൻ അല്ലെങ്കിൽ LMM എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം ഒരു മീറോമയോസിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മീറോമയോസിന് ഹെഡ് ഉണ്ട്, then there is the short arm, then there is a tail. ഇത്രയല്ലേ മീറോമയോസിനുള്ളത്. അതിനകത്ത് ഹെഡ് ടുഗെദർ വിത്ത് ഷോർട്ട് ആം, ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ക്രോസ് ആം എന്ന് വിളിക്കും. ആൻഡ് ദീസ് റീജിയൻസ് ഇറ്റ് ഈസ് ഹെവി മീറോമയോസിൻ. ഇതെന്താണ്? ഹെവി മീറോമയോസിൻ ആണല്ലേ. ആൻഡ് ടെയിൽ എന്ന് പറയുന്നതാണ് എന്ത്? ലൈറ്റ് മീറോമയോസിൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞേക്കുന്നത് ദ ഗ്ലോബുലാർ ഹെഡ് ഓഫ് മീറോമയോസിൻ കൺസിസ്റ്റ് ഓഫ് ലൈറ്റ് മീറോമയോസിൻ ആണോ? അല്ല. ഗ്ലോബുലാർ ഹെഡ് ഓഫ് മീറോമയോസിനിൽ എന്താണുള്ളത്? ഹെവി മീറോമയോസിൻ ആണുള്ളത്. HMM ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ അല്ലേ? ദെൻ അഞ്ചാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, the portion of the myofibril between 2 successive eye bands is considered as functional unit of contraction. Which is the functional unit of contraction? Sarcomere. Functional unit of contraction നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? സാർക്കോമിയർ എന്നാണ് വിളിക്കുന്നത്. ആൻഡ് 2 ഐ ബാൻസിന് ഇടയിലുള്ള റീജിയൻ ആണ് സാർക്കോമിയർ എന്നാണ് പറയുന്നത്. ആണോ?
അല്ല. ഈ ഐ ബാൻഡ്സിനെ ബൈസെക്ട് ചെയ്ത് ആര് വരുന്നുണ്ട്? ഇസഡ് ലൈൻസ് വരുന്നുണ്ട് അല്ലേ? രണ്ട് ഇസഡ് ലൈൻസിന് ഇടയ്ക്കുള്ള റീജിയനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാർക്കോമിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സാർക്കോമിയർ ഇസ് കൺസിഡേർഡ് ആസ് ദി functional unit of contraction. So the portion of myofibril between two successive I bands is considered as functional unit of contraction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകുമോ? ഇല്ല. The portion of myofibril between two successive Z lines is considered as functional unit of contraction. Okay. അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. നമ്മളോട് പറഞ്ഞേക്കുന്നത് ചൂസ് ദി ഓപ്ഷൻ വിത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ദി കോഡ്സ് ഗിവൺ ബിലോ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഒന്നാമത്തേത് കറക്റ്റാണ്, 2 കറക്റ്റാണ്, 3 കറക്റ്റാണ്, 4 5 തെറ്റാണല്ലോ. ആൻസർ എന്താ വരുന്നത്? യെസ്, ഓപ്ഷൻ 1 ആണല്ലേ ആൻസർ വരുന്നത്. 1 2 and 3 എന്നുള്ളതല്ലേ ആൻസർ വരുന്നത്? യെസ് യെസ് യെസ്, ഓപ്ഷൻ 1 ആണല്ലേ ആൻസർ വരുന്നത്. യെസ്, ആൻസർ ഇസ് ഓപ്ഷൻ 1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Read the following statements. Along with the hypothalamus, limbic lobe or system is involved in the regulation of sexual behavior, expression of emotional reactions and motivation. Correct alle? Yes, correct statement aanale. രണ്ടാമത്തേത്, hypothalamus lies at the base of thalamus. Correct ആണോ? Yes, thalamusന്റെ താഴെയാണ് നമുക്ക് എന്തിനെ കാണാനായിട്ട് സാധിക്കുന്നത്? hypothalamusനെ കാണാനായിട്ട് സാധിക്കുന്നത്. എല്ലാം NCERT statements ആണ്. അടുത്തത്, hypothalamus contains a number of centers which control body temperature, urge for eating and drinking. Correct statement alle? Yes. Fourth statement, hypothalamus contains several groups of neurosecretory cells which secrete hypothalamic hormones. Correct alle? hypothalamus ulla ee neurosecretory cellugale nammal endanna vilikkunne? nuclei ennaanu vilikkunന്നത്. and ee hypothalamic nuclei releasing hormones നെയും inhibiting hormones നെയും vasopressin അല്ലെങ്കിൽ ADH നെയും oxytocin നെയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? സോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. യെസ്. Then last statement, the inner parts of cerebral hemispheres and a group of associated structures like amygdala, hippocampus etc. form the limbic system. Correct statement അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് how many of the above statements are correct എന്ന. എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താണ് വരുന്നത്? ആൻസർ ഇസ് ഓപ്ഷൻ 1. ആൻസർ ഇസ് ഓപ്ഷൻ 1 5 എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓക്കെ, യെസ്. Now, next question. Which of the following are not the effects of parathyroid hormone? Okay, parathyroid hormone അഥവാ PTH അല്ലെങ്കിൽ നമ്മൾ പാരാത്ത് ഹോർമോൺ എന്ന് വിളിക്കും. ഈ ഹോർമോണിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്കറിയാം പാരാതൈറോയിഡ് ഹോർമോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെക്രീറ്റഡ് ബൈ ദി പാരാതൈറോയിഡ് ഗ്ലാൻഡ്. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഓക്കെ, അതിൻ്റെ ഇഫക്റ്റുകൾ അല്ലാത്തതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തത്, സ്റ്റിമുലേറ്റ്സ് ദി പ്രോസസ് ഓഫ് ബോൺ റീസോർപ്ഷൻ. കറക്റ്റ് ആണോ? PTHന്റെ ഫംഗ്ഷൻ ആണോ? യെസ്, PTHന്റെ ഫംഗ്ഷൻ ആണല്ലേ? ആണോ? PTHന്റെ ഫംഗ്ഷൻ ആണോ? അതെ, PTHന്റെ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അതായത് നമുക്കറിയാം PTH എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഹോർമോൺ ആണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് എ hypercalcemic hormone. It is a hypercalcemic hormone. What is the meaning of hypercalcemic hormone? ഇവരെന്ത് ചെയ്യും? ബ്ലഡിലെ കാൽഷ്യം ലെവൽസിനെ ഇൻക്രീസ് ചെയ്യും. ദേ ഇൻക്രീസസ് ബ്ലഡ് കാൽഷ്യം ലെവൽസ്. അവർ ബ്ലഡിലെ കാൽഷ്യം ലെവൽസിനെ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ എന്തെന്നാ വിളിക്കുക? ഹൈപ്പർ കാൽസ്യമിക് ഹോർമോൺസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ ബ്ലഡിലെ കാൽഷ്യം ലെവൽസിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും? ബോൺസിന് ഡീമിനറലൈസേഷൻ അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ റീസോപ്ഷൻ നടത്തും. ഓക്കെ, ആസ് എ റിസൾട്ട് ബോണുകളിലിരിക്കുന്ന കാൽഷ്യം എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും അല്ലെങ്കിൽ എങ്ങോട്ടേക്ക് മൊബിലൈസ് ചെയ്യപ്പെടും? ബ്ലഡിലേക്ക് മൊബിലൈസ് ചെയ്യും. സോ ബോൺസിനെ ഡിസോൾവ് ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ ബോൺസിനെ ഡീമിനറലൈസ് ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ ബോൺസിനെ റിസോപ്ഷൻ വഴി ബോൺസിലുള്ള കാൽഷ്യത്തിനെ ഇവർ ബ്ലഡിൽ കൊണ്ടുവരും. ആസ് എ റിസൾട്ട് ബ്ലഡിലെ കാൽഷ്യത്തിനെ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോ ഇവർ സ്റ്റിമുലേറ്റ്സ് ദ പ്രോസസ് ഓഫ് ബോൺ റീസോപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് അല്ലേ? ഇവരുടെ ഇഫക്റ്റ് ആണല്ലോ. യെസ്. ഇനി രണ്ടാമത്തത്, ഡിക്രീസസ് കാൽഷ്യം ലെവൽ ഇൻ ബ്ലഡ്. അത് ശരിയാണോ? അല്ല. ഇവർ ഹൈപ്പർ കാൽസ്യമിക് ഹോർമോൺ ആണ്. അവരെന്താ ചെയ്യുന്നത്? ബ്ലഡിലെ കാൽഷ്യം ലെവൽസിനെ ഇൻക്രീസ് ചെയ്യല്ലേ ചെയ്യുന്നത്? ദേ ഇൻക്രീസസ് ബ്ലഡ് കാൽഷ്യം ലെവൽ ആണ് അല്ലേ? സോ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്തത്, സ്റ്റിമുലേറ്റ് റീഅബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ബൈ റീനൽ ട്യൂബ്യൂൾസ്. കറക്റ്റ് അല്ലേ? ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്ന് റീനൽ ട്യൂബ്യൂൾസിന്റെ ഹെൽപ്പോട് കൂടി ഇവർ
കാൽഷ്യത്തിനെ റീഅബ്സോർബ് ചെയ്ത് ബ്ലഡിലേക്ക് കൊടുക്കും. അതുവഴിയും ബ്ലഡിലെ കാൽഷ്യം ലെവൽസിനെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്ന് റീനൽ ട്യൂബ്യൂൾസ് അബ്സോർബ് ചെയ്യുന്ന സാധനങ്ങൾ എങ്ങോട്ടേക്കാണ് ചെല്ലുന്നത്? ബ്ലഡിലേക്കല്ലേ ചെല്ലുന്നത്. സോ ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലുള്ള കാൽഷ്യത്തിൻ്റെ റീഅബ്സോർപ്ഷനെ ഇവർ സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, റീഅബ്സോർപ്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്നുള്ള കാൽഷ്യം എവിടെ എത്തിക്കോളും? ബ്ലഡിലേക്ക് എത്തിക്കോളും. ആസ് എ റിസൾട്ട് ബ്ലഡിലെ കാൽഷ്യം ലെവൽസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ സ്റ്റിമുലേറ്റ്സ് റീഅബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ബൈ റീനൽ ട്യൂബ്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആണ്. അടുത്തത്, ഡിക്രീസസ് ദി അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ഫ്രം ഡൈജസ്റ്റഡ് ഫുഡ്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷനെ കുറയ്ക്കും എന്നാണ് പറയുന്നത്. ആണോ? അല്ല. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് PTH കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷനെ കൂട്ടും. ഡൈജസ്റ്റഡ് ഫുഡിൽ നിന്ന് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യപ്പെടുന്നതും എങ്ങോട്ടേക്കാണ്? ബ്ലഡിലേക്കല്ലേ അബ്സോർബ് ചെയ്യപ്പെടുന്നത്. സോ ഫുഡിലുള്ള കാൽഷ്യത്തിനെ റീഅബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡിലെ കാൽഷ്യം ലെവൽസ് ഇൻക്രീസ് ചെയ്യുമല്ലോ. സോ ഇവരെന്താ ചെയ്യുന്നത്? ദി ഇൻക്രീസ് the absorption of calcium from digested food. ഇതാണ് കറക്റ്റ് ആയിട്ട് വരിക. ഓക്കെ, ഡിക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവുമോ? ഇല്ല. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, ഇൻക്രീസസ് മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൽ അവർക്ക് റോൾ ഉണ്ടോ? ഇല്ല. സോ ഇതും അവരുടെ ഇഫക്റ്റ് അല്ല. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോട്ട് ദി ഇഫക്റ്റ് അല്ലേ? ഏതൊക്കെയാണ് ഇഫക്റ്റ് അല്ലാത്തത്? 2, 4, 5 അല്ലേ? അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താ വരുന്നത്? യെസ്, ആൻസർ ഇസ് ഓപ്ഷൻ 1. ഓപ്ഷൻ 1 ആണ് ആൻസർ. ഓക്കെ, യെസ്. 4ഉം 5ഉം എങ്ങനെയാണ് ഫോൾസ് ആവുന്നത്? 4ഉം 5ഉം ഫോൾസ്. ഓക്കെ, കറക്റ്റ്. ഓക്കെ, യെസ്, കറക്റ്റ് ആണ് കേട്ടോ. സോ ആൻസർ വരിക ഈസ് ഓപ്ഷൻ 1. നൗ അടുത്തത്, ഐഡൻറ്റിഫൈ ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി ഫോളോയിങ് വിത്ത് റെസ്പെക്ട് ടു പെരിപ്ലാനേറ്റ. കോക്രോച്ചിനെ പറ്റിയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നേക്കുന്നത്. ഒന്നാമത്തത്, ഹെഡ് ഇസ് ഫോംഡ് ബൈ ദി ഫ്യൂഷൻ ഓഫ് 6 സെഗ്മെൻറ്റ്സ്. കറക്റ്റ് അല്ലേ? യെസ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ ഇൻ മെയിൽ കോക്രോച്ച് ദി ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദി ബ്രൂട്ട് പൗച്ച് കണ്ടെയ്ൻ ഗോണോപോർ, സ്പെർമാത്തിക്കൽ പോർ ആൻഡ് കൊളാറ്ററൽ ഗ്ലാൻഡ്. കറക്റ്റ് ആണോ ആ സ്റ്റേറ്റ്മെൻറ്റ്? സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് അല്ലേ? ഫീമെയിൽ കോക്രോച്ചിലല്ലേ? നമുക്കറിയാം ഫീമെയിൽ കോക്രോച്ചിൽ, ഇപ്പം മെയിൽ കോക്രോച്ച് ആണെങ്കിലും ഫീമെയിൽ കോക്രോച്ച് ആണെങ്കിലും 10 അബ്ഡോമിനൽ സെഗ്മെൻറ്റ്സ് ആണ് ഉള്ളത്. അതിനകത്ത് ഫീമെയിൽ കോക്രോച്ചിൽ 7th sternum along with the 8th and the 9th sternum together forms the brood pouch. ആ ബ്രൂട്ട് പൗച്ചിൻ്റെ ആൻറ്റീരിയർ പോർഷനിൽ ഗോണോപോറും സ്പെർമാത്തിക്കൽ പോറും അതുപോലെ കൊലാറ്ററൽ ഗ്ലാൻഡും ഉണ്ട്. അപ്പോൾ ഇത് മെയിൽ ഫ്രോക്സിലാണോ ഫീമെയിൽ ഫ്രോക്സിലാണോ ഈ ബ്രൂട്ട് പൗച്ചും കാര്യങ്ങളൊക്കെ ഉള്ളത്? ഫീമെയിൽ ഫ്രോക്സിൻ്റെ കേസിലല്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും? റോങ് ആണ്. യെസ്. ദെൻ റെസ്പിറേറ്ററി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് നെറ്റ്വർക്ക് ഓഫ് ട്രക്കിയ. കറക്റ്റ് അല്ലേ? ട്രക്കിയൽ സിസ്റ്റമാണ് അവർക്ക് റെസ്പിറേഷന് വേണ്ടിയിട്ടുള്ളത്. പെരിപ്ലാനേറ്റ ക്ലാസ് ഇൻസെക്റ്റൈൽ ബിലോങ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ അല്ലേ? ഫൈലം ആർത്രോപോഡ ക്ലാസ് ഇൻസെക്റ്റൈൽ ബിലോങ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് ട്രക്കിയൽ സിസ്റ്റം ആണുള്ളത് ഫോർ റെസ്പിറേഷൻ. അത് കറക്റ്റ് ആണ്. അടുത്തത്, ട്രക്കിയൽ ട്യൂബ്സ് ആർ സബ് ഡിവൈഡഡ് ഇൻറ്റു ട്രക്കിയോൾസ് ടു ക്യാരി ഓക്സിജൻ ഫ്രം ദി എയർ ടു ഓൾ ബോഡി പാർട്സ്. കറക്റ്റ് അല്ലേ? ട്രക്കിയ സ്പൈറക്കിൾസ് വഴി എയർ അകത്തേക്ക് കയറുന്നു, ട്രക്കിയയിൽ എത്തുന്നു. ഈ ട്രക്കിയ ഡിവൈഡ് ചെയ്ത് ട്രക്കിയോൾസ് ആകുന്നു. ഈ ട്രക്കിയോൾസ് ആണ് എല്ലാ ബോഡി പാർട്സിലേക്കും ഓക്സിജനെ എത്തിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാ വരിക? ഇറ്റ് ഈസ് ഓപ്ഷൻ 2. സോ ആൻസർ ഇസ് ഓപ്ഷൻ 2. യെസ്, ഓപ്ഷൻ 2 ആണ് കേട്ടോ ആൻസർ വരുന്നത്. യെസ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, given below are few statements, find out the incorrect one. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനായിട്ടാണ്. ഇൻകറക്റ്റ് വൺ ഫ്രം ദി ഫോളോയിങ് ഓപ്ഷൻസ്. ഒന്നാമത്തത്, സിമ്പിൾ ലിപ്പിഡ്സ് ആർ ദി എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ് വിത്ത് ഗ്ലിസറോൾ. കറക്റ്റ് അല്ലേ? ഫാറ്റി ആസിഡിൻ്റെയും ഗ്ലിസറോളിൻ്റെയും എസ്റ്ററുകളെയാണ് നമുക്ക് ലിപ്പിഡ്സ് അല്ലെങ്കിൽ സിമ്പിൾ ലിപ്പിഡ്സ് എന്ന് വിളിക്കാൻ പറ്റുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ അല്ലേ? ദെൻ അടുത്തത്, ഫാറ്റി ആസിഡ്സ് കുഡ് ബി സാച്ചുറേറ്റഡ് ഓർ അൺസാച്ചുറേറ്റഡ്. കറക്റ്റ് അല്ലേ? ഫാറ്റി ആസിഡ്സ് സാച്ചുറേറ്റഡ് ആകാം അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് ആവാം. കറക്റ്റ് അല്ലേ? യെസ്. അടുത്തത്, സം ലിപ്പിഡ്സ് ഹാവ് ഫോസ്ഫറസ് ആൻഡ് ഫോസ്ഫോറൈലേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇൻ ദം. കറക്റ്റ് അല്ലേ? യെസ്. ഇങ്ങനെയുള്ള ലിപ്പിഡുകളെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? എന്തെന്ന് വിളിക്കും? ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് വിളിക്കും അല്ലേ? സോ ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അടുത്തത്, ട്രൈഗ്ലിസറൈഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് 3 ഗ്ലിസറോൾ മോളിക്യൂൾസ് ആൻഡ് 1 ഫാറ്റി ആസിഡ്. കറക്റ്റ് ആണോ? അല്ല. ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുമ്പോഴത്തേക്കിനും അതിനകത്ത് 1 ഗ്ലിസറോളും 1 ഗ്ലിസറോളും 3 ഫാറ്റി ആസിഡുമാണ് കേട്ടോ. 3 ഫാറ്റി ആസിഡുമാണ് ഉള്ളത്. അതുകൊണ്ട് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. യെസ്, നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താണ് വരുന്നത്? ആൻസർ വരുന്നത് ഈസ് ഓപ്ഷൻ 4. ഓപ്ഷൻ 4 ആണ് ആൻസർ. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒന്നാമത്തത്, അയോട്ടിക് വാൽവ്സ് ആർ ദി സെമിലൂണർ വാൽവ്സ് ദാറ്റ് ഓപ്പൺ ഡ്യൂറിങ് ജോയിൻറ്റ് ഡയസ്റ്റോൾ.
ഓഫ് ഏട്രിയ ആൻഡ് വെൻട്രിക്കിൾസ്. ഏട്രിയും വെൻട്രിക്കിൾസും ജോയിൻറ്റ് ഡയസ്റ്റോളിൽ ഇരിക്കുന്നു. ജോയിൻറ്റ് ഡയസ്റ്റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും റിലാക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ ഇരിക്കുന്നു. ആ സമയത്ത് സെമി ലൂണാർ വാൽവുകൾ അല്ലെങ്കിൽ അയോട്ടിക് വാൽവ്സ് ഓപ്പൺ ആണോ? അല്ല. അയോട്ടിക് വാൽവ്സ് എങ്ങനെയാണ്? ക്ലോസ് ആണ് അല്ലേ? അയോട്ടിക് വാൽവ്സ് എപ്പോഴേ ഓപ്പൺ ആവത്തുള്ളൂ? യെസ്, ദേ ഓപ്പൺ at the beginning of ventricular systole. Ventricular systole ബിഗിനിങ്ങിൽ അവർ ഓപ്പൺ ആവത്തുള്ളൂ. ഓക്കെ, ജോയിൻറ്റ് ഡയസ്റ്റോളിൻ്റെ സമയത്ത് അവർ ഓപ്പൺ ആണോ? അല്ല. അങ്ങനെയാണെങ്കിൽ അത് തെറ്റി. അടുത്തത്, tricuspid valves close before ventricular systole to prevent backflow of blood into right atria. കറക്റ്റ് അല്ലേ? യെസ്, അതായത് വെൻട്രിക്കുലാർ സിസ്റ്റോളിൽ തൊട്ട് മുന്നേ എ വി വാൽവുകൾ ക്ലോസ് ചെയ്യുന്നല്ലേ നമ്മൾ പറഞ്ഞത്. എ വി വാൽവുകൾ ഏതൊക്കെയാ? എ വി വാൽവുകൾ ഹാർട്ടിലെ ട്രൈകസ്പിഡും ഉണ്ട്, ബൈകസ്പിഡും ഉണ്ട്. ആൻഡ് ട്രൈകസ്പിഡ് ഈസ് ഫൗണ്ട് ബിറ്റ്വീൻ, ട്രൈകസ്പിഡ് വാൽവ് എവിടെയാണ് കാണുന്നത്? ബിറ്റ്വീൻ റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. റൈറ്റ് ഏട്രിയത്തിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിലല്ലേ ഉള്ളത്? യെസ്. ആൻഡ് ബൈകസ്പിഡ് വാൽവുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? ബിറ്റ്വീൻ ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ലെഫ്റ്റ് ഏട്രിയത്തിൻ്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിലാണ് ബൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നത് കാണുന്നത്. അപ്പം നമ്മളോട് പറഞ്ഞേക്കുന്നത് ട്രൈകസ്പിഡ് വാൽവ്സ് ക്ലോസ് ബിഫോർ വെൻട്രിക്കുലർ സിസ്റ്റോൾ ടു പ്രിവെൻറ്റ് ബാക്ക്ഫ്ലോ ഓഫ് ബ്ലഡ് ഇൻ ടു റൈറ്റ് ഏട്രിയ. കറക്റ്റ് അല്ലേ? ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ എ വി വാൽവ്. ആൻഡ് എ വി വാൽവ്സ് എപ്പോഴാണ് ക്ലോസ് ആവുന്നത്? എ വി വാൽവ്സ് ക്ലോസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് വെൻട്രിക്കുലർ സിസ്റ്റോൾ, അല്ലെങ്കിൽ ജസ്റ്റ് ബിഫോർ വെൻട്രിക്കുലർ സിസ്റ്റോൾ. വെൻട്രിക്കുലർ കൺട്രാക്ഷന് തൊട്ട് മുന്നേ എ വി വാൽവുകൾ ക്ലോസ് ആവുന്നു. കറക്റ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് ക്ലോസ് ആവുന്നത്? വെൻട്രിക്കിൾസിൽ നിന്നുള്ള ബ്ലഡ് ഏട്രിയയിലേക്ക് എത്താതിരിക്കാനായിട്ടല്ലേ? യെസ്. ആൻഡ് ട്രൈകസ്പിഡ് വാൽവ് ആണെങ്കിൽ ഏത് വെൻട്രിക്കിളിൽ നിന്നുള്ളത് ഏത് ഏട്രിയയിലേക്ക് എത്താതിരിക്കാനാ? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നുള്ള ബ്ലഡ് റൈറ്റ് ഏട്രിയയിലേക്ക് എത്താതിരിക്കാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. മൂന്നാമത്തത്, പൾമണറി സെമിലൂണാർ വാൽവ്സ്. പൾമണറി സെമിലൂണാർ വാൽവ്സ് എവിടെയാണ് ഉള്ളത്? സെമിലൂണാർ വാൽവ്സ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ടല്ലോ അല്ലേ? സെമിലൂണാർ വാൽവ്സ് ആർ ഫൗണ്ട് അറ്റ് ദി മൗത്ത് ഓഫ് പൾമണറി ആർട്ടറി ആൻഡ് അയോട്ട എന്നല്ലേ നമ്മൾ പറയുന്നത്. അതിനകത്ത് പൾമണറി ആർട്ടറിയുടെ മൗത്തിൽ കാണുന്ന സെമിലൂണാർ വാൽവുകളെ നമ്മൾ എന്തെന്ന് വിളിക്കും? പൾമണറി വാൽവ് എന്ന് വിളിക്കും. ആൻഡ് അയോട്ടയുടെ മൗത്തിൽ കാണുന്ന സെമിലൂണാർ വാൽവിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? അയോട്ടിക് വാൽവ് എന്ന് വിളിക്കും. ഓക്കെ, ഇത് മനസ്സിലുണ്ടാവണേ. അപ്പോൾ നോക്കിയേ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, പൾമണറി സെമിലൂണാർ വാൽവ്സ് അലോ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ഫ്ലോ ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ ടു ദി പൾമണറി ആർട്ടറി. കറക്റ്റ് ആണോ? യെസ്. നമുക്കറിയാം റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന വെസലാണ് ഏതെന്ന് പറയുന്നത്? പൾമണറി ആർട്ടറി എന്ന് പറയുന്നത്. സോ നമ്മളോട് പറഞ്ഞേക്കുന്നത് പൾമണറി വാൽവ്സ് എന്താ ചെയ്യുന്നത്? ദേ അലോ, നമുക്കറിയാം റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പോകുന്ന ബ്ലഡ് എന്ന് പറയുന്നത് ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് അല്ലേ? യെസ്. സോ പൾമണറി സെമിലൂണാർ വാൽവുകൾ എന്തിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നുള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എങ്ങോട്ടേക്ക്? പൾമണറി ആർട്ടറിയിലേക്ക് കടത്തിവിടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. കറക്റ്റ് അല്ലേ? യെസ്. വെൻട്രിക്കുലർ കൺട്രാക്ഷന് തൊട്ട് മുന്നേ സെമിലൂണാർ വാൽവുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിനകത്ത് പൾമണറി സെമിലൂണാർ വാൽവുകൾ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നുള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ പൾമണറി ആർട്ടറിയിലേക്ക് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. യെസ്. സോ ഇത് കറക്റ്റ്. അടുത്തത്, ബൈകസ്പിഡ് വാൽവ്സ് റെഗുലേറ്റ് ദ ഫ്ലോ ഓഫ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ലെഫ്റ്റ് ഏട്രിയം ടു ലെഫ്റ്റ് വെൻട്രിക്കിൾ. ശരിക്കും പറഞ്ഞാൽ ബൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കുള്ള ബ്ലഡ് ഫ്ലോനെ റെഗുലേറ്റ് ചെയ്യുന്ന ആളാണ്. അതുപോലെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് ബാക്ക് ഫ്ലോ ചെയ്യാതിരിക്കാനും അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെയാണോ? അല്ല. എങ്ങനെയുള്ള ബ്ലഡിനെയാ? ഓക്സിജനേറ്റഡ് ബ്ലഡിനെ അല്ലേ? ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലേ? ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ഹാർട്ട് റിസീവ്സ് ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലേ? സോ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡിൻ്റെ ഫ്ലോനെ റെഗുലേറ്റ് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ബൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഡീഓക്സിജനേറ്റഡ് എന്ന് തന്നുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ദെൻ അടുത്തത്, ഇൻ റെപ്റ്റൈൽസ് ദ ലെഫ്റ്റ് ഏട്രിയം റിസീവ്സ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആൻഡ് റൈറ്റ് ഏട്രിയം റിസീവ്സ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. കറക്റ്റ് അല്ലേ? യെസ്. റെപ്റ്റൈൽസിൻ്റെ കേസിൽ നമുക്ക് നോക്കുവാണെങ്കിൽ അവർക്ക് 3 ചേംബറുള്ള ഹാർട്ട് അല്ലേ? ക്രോക്കഡൈൽസും അലിഗേറ്റേഴ്സും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും 3 ചേംബറാണ്. റൈറ്റ് ഏട്രിയം ഉണ്ട്, ലെഫ്റ്റ് ഏട്രിയം ഉണ്ട്, ആൻഡ് ഒരു സിംഗിൾ വെൻട്രിക്കിളും ഉണ്ട്. സോ ഇവരുടെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിൽ നിന്ന് വരുന്ന ഡീഓക്സിജനേറ്റഡ് ബ്ലഡാണ് റൈറ്റ് ഏട്രിയത്തിൽ എത്തുന്നത് അല്ലേ? യെസ്. അതേസമയം ലെഫ്റ്റ് ഏട്രിയത്തിൽ ലങ്സിൽ നിന്നുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡുമാണ് എത്തുന്നത്. ഓക്കെ. ആൻഡ് ഈ 2 ബ്ലഡും വെൻട്രിക്കിൾസിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും അവിടെ വെച്ച് മിക്സിംഗ് അപ്പ് ഓഫ് ബ്ലഡ് നടക്കും. ഓക്കെ. സോ reptiles left atrium receives oxygenated blood and right atrium receives deoxygenated blood എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. വെൻട്രിക്കിൾസിൽ വെച്ചിട്ടല്ലേ മിക്സിങ് നടക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് അല്ലേ?
യെസ്, ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സോറി, ഫിഫ്ത്ത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആൻസർ പറഞ്ഞേ. നമ്മളോട് പറഞ്ഞേക്കുന്നത് കറക്റ്റ് ചൂസ് ചെയ്യാനല്ലേ, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടുപിടിക്കാനായിട്ടാണ്. ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, 2 ശരിയാണ്, 3 ശരിയാണ്, 5 ശരിയാണ്. സോ 2, 3 and 5 അല്ലേ വരുന്നത്. ആൻസർ വരുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ 2, 2, 3 and 5 എന്നുള്ളതാണ്. ഓക്കെ, യെസ്. Now next question. Given below are few statements regarding male reproductive organ. Okay, ഒന്നാമത്തത്. The seminiferous tubules are lined by 2 different types of cells known as Sertoli cells and spermatogonia. Correct അല്ലേ? Seminiferous tubules-നുള്ളിൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് സെല്ലുകളെ കാണാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണ് ആ 2 ടൈപ്പ് ഓഫ് സെൽസ്? സെർട്ടോളി സെൽസും അതുപോലെ തന്നെ സ്പെർമറ്റോഗോണിയയും. സ്പെർമറ്റോഗോണിയ സ്പേം ആയിട്ട് മാറും, അതേസമയം സെർട്ടോളി സെൽസ് ഈ സ്പേമിന് എന്ത് കൊടുക്കും? നറിഷ്മെൻറ്റ് എന്ന് പറയുന്നത് കൊടുക്കും. ഓക്കെ, കറക്റ്റ് അല്ലേ? യെസ്. Then the epididymis receives sperm from vasa efferentia and opens directly into the urethra. ആണോ? അല്ല. എപ്പിഡിഡൈമിസ് നമുക്കറിയാം, സ്പേമിൻ്റെ ബാത്റൂം എങ്ങനെയാണ്? സെമിനിഫറസ് ട്യൂബ്യൂൾസ്, അവിടെ നിന്ന് റെക്റ്റെ ടെസ്റ്റിസ്, ദെൻ വാസ എഫറൻഷ്യയിൽ നിന്ന് സ്പേം എപ്പിഡിഡൈമിസിൽ നിന്ന് വാസ് ഡെഫറൻസ് അല്ലേ, vas deferens then receives a duct from the seminal vesicle and together they opens into the urethra as the ejaculatory duct. ഇന്നല്ലേ നമ്മൾ പഠിച്ചേക്കുന്നത് ejaculatory duct, then urethra. ഇങ്ങനെയാണല്ലേ പഠിച്ചേക്കുന്നത്. സോ ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത് എപ്പിഡിഡൈമിസ് റിസീവ് സ്പേം ഫ്രം വാസ എഫറൻഷ്യ, അത് കറക്റ്റാണ്. ആൻഡ് ഓപ്പൺസ് ഡയറക്ട്ലി ഇൻ ടു ദ യുറേത്ര എന്നാണ് പറഞ്ഞേക്കുന്നത്. എപ്പിഡിഡൈമിസ് ഡയറക്റ്റ് ആയിട്ടാണോ യുറേത്രയിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്? അല്ല. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇൻ അഡൾട്ട് ഹ്യൂമൻ മെയിൽസ് ദ ടെസ്റ്റിസ് ആർ അബൌട്ട് 4 to 5 centimeter in length and 2 to 3 centimeter in width. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? യെസ്. അടുത്തത്, each testicular lobule is divided into 250 compartments called seminiferous tubules. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണോ? അല്ല, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. എന്താണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരേണ്ടത്? Each testis is divided into 250 compartments called testicular lobules. ഇങ്ങനെയല്ലേ വരേണ്ടത്? ഇതല്ലേ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഓരോ ടെസ്റ്റിക്കുലാർ ലോബ്യൂളും 250 കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, കോൾഡ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. ഓരോ ടെസ്റ്റിസും അബൌട്ട് 250 കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ആൻഡ് ദീസ് കമ്പാർട്ട്മെൻറ്റ്സ് ആർ കോൾഡ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ആൻഡ് ഈച്ച് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ കണ്ടെയ്ൻസ് 1 to 3 ഹൈലി കോൾഡ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്നുള്ളതാണ് കേട്ടോ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ഈ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ്. ദെൻ അഞ്ചാമത്തേത്, ദ മെയിൽ ആക്സസറി ഡക്സ് സ്റ്റോർ ആൻഡ് ട്രാൻസ്പോർട്ട് സ്പേം ഫ്രം ദ ടെസ്റ്റിസ് ടു ദി ഔട്ട്സൈഡ് ത്രൂ ദി യുറേത്ര. കറക്റ്റ് അല്ലേ? ഇതല്ലേ മെയിൽ ആക്സസറി ഡക്ട് എന്ന് പറയുന്നത്. റെറ്റെ ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡൈമിസ്, വാസ് ഡെഫറൻസ്, അവർ ഇജാക്കുലേറ്ററി ഡക്ടസ്. വാസ് ഡെഫറൻസ് റിസീവ്സ് എ ഡക്ട് ഫ്രം സെമിനൽ വെസിക്കിൾസ് ആൻഡ് ടുഗെദർ ദേ ഓപ്പൺസ് ഇൻ ടു ദ യുറേത്ര ആസ് ദി ഇജാക്കുലേറ്ററി ഡക്ട് അല്ലേ. സോ മെയിൽ ആക്സസറി ഡക്റ്റുകൾ എന്ന് പറയുന്നത് ദേ സ്റ്റോർ ആൻഡ് ട്രാൻസ്പോർട്ട് സ്പേം ഫ്രം ദി ടെസ്റ്റിസ് ടു ദി ഔട്ട്സൈഡ് ത്രൂ യുറേത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ? യെസ്, ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞേക്കുന്നത് ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, ദെൻ ഫിഫ്ത്ത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് അല്ലേ. സോ 1, 3, 5 ആണ് വരേണ്ടത്. ആൻസർ വരിക ഈസ് ഓപ്ഷൻ 3, 1, 3 and 5. ഇതാണ് നമ്മുടെ ആൻസർ. യെസ്, ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following correctly represents the mode of action of copper releasing IUDs? Okay, suppress sperm motility, alter quality of cervical mucus to prevent the entry of sperms, suppress the fertilizing capacity of sperm, make uterus unsuitable for implantation. Okay, ഇതിൽ ഏതൊക്കെയാണ് കോപ്പർ റിലീസിങ് IUDs ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഒന്നാമത്തത് സപ്രസ് സ്പേം മോട്ടിലിറ്റി, കോപ്പർ റിലീസിങ് IUDസിൻ്റെ ഫംഗ്ഷൻ ആണല്ലോ. യെസ്. ഓൾട്ടർ ദി ക്വാളിറ്റി ഓഫ് സെർവൈക്കൽ മ്യൂക്കസ് ടു പ്രിവെൻറ്റ് ദി എൻട്രി ഓഫ് സ്പേം. ഇത് ഹോർമോണൽ IUDസിൻ്റെയും അതുപോലെ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസുകളുടെയും ഫംഗ്ഷനാണ് കേട്ടോ. പിൽസിൻ്റെയും ഫംഗ്ഷനാണ്. ഓക്കെ, IUDയുടെ ഫംഗ്ഷൻ അല്ല. സോറി, കോപ്പർ റിലീസിങ് IUDയുടെ ഫംഗ്ഷൻ അല്ല. അടുത്തത് സപ്രസ് ദി ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി ഓഫ് സ്പേം. കറക്റ്റ് അല്ലേ? അതും കോപ്പർ റിലീസിങ് IUDയുടെ ഫംഗ്ഷനാണ്.
Then make uterus unsuitable for implantation. ഇത് ഹോർമോൺ റിലീസിങ് IUD ആണ് കേട്ടോ. ഹോർമോൺ റിലീസിങ് IUD ഫംഗ്ഷനാണ്. ഇതും ആൻസർ ആയിട്ട് വരില്ല. അങ്ങനെയാണെങ്കിൽ കോപ്പർ റിലീസിങ് IUD ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? 1ഉം 3ഉം മാത്രമല്ലേ ഉള്ളൂ. ആൻസർ എന്താ വരിക? യെസ്, ഓപ്ഷൻ 3 1 and 3 എന്നുള്ളതാണ് ആൻസർ. യെസ്, ഓപ്ഷൻ 3 1 and 3 എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ടെസ്റ്റ് ക്രോസ് ബിറ്റ്വീൻ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച അടുത്ത ക്വസ്റ്റ്യൻ. എ ടെസ്റ്റ് ക്രോസ് ബിറ്റ്വീൻ WW homozygous recessive and heterozygous dominant W, capital W small w, will result in the production of. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് heterozygous dominant എന്ന്, ഇതാണ് homozygous recessive. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നുള്ള ഗ്യാമീറ്റ്സ് ഏതൊക്കെയാണ്? ഗ്യാമീറ്റ്സ് ഏതൊക്കെയാണ്? W small w, then small w അല്ലേ? അങ്ങനെയാണെങ്കിൽ ക്രോസ് ഒന്ന് ചെയ്ത് നോക്കിക്കേ. capital W small w, then there will be again capital W small w, then there will be small w again small w. ഓക്കെ, അപ്പോൾ ക്രോസ് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഡൊമിനൻറ്റും എത്ര പെർസെൻറ്റേജ് റെസസീവും ഉണ്ടാവുന്നു എന്നാണ് ചോദ്യം. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ രണ്ട് പ്രോജനീസ് എന്ന് പറയുന്നത് ഡൊമിനൻ്റ് അല്ലേ? ഡൊമിനൻ്റ് ആണ്. ഇവരെന്താണ്? റെസസീവ് ആണല്ലേ? ഓക്കെ, 1:1 റേഷ്യോയിലല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ഡൊമിനൻറ്റ് ടു റെസസീവ്? എത്ര പെർസെൻറ്റേജ് ആൾക്കാർ ഡൊമിനൻ്റ് ആയിരിക്കും, എത്ര പെർസെൻറ്റേജ് റെസസീവ് ആയിരിക്കും? 50-50 അല്ലേ വരുന്നത്? ആൻസർ എന്താ വരുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ 3. 50% ഡൊമിനൻറ്റും 50% റെസസീവ് ആയിരിക്കും. ഈക്വൽ നമ്പർ ഓഫ് ഡൊമിനൻറ്റ് ആൻഡ് ഈക്വൽ നമ്പർ ഓഫ് റെസസീവ് ഇൻഡിവിജ്വൽസ് അല്ലേ വരുന്നത്? അങ്ങനെയാണെങ്കിൽ രണ്ടുപേരുടെയും പെർസെൻറ്റേജ് എങ്ങനെയായിരിക്കും? 50% വിൽ ബി ഡൊമിനൻറ്റ് ആൻഡ് 50% വിൽ ബി റെസസീവ്. ഓക്കെ, ആൻസർ വരിക ഈസ് ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Given below are few statements regarding DNA. Read the following statements and choose the options with the correct statements. Okay, correct statements choose ചെയ്യാനാണ്. correct statements. ഒന്നാമത്തെ statement. The length of each helical turn or pitch of DNA double helix is 34 angstrom. Correct statement ആണോ അത്? Yes, അത് correct statement ആണല്ലേ? 34 angstrom അല്ലെങ്കിൽ 3.4 നാനോമീറ്റർ ആണ്. കറക്റ്റ് ആണ്. Then അടുത്തത്. The number of base pairs present in each helical turn are 12. ആണോ? അല്ല. The number of base pairs present in each helical turn എത്രയാണ് വരുന്നത്? It is 10 ആണ് കേട്ടോ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. മൂന്നാമത്തത്. The distance between adjacent nucleotide is 3.4 angstrom. കറക്റ്റ് ആണല്ലോ? Yes. Then each strand of helix has a backbone made up of alternating ribose, sugar and phosphate. നമ്മളോട് പറഞ്ഞേക്കുന്നത് DNA നെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെന്നല്ലേ? DNA യിൽ റൈബോസ് ഷുഗർ ആണോ? അല്ല. അതായത് നമുക്കറിയാം അവർക്കൊരു ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ ഉണ്ട്. പക്ഷേ റൈബോസ് ഷുഗർ ആണോ DNA യിലുള്ളത്? അല്ല. എങ്ങനെയുള്ള ഷുഗർ ആണ്? ഡിയോക്സി റൈബോസ് അല്ലേ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ്. ദെൻ അടുത്തത്. The sugar and phosphate forms the backbone of DNA. കറക്റ്റ്. And they are linked by glycosidic bonds എന്നാണ് പറഞ്ഞേക്കുന്നത്. ഷുഗറും ഫോസ്ഫേറ്റും തമ്മിൽ എന്താണ്? ഗ്ലൈക്കോസിഡിക് ബോൺസ് ആണോ? അല്ല. ഫോസ്ഫോ ഡയസ്റ്റർ ബോൺസ് അല്ലേ? ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാന്ന് പറഞ്ഞു, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാന്ന് പറഞ്ഞു, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റോ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണെന്ന് പറഞ്ഞു. നാലാമത്തത് തെറ്റല്ലേ? ഡിയോക്സി റൈബോസ് ആണ് വരേണ്ടതെന്ന് പറഞ്ഞു. അഞ്ചാമത്തത് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് ഫോംസ് ദി ബാക്ക് ബോൺ ഓഫ് DNA ലിങ്ക്ഡ് ബൈ ഗ്ലൈക്കോസിഡിക് ബോൺസ് അല്ല. എന്ത് ബോൺസ് ആണ്? ഫോസ്ഫോ ഡയസ്റ്റർ ബോൺസ് ആണ് കേട്ടോ. ഫോസ്ഫോ ഡയസ്റ്റർ ബോൺസ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും റോങ് ആയിട്ടല്ലേ വരത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ചൂസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. 1ഉം
3 മാത്രമല്ലേ കറക്റ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ 4 1 and 3 ഓൺലി. യെസ്, ഓപ്ഷൻ 4 1 and 3 ഓൺലി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, യെസ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The weight of newborn babies in India ranges between 2 kg to 5 kg, but majority of the surviving babies have 3 kg weight. Which of the following option is correct for such type of natural selection? Okay, അപ്പം ഇവിടെ പറഞ്ഞേക്കുന്നത് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ വെയിറ്റ് 2 kg to 5 kg ആണ്. പക്ഷേങ്കിൽ സർവൈവ് ചെയ്യുന്ന കുട്ടികൾക്ക് എത്ര കിലോയാണ്? 3 കിലോയാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ് മീൻസ് ഈ 2-ൻ്റെയും 5-ൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന വാല്യൂ അല്ലേ, മീൻ വാല്യൂ അല്ലേ എടുത്തേക്കുന്നത്? യെസ്. അങ്ങനെയാണെങ്കിൽ മീൻ ക്യാരക്ടർ വാല്യൂ ചൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഏതാണ്? യെസ്, ഇറ്റ് ഈസ് സ്റ്റെബിലൈസിങ് സെലക്ഷൻ അല്ലേ? സ്റ്റെബിലൈസിങ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻസ് വായിച്ച് നോക്കിക്കോ. ഒന്നാമത്തത് 2 peaks are formed corresponds to peripheral character value. ഇവിടെ പെരിഫറൽ ക്യാരക്ടർ വാല്യൂ ആണോ ചൂസ് ചെയ്തത്? പെരിഫറൽ ക്യാരക്ടർ വാല്യൂ ചൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 2 കിലോയുള്ള കുഞ്ഞുങ്ങളെ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ 5 കിലോയുള്ള കുഞ്ഞുങ്ങളെ ചൂസ് ചെയ്യുക. അതാണ് പെരിഫറൽ ക്യാരക്ടർ വാല്യൂ ചൂസ് ചെയ്യുക എന്നുള്ളത്. ഇവിടെ പെരിഫറൽ ക്യാരക്ടർ വാല്യൂ ആണോ ചൂസ് ചെയ്യപ്പെട്ടത്? അല്ല. അതുകൊണ്ട് ഇത് ആൻസർ ആയിട്ട് വരില്ല. അടുത്തത് the peak will shift in one direction corresponds to the character peripheral value. Again, ഏതെങ്കിലും ഒരു സൈഡിലേക്കായിരിക്കുമോ പീക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കുമോ ചൂസ് ചെയ്യപ്പെടുന്നത്? 5 അല്ലെങ്കിൽ 2 ആയിരിക്കുമോ ചൂസ് ചെയ്യുന്നത്? അല്ല. ഓക്കെ, ഈ ഒരു സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ അതെന്താ? ഡയറക്ഷണൽ ആണ് കേട്ടോ. ഡയറക്ഷണൽ സെലക്ഷൻ ആണോ ഇവിടെ നടന്നത്? ഇത് ഡയറക്ഷണൽ സെലക്ഷനെ പറ്റിയിട്ടായി പറയണേ. ഡയറക്ഷണൽ സെലക്ഷൻ ആണോ ഇവിടെ നടന്നത്? അല്ല. അടുത്തത് the peak gets higher and narrower corresponds to mean character value. Correct അല്ലേ? യെസ്, mean character value അല്ലേ ചൂസ് ചെയ്യപ്പെട്ടത്? ബിക്കോസ് ഇത് സ്റ്റെബിലൈസിങ് സെലക്ഷൻ ആണ് കേട്ടോ. സ്റ്റെബിലൈസിങ് സെലക്ഷൻ. Then last one, multiple peaks will be formed corresponds to different character value. അത് ഡിസ്ട്രപ്റ്റീവ് സെലക്ഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. കറക്റ്റ് ആണോ? അല്ല. അതായത് മൾട്ടിപ്പിൾ പീക്സ് ഫോം ചെയ്യുന്ന, ദാറ്റ് മീൻസ് 2 kg ഉള്ള കുട്ടികളെ സെലക്ട് ചെയ്യപ്പെട്ടു, 3ഉം 4ഉം 5ഉം അങ്ങനെ എല്ലാം സെലക്ട് ചെയ്യപ്പെട്ടു. മൾട്ടിപ്പിൾ ക്യാരക്ടർ വാല്യൂസ് ചൂസ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ചൂസ് ചെയ്യപ്പെട്ടോ? ഇല്ല. ഇത് ഡിസ്ട്രപ്റ്റീവ് സെലക്ഷൻ ആണ് ഈ പറയുന്നത്. ഡിസ്ട്രപ്റ്റീവ്. ഇവിടെ നടന്നത് മീൻ ക്യാരക്ടർ വാല്യൂ ചൂസ് ചെയ്യപ്പെടുകയല്ലേ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ സ്റ്റെബിലൈസിങ് സെലക്ഷൻ അല്ലേ. അപ്പോൾ ആൻസർ എന്താ വരുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ 3. യെസ്, യെസ്, ഓപ്ഷൻ 3 ആണ് ആൻസർ. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോട്ട് കറക്റ്റ് റിഗാർഡിംഗ് മലേറിയൽ ഇൻഫെക്ഷൻ? മലേറിയൽ ഇൻഫെക്ഷൻ നമുക്കറിയാം. ഹൂ ഇസ് ദ കോസേറ്റീവ് ഓർഗാനിസം ഓഫ് മലേറിയ? ഇറ്റ് ഇസ് പ്ലാസ്മോഡിയം. ആൻഡ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ പ്രോട്ടോസോവൻ അല്ലേ. പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് ഒരു പ്രോട്ടോസോവൻ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നോക്കിയോ. ഒന്നാമത്തത്, Gametocytes are formed by asexual reproduction of sporozoites in salivary gland of female Anopheles mosquito. ആണോ? ആണോ? അല്ല. Gametocytes എപ്പോഴാണ് ഫോം ചെയ്യുന്നത്? യെസ്, Gametocytes are formed through asexual reproduction in RBC of human beings അല്ലേ. ഹ്യൂമൻ ബീങ്സിൻ്റെ RBCയിൽ വെച്ചിട്ട് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ് ആരുണ്ടാവുന്നത്? Gametocytes ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഒന്നാമത്തത് തെറ്റ്. രണ്ടാമത്തത്, ഹൈ ഫീവർ റെക്കറിങ് എവറി 3 to 4 days ഈസ് ദ മേജർ സിംറ്റം. കറക്റ്റ് അല്ലേ? എല്ലാ 3 to 4 ഡേയ്സിലും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള RBC റപ്ചർ ചെയ്യുന്നു, ഹീമോസോയിൻ റിലീസ് ചെയ്യപ്പെടുന്നു. എന്ത് റിലീസ് ചെയ്യപ്പെടുന്നു? ഹീമോസോയിൻ റിലീസ് ചെയ്യപ്പെടുന്നു. ആൻഡ് ഈ ഹീമോസോയിൻ എന്ന് പറയുന്ന ടോക്സിനാണ് എന്തിന് കാരണമാവുന്നത്? മലേറിയയുടെ സിംറ്റംസ് ആയിട്ടുള്ള റെക്കറിങ് ഫീവർ ആൻഡ് ചിൽസിന് കാരണമാവുന്നത്. ഓക്കെ, അപ്പം ഹൈ ഫീവർ റെക്കറിങ് എവറി 3 to 4 days ഈസ് ദ മേജർ സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവുമോ? യെസ്. ദെൻ അടുത്തത്, സ്പോറോസോയിറ്റ്സ് ഇനീഷ്യലി മൾട്ടിപ്ലൈ വിതിൻ ദ ലിവർ സെൽസ്. ഹ്യൂമൻ ബീങ്സിൽ സ്പോറോസോയിറ്റ്സ് ഇനീഷ്യലി മൾട്ടിപ്ലൈ ചെയ്യുന്നത് ലിവർ സെൽസിലാണ്. ആൻഡ് ദെൻ അറ്റാക്ക് RBCs റിസൾട്ടിങ് ഇൻ ദർ റപ്ചർ. കറക്റ്റ് അല്ലേ? യെസ്, ഇനീഷ്യലി സ്പോറോസോയിറ്റ്സ് ലിവർ സെൽസ് അല്ലെങ്കിൽ ഹെപ്പാറ്റോസൈറ്റ്സിലിരുന്ന് അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനുശേഷം അവർ RBCനെ ഇൻഫെക്ട് ചെയ്യുന്നു. ആൻഡ് ദിസ് RBC റപ്ചേഴ്സ് എവറി 3 to 4 days അല്ലേ. ഈ RBCയുടെ ഉള്ളിലിരുന്നാണ് ഗ്യാമറ്റോസൈറ്റ്സിൻ്റെ ഫോർമേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ RBC റപ്ചർ വഴിയാണ് ഹീമോസോയിൻ റിലീസ് ചെയ്യപ്പെടുന്നത്, വിച്ച് ഈസ് ഇൻ ടേൺ റെസ്പോൺസിബിൾ ഫോർ ദി റെക്കറിങ് ഫീവർ ആൻഡ് ചിൽസ്. ഓക്കെ, യെസ്. സോ മൂന്നാമത്തതും കറക്റ്റ്. നാലാമത്തത്, when a female Anopheles mosquito bites an infected person, ഒരു ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ഒരു ഇൻഫെക്റ്റഡ് പേഴ്സണെ ബൈറ്റ് ചെയ്യുന്നു. ദ പാരസൈറ്റ്സ് എൻറ്റർ ദി മോസ്കിറ്റോസ് ബോഡി ആൻഡ് അണ്ടർഗോ ഫർദർ ഡെവലപ്മെൻറ്റ്. കറക്റ്റ് അല്ലേ? ഒരു മലേറിയ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ, ആ പേഴ്സണെ ഒരു ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ വന്ന് ബൈറ്റ് ചെയ്യുന്നു. അവർ ആ ബൈറ്റിൻ്റെ കൂടെ ബ്ലഡ് മീലും കൂടെ ടേക്കപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് ഈ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ അവരുടെ ഉള്ളിലേക്ക് ഗ്യാമറ്റോസൈറ്റ്സിനെ എടുത്തുകൊണ്ട് പോകും.
അങ്ങനെ ഗാമറ്റോസൈറ്റ്സ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയുടെ ഗട്ടിൽ ചെല്ലുന്നു. അവിടെ വെച്ച് ഗാമറ്റോസൈറ്റുകൾ ഗ്യാമീറ്റ് ആവുന്നു, അവർക്ക് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, ഫർദർ ഡെവലപ്മെൻറ്റ് നടക്കുന്നു, ദെൻ സ്പോറോസോയിഡ്സ് ഫോം ചെയ്യുന്നു. ആൻഡ് ദീസ് സ്പോറോസോയിഡ്സ് ദെൻ മൈഗ്രേറ്റ് ടു മൊസ്കിറ്റോസ് സലൈവറി ഗ്ലാൻഡ്. സോ ദാറ്റ് ഈ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ അടുത്തൊരു ഹ്യൂമൻ ബീങ്ങിനെ ബൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ പേഴ്സൺ ഗെറ്റ്സ് ദിസ് സ്പോറോസോയിഡ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. സോ വെൻ എ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ബൈറ്റ്സ് ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ, ദീസ് പാരസൈറ്റ്സ് എൻ്റർ മോസ്കിറ്റോസ് ബോഡി ആൻഡ് അണ്ടർഗോ ഫർദർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നോട്ട് കറക്റ്റാണ് ചോദിച്ചേക്കുന്നത്, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചേക്കുന്നത്. ഏതാണ് ആൻസർ വരുന്നത്? യെസ്, ആൻസർ ഇസ് ഓപ്ഷൻ 1. ഓക്കെ, ഓപ്ഷൻ 1 ആണ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റൻ അല്ലായിരുന്നോ? നൗ അഗെയിൻ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. Given below are few statements. Lipases are used in detergent formulation which help in removing oily stains. Correct alle? Yes, correct statement aanu. Aduthathu, pectinases are used for clarification of bottle juices. Again correct aanu. The sewage water contain large amount of inorganic matter and pathogenic microorganisms. Correct aanu aa statement? സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. എന്തുകൊണ്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായത്? സീവേജ് വാട്ടറിൽ ലാർജ് എമൗണ്ട് ഓഫ് ഇനോർഗാനിക് മാറ്റർ ആണോ ലാർജ് എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ ആണോ? യെസ്, ഓർഗാനിക് മാറ്റർ ആണ് അല്ലേ. ഇവിടെ തന്നിരിക്കുന്നത് ഇനോർഗാനിക് മാറ്റർ എന്നാണ്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് റോങ്. അടുത്തത്, ബയോഗ്യാസ് ഈസ് ആൻ ഇൻഫ്ലേമബിൾ ഗ്യാസ്. കറക്റ്റ് അല്ലേ? വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് എനർജി ഇൻ റൂറൽ ഏരിയാസ് ഫോർ കുക്കിംഗ് പർപ്പസസ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, മെത്തനോജൻസ് ആർ കോമൺലി ഫൗണ്ട് ഇൻ അനേറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റേഴ്സ് ഡ്യൂറിങ് സീവേജ് ട്രീറ്റ്മെൻറ്റ്. കറക്റ്റ് അല്ലേ? യെസ്. മെത്തനോജൻസ് എന്ന് പറയുന്നത് അനേറോബിക് ആണല്ലോ അല്ലേ. ഈ അനേറോബിക് ആയിട്ടുള്ള മെത്തനോജൻസ് ആണ് എന്തിൽ ഫീഡ് ചെയ്യുന്നത്? എയറോബിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് സ്ലഡ്ജിലുള്ള ഫ്ലോക്സിനെ എന്ത് ചെയ്യുന്നത്? ഡൈജസ്റ്റ് ചെയ്ത് കളയുന്നത്. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ദി ഓപ്ഷൻസ് ഗിവൻ ബിലോ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണ് കറക്റ്റ്? 1 കറക്റ്റാണ്, 2 കറക്റ്റാണ്, 4 കറക്റ്റാണ്, 5 കറക്റ്റാണ്. അപ്പം 1, 2, 4 and 5 ആൻസർ വരിക ഈസ് ഓപ്ഷൻ 4. ഓപ്ഷൻ 4 അല്ലേ ആൻസർ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Given below are few statements. 25% mammals, 33% amphibians and 34% of all gymnosperm species in world face the threat of extinction. Correct ആണോ? കറക്റ്റ് വാല്യൂസ് ആണോ തന്നേക്കുന്നത്? അല്ല. 25% ഓഫ് മാമൽസ് ആണോ? എത്ര പെർസെൻറ്റേജാ? 23% ഓഫ് മാമൽ ആണ് അല്ലേ. 33% ഓഫ് ആംഫിബിയൻസ് ആണോ? അല്ല. 32% ഓഫ് ആംഫിബിയൻസ് ആണ്. 34% ഓഫ് ജിംനോസ്പോംസ് ആണോ? അല്ല. 31% ഓഫ് ജിംനോസ്പോംസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആവുമോ? ഇല്ല, സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരേണ്ടത് 23% ഓഫ് മാമൽസ്, 32% ഓഫ് ആംഫിബിയൻസ്, 31% ഓഫ് ഓൾ ജിംനോസ്പേം സ്പീഷീസ് ഇൻ ദ വേൾഡ് ഫേസ് എ ത്രെറ്റ് ഓഫ് എക്സ്റ്റെൻഷൻ എന്നുള്ളതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ തന്നേക്കുന്നത് 25%, 33%, 34% ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ് കേട്ടോ. ഇനി രണ്ടാമത്തത്, ഏലിയൻ സ്പീഷ്യസ് കോസ് ഡിക്ലൈൻ ഓർ എക്സ്റ്റിങ്ഷൻ ഓഫ് ഇൻഡിജീനിയസ് സ്പീഷ്യസ്. കറക്റ്റ് ആണോ? യെസ്. നമ്മൾ ഏലിയൻ സ്പീഷ്യസ് ഇൻവേഷൻ പഠിച്ചായിരുന്നു അല്ലേ. ഒരു ഏലിയൻ സ്പീഷ്യസ് ഇൻഡിജീനിയസ് ആയിട്ടുള്ള സ്പീഷ്യസിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കിനും അല്ലെങ്കിൽ ഏലിയൻ സ്പീഷ്യസിനെ നമ്മൾ ലേക്കിലേക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും അവിടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള സ്പീഷ്യസ് ഇല്ലാണ്ടായിപ്പോൾ. ഓക്കെ, അത് കറക്റ്റാണ്. അടുത്തത്, ദ നൈൽ പേർച്ച് ഇൻട്രൊഡ്യൂസ്ഡ്. ഏലിയൻ സ്പീഷ്യസ് ഇൻവേഷൻ്റെ എക്സാമ്പിൾ ആണല്ലേ നൈൽ പേർച്ച് എന്ന് പറയുന്നത്. ദ നൈൽ പേർച്ച് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ലേക്ക് വിക്ടോറിയ കോസ്റ്റ് എക്സ്റ്റെൻഷൻ ഓഫ് ലെസ് ദാൻ 200 സ്പീഷ്യസ് ഓഫ് സിഷിൽഡ് ഫിഷ് എന്നാണ് പറയുന്നത്. ലെസ് ദാൻ ആണോ വരേണ്ടത്? അല്ല, മോർ ദാൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ്. ദെൻ ലാസ്റ്റ് വൺ, വെൻ എ സ്പീഷ്യസ് ബിക്കം എക്സ്റ്റിൻറ്റ് ദ സ്പീഷ്യസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് ഓൾസോ ബിക്കം എക്സ്റ്റിൻറ്റ്. ഈ ഒരു ഫിനോമിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറയും അല്ലേ. കോ എക്സ്റ്റിങ്ഷനാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് അല്ലേ. ഒരു സ്പീഷ്യസ് എക്സ്റ്റിൻറ്റ് ആയി പോകുമ്പോഴത്തേക്കിനും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സ്പീഷ്യസ് എക്സ്റ്റിൻറ്റ് ആയി പോകുന്നു. ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. നമ്മളോട് പറഞ്ഞേക്കുന്നത് ചൂസ് ദി ഓപ്ഷൻ റെപ്രസെൻറ്റിംഗ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണ് ഇൻകറക്റ്റ്? 1 ഇൻകറക്റ്റ് ആണ്, 3 ഇൻകറക്റ്റ് ആണ്. ഓക്കെ, അത് മാത്രമല്ലേ ഉള്ളൂ. യെസ്. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താ വരിക? ആൻസർ ഇസ് ഓപ്ഷൻ 2. യെസ്, ഓപ്ഷൻ 2. ഓക്കെ. Now, next question. Read the statements with regard to frog and choose the correct option. Okay. The medulla oblongata passes through foramen of Monro and continues into spinal cord. Correct ആണോ ആ സ്റ്റേറ്റ്മെൻറ്റ്? ഇൻ കേസ് ഓഫ് ഫ്രോഗ് മെഡുല്ല ഒബ്ലോങ്കേറ്റ പാസസ് ത്രൂ foramen of Monro ആണോ വരുന്നത്? അല്ല. എന്താണ് വരുന്നത്?
foramen magnum അല്ലേ, foramen magnത്തിലൂടെ അല്ലേ പാസ് ചെയ്യുന്നത്. യെസ്, ആൻഡ് കണ്ടിന്യൂസ് ഇൻ ടു ദ സ്പൈനൽ കോഡ് എന്നാണ് വരേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് റോങ്. രണ്ടാമത്തേത്, ഇൻ മെയിൽ ഫ്രോക്സ് വാസ എഫ്രൻഷ്യ ആർ 10 to 12 ഇൻ നമ്പർ ദറ്റ് അറൈസ് ഫ്രം ദ ടെസ്റ്റിസ്. അത് കറക്റ്റ് അല്ലേ? യെസ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അടുത്തത്, ഇൻ ഫീമെയിൽ ഫ്രോക്സ് ഓവറീസ് ഹാവ് നോ ഫങ്ഷണൽ കണക്ഷൻ വിത്ത് കിഡ്നീസ്. കറക്റ്റ് ആണോ ആ സ്റ്റേറ്റ്മെൻറ്റ്? യെസ്, നമുക്കറിയാം മെയിൽ ഫ്രോക്സിൽ കിഡ്നിയും അതുപോലെ തന്നെ ടെസ്റ്റിസും തമ്മിൽ ഫങ്ഷണൽ കണക്ഷൻ ഉണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എന്ത്, മീസോർക്യം. അതേസമയം ഫീമെയിൽ ഫ്രോക്സിൻ്റെ കേസിൽ ഇതുപോലൊരു കണക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ലേ? ദ ഫീമെയിൽ ഫ്രോക്സ് ഓവറീസ് ഹാവ് നോ ഫങ്ഷണൽ കണക്ഷൻ വിത്ത് കിഡ്നീസ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഫ്രോക്സ് ആർ യൂറിക്കോടെലിക്. ആണോ? അല്ല. ഫ്രോക്സ് എങ്ങനെയാണ്? ദേ ആർ യൂറിയോടെലിക് അല്ലേ? ഫ്രോക്സ് ആർ യൂറിയോടെലിക് ആണ്. ആൻഡ് ഇപ്പോൾ നമ്മൾ ടാഡ്പോൾ ലാർവെ നമ്മൾ നോക്കുവാണെങ്കിൽ ടാഡ്പോൾ എങ്ങനെയാണ്? ടാഡ്പോൾ അമോണോടെലിക്കുമാണ് കേട്ടോ, അമോണോടെലിക്കുമാണ്. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആവുമോ? ഇല്ല, നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ്. അടുത്തത്, ദ നെർവസ് സിസ്റ്റം ഈസ് ഡിവൈഡഡ് ഇൻ ടു സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. കറക്റ്റ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്തേ. ഏതൊക്കെ ഇതിനകത്ത് കറക്റ്റായിട്ട് വന്നേക്കുന്നത്? 2 കറക്റ്റാണ്, 3 കറക്റ്റാണ്, 5 കറക്റ്റാണ്. ഓക്കെ, 2, 3 and 5 ആർ കറക്റ്റ് അല്ലേ? 2, 3 and 5 ആർ കറക്റ്റ്, വൈൽ 1 and 4 ആർ ഇൻകറക്റ്റ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താ വരുന്നത്? ആൻസർ വരിക ഈസ് ഓപ്ഷൻ 3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്മൂത്ത് മസിൽ ഫൈബേഴ്സ്. സ്മൂത്ത് മസിൽ ഫൈബേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒന്ന്, സ്പിൻഡിൽ ഷേപ്ഡ്. കറക്റ്റ് അല്ലേ? സ്മൂത്ത് മസിൽ ഫൈബേഴ്സ് ആണെങ്കിൽ സ്പിൻഡിൽ ഷേപ്ഡ് ആണ്, അൺബ്രാഞ്ച്ഡ് ആണ്, അൺസ്ട്രൈറ്റഡ് ആണ്, യൂണിന്യൂക്ലിയേറ്റ് ആണ്, ഇൻവോളണ്ടറി ആണ്. കറക്റ്റ് അല്ലേ? എല്ലാം സ്മൂത്ത് മസിൽ ഫൈബേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ? യെസ്, ഇതാണ് ആൻസർ. അടുത്തൊന്ന് വായിച്ചു നോക്കിയേ. സ്പിൻഡിൽ ഷേപ്ഡ്, അൺബ്രാഞ്ച്ഡ്, സ്പിൻഡിൽ ഷേപ്ഡ് ആണ്, അൺബ്രാഞ്ച്ഡ് ആണ്, അൺസ്ട്രൈപ്ഡ് ആണ്. മൾട്ടി ന്യൂക്ലിയേറ്റ് ആണോ? അല്ല, യൂണിന്യൂക്ലിയേറ്റ് ആണ് അല്ലേ? ആൻഡ് ഇൻവോളണ്ടറി എന്നാണ് പറഞ്ഞേക്കുന്നത്. അവിടെ മൾട്ടി ന്യൂക്ലിയേറ്റ് വന്നതുകൊണ്ട് അത് ആൻസർ അല്ല. ദെൻ മൂന്നാമത്തതിനകത്ത് സിലിണ്ട്രിക്കൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. സിലിണ്ട്രിക്കൽ ആയിട്ട് വരുന്നത് സ്കെലിറ്റൽ മസിൽസും കാർഡിയാക് മസിൽസുമേ ഉള്ളൂ. അടുത്തതിലും സിലിണ്ട്രിക്കൽ എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. അപ്പം ഇത് രണ്ടും ആൻസർ ആയിട്ട് വരില്ല. ആൻസർ വരിക ഈസ് ഓപ്ഷൻ 1. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദി ഫോളോയിങ് ഇവൻറ്റ്സ്. Arrange the following events in chronological order during the beginning of cardiac cycle. Okay. ഒന്നാമത് തന്നേക്കുന്നത് SA0 generate action potential, atrial systole, joint diastole, ventricular diastole, ventricular systole, atrial systole. ഓക്കെ, സോ നമുക്ക് ആദ്യമേ എന്തായിരിക്കും നടക്കുന്നത്? ജോയിൻറ്റ് ഡയസ്റ്റോൾ ആണല്ലേ. സോ ഒന്നാമത് വരുന്ന ഇവൻറ്റ് ജോയിൻറ്റ് ഡയസ്റ്റോൾ ആണ്. അപ്പം 3 ആണ് ഒന്നാമത്തത്. അതിനുശേഷം ജോയിൻറ്റ് ഡയസ്റ്റോളിൻ്റെ സമയത്ത് ഏട്രിയയിൽ വന്ന് ബ്ലഡ് ഫില്ലാവുന്നു. ഈ ഏട്രിയയിൽ നിന്ന് ബ്ലഡ് വെൻട്രിക്കിൾസിലേക്കും എത്തുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് SA0 എന്ത് ജനറേറ്റ് ചെയ്യപ്പെടും? ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഇവൻറ്റ് 1 ആണല്ലോ, SA0 ജനറേറ്റ് ആക്ഷൻ പൊട്ടൻഷ്യൽ. ആൻഡ് ഈ SA0 ജനറേറ്റ് ചെയ്യുന്ന ആക്ഷൻ പൊട്ടൻഷ്യൽ ഏട്രിയൽ ഡീപോളറൈസേഷനിലേക്ക് നയിക്കും. ആൻഡ് ഏട്രിയൽ ഡീപോളറൈസേഷൻ വിൽ ഇൻ ടേൺ കോസ് ദ കൺട്രാക്ഷൻ ഓഫ് ബോത്ത് ഏട്രിയ. അതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏട്രിയൽ സിസ്റ്റോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അടുത്തത് ഈസ് ഏട്രിയൽ സിസ്റ്റോൾ. അപ്പോൾ 2 ആയിരിക്കും അടുത്തത്. ഓക്കെ, ഏട്രിയൽ സിസ്റ്റോൾ കഴിയുന്നു, ബ്ലഡ് വെൻട്രിക്കിൾസിലേക്ക് എത്തുന്നു, വെൻട്രിക്കുലാർ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു, AV വാൽവുകൾ ക്ലോസ് ആവുന്നു, സെമി ലൂണാർ വാൽവുകൾ ഓപ്പൺ ആവുന്നു. അറ്റ് ദ സെയിം ടൈം മുന്നേ SA0 ജനറേറ്റ് ചെയ്ത ആക്ഷൻ പൊട്ടൻഷ്യൽ AV നോഡ്, AV ബണ്ടിൽ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ പർക്കിൻജി ഫൈബേഴ്സ് വഴി വെൻട്രിക്കുലാർ വോൾസിൽ എത്തുന്നു, വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ നടക്കുന്നു. അതോടൊപ്പം വെൻട്രിക്കിൾസ് എന്ത് ചെയ്യുന്നു? കൺട്രാക്ട് ചെയ്യുന്നു അല്ലേ? അപ്പോൾ വെൻട്രിക്കിൾസിൻ്റെ കൺട്രാക്ഷനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? വെൻട്രിക്കുലാർ സിസ്റ്റോൾ എന്നല്ലേ. അപ്പം അടുത്ത ഇവൻറ്റ് എന്തായിരിക്കും വരുന്നത്? 5 വെൻട്രിക്കുലാർ സിസ്റ്റോൾ അല്ലേ. ഈ വെൻട്രിക്കുലാർ സിസ്റ്റോളുമായിട്ട് കോയിൻസൈഡ് ചെയ്ത് നടക്കുന്ന ഇവൻറ്റ് അല്ലേ ഏട്രിയൽ ഡയസ്റ്റോൾ. സോ നമുക്ക് അടുത്തത് എന്ത് കൊടുക്കാം? 6 എന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ അതിനുശേഷം വെൻട്രിക്കുലാർ സിസ്റ്റോൾ നടന്നു, വെൻട്രിക്കിൾസിൽ നിന്ന് ബ്ലഡ് എല്ലാം പുറത്തേക്ക് പോയി, വെൻട്രിക്കിൾസിലെ പ്രഷർ കുറയുന്നു, വെൻട്രിക്കിൾസ് തിരിച്ച് എന്തിലേക്ക് വരുന്നു? റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് വരുന്നു. അതിനെയല്ലേ നമ്മൾ വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ 4. അപ്പോൾ ആൻസർ വരുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ 3 അല്ലേ വരുന്നത്. ആദ്യം ജോയിൻറ്റ് ഡയസ്റ്റോള്, അത് കഴിഞ്ഞ് SA0 ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നു, ഏട്രിയ സിസ്റ്റോൾ ആവുന്നു, ഏട്രിയയിലുള്ള ബ്ലഡ് വെൻട്രിക്കിൾസിലേക്ക് വരുന്നു, അതിനുശേഷം വെൻട്രിക്കിൾസിലെ AV വാൽവുകൾ ക്ലോസ് ആവുന്നു, സെമി ലൂണാർ വാൽവുകൾ ഓപ്പൺ ആവുന്നു, വെൻട്രിക്കുലാർ വോൾസിലേക്ക് AV നോഡ്, AV ബണ്ടിൽ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ പർക്കിൻജി ഫൈബേഴ്സ് വഴി എന്തെത്തുന്നു? ആക്ഷൻ പൊട്ടൻഷ്യൽ എത്തുന്നു, വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് വെൻട്രിക്കുലാർ സിസ്റ്റോൾ. വെൻട്രിക്കുലാർ സിസ്റ്റോൾ കോയിൻസൈഡ്സ് വിത്ത് ഏട്രിയൽ ഡയസ്റ്റോൾ. ദെൻ വെൻട്രിക്കുലാർ സിസ്റ്റോൾ കഴിയുമ്പോൾ ബ്ലഡ് ഫുള്ള് വെൻട്രിക്കിൾസ് എന്നുള്ള ബ്ലഡ് പുറത്തേക്ക് പോകുന്നു, വെൻട്രിക്കുലാർ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. ദെൻ വെൻട്രിക്കിൾസ് റിട്ടേൺ ടു
ഡയസ്റ്റോളിക് സ്റ്റേജ്. ഓക്കെ, 6. ഇതല്ലേ ഓർഡർ വരുന്നത്? യെസ്. ആൻസർ വരുന്നത് ഈസ് ഓപ്ഷൻ 3. ഓക്കെ. Now, next question. An action potential in the nerve fiber is produced. Thank you, Tirtha. Okay. An action potential in the nerve fiber is produced when positive and negative charges on the outside and the inside of axon membrane are reversed because. Okay. നമുക്കറിയാം റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ, ഇതിപ്പോൾ റെസ്റ്റിംഗ് സ്റ്റേറ്റ് ആണെന്നിരിക്കട്ടെ, റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ സോഡിയം പുറത്ത് കൂടുതലായിരിക്കും, ആക്സോപ്ലാസത്തിനുള്ളിൽ, ഇതാണ് ആക്സോപ്ലാസം. ഓക്കെ, ഇവിടെ K+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ നെഗറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസ് ഉണ്ട്. നെഗറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസും ഉണ്ട്. ഓക്കെ, ആസ് എ റിസൾട്ട് ആക്സോപ്ലാസത്തിനുള്ളിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും, ആക്സോപ്ലാസത്തിന് പുറത്ത് അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ പോസിറ്റീവ് ചാർജും ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, നമ്മളോട് ചോദിച്ചേക്കുന്നത് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇൻ ദ നെർവ് ഫൈബർ ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഓൺ ദി ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് ഓഫ് ദി ആക്സോൺ മെംബ്രെയിൻ ആർ റിവേഴ്സ്ഡ്. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പം ഒരു ഇമ്പൾസ് വരുന്നു. ആ ഇമ്പൾസിൻ്റെ ഭാഗമായിട്ട് എന്ത് ഓപ്പൺ ആവുന്നു? Na+ ചാനൽസ് ഓപ്പൺ ആവുന്നു. Na+ ചാനൽസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ Na+ അകത്തേക്ക് കയറിയല്ലോ. Na+ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇനീഷ്യലി നെഗറ്റീവ് ചാർജ് ഉണ്ടായിരുന്ന റീജിയനിൽ ഇനി എന്ത് ചാർജ് വരും? പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പറയും ഈ സമയത്ത് ഇവിടെ എന്ത് ജനറേറ്റ് ചെയ്യപ്പെട്ടു? ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യപ്പെട്ടു. ഡീപോളറൈസേഷൻ നടന്നു. ഡീപോളറൈസേഷൻ ലീഡ്സ് ടു ദ ജനറേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്നല്ലേ നമ്മൾ പറയുന്നത്? യെസ്. ആൻഡ് ഈ സമയത്ത് ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യാൻ കാരണമായത് എന്താണ്? അകത്ത് പോസിറ്റീവ് ചാർജ് വന്നത്, അല്ലെങ്കിൽ നമുക്ക് പറയാം സോഡിയത്തിൻ്റെ ഇൻഫ്ലക്സ് നടന്നതല്ലേ കാരണമായത്? യെസ്. സോ ആൻസർ നോക്കിക്കേ, മോർ പൊട്ടാസ്യം അയോൺസ് എൻ്റർ ദി ആക്സോപ്ലാസം ആസ് കമ്പയർഡ് ടു സോഡിയം അയോൺസ് ലീവിങ് ഇറ്റ്. കൂടുതൽ പൊട്ടാസ്യം അകത്തേക്ക് കയറിയത് വഴിയാണോ അവിടെ പോസിറ്റീവ് ചാർജ് വന്നതും ഡീപോളറൈസേഷൻ നടന്നതും ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്തതും? അല്ല. അടുത്തത്, മോർ സോഡിയം അയോൺസ് എൻ്റർ ദി ആക്സോപ്ലാസം ആസ് കമ്പയർഡ് ടു പൊട്ടാസ്യം അയോൺസ് ലീവിങ് ഇറ്റ്. കൂടുതൽ സോഡിയം അയോൺസ് ഉള്ളിലേക്ക് കയറിയത് കൊണ്ടല്ലേ അവിടെ പോസിറ്റീവ് ചാർജ് വന്നതും ആക്ഷൻ പൊട്ടൻഷ്യൽസ് ഡെവലപ്പ് ചെയ്തതും? യെസ്. ദെൻ ഓൾ പൊട്ടാസ്യം അയോൺസ് ലീവ്സ് ദി ആക്സോപ്ലാസം. പൊട്ടാസ്യം അയോൺ എല്ലാം ആക്സോപ്ലാസത്തിൽ നിന്ന് പോയതുകൊണ്ടാണ് അവിടെ പോസിറ്റീവ് ചാർജും ആക്ഷൻ പൊട്ടൻഷ്യലും ഡീപോളറൈസേഷനും ഒക്കെ വന്നത്? അല്ല. ഓൾ സോഡിയം അയോൺസ് ലീവ്സ് ദി ആക്സോപ്ലാസം ആണോ? അതുകൊണ്ടാണോ അവിടെ ഡീപോളറൈസേഷൻ നടന്നതും അതുപോലെ പോസിറ്റീവ് ചാർജ് വന്നതും ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യപ്പെട്ടതും? അല്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്തേ വരത്തുള്ളൂ? ആൻസർ ഇസ് ഓപ്ഷൻ 2. ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. യെസ്. Now, next question. Given below are two statements. Statement 1, the atrial wall of the heart produces atrial natriuretic factor which increases the blood pressure എന്നാണ് പറയുന്നത്. ഏട്രിയൽ വാൾ ഓഫ് ഹാർട്ടിൻ്റെ ഏട്രിയൽ വാൾ ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് കറക്റ്റ് അല്ലേ? അതായത് നമ്മളുടെ ബോഡിയിൽ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഹാർട്ടിലേക്ക് എത്തുന്ന ബ്ലഡിൻ്റെ വോളിയം കൂടിക്കഴിയുമ്പോൾ ഹാർട്ടിൻ്റെ ഏട്രിയൽ വാൾസ് റിലീസ് ചെയ്യുന്ന ഹോർമോണാണ് ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ. ഓക്കെ, അതറിയാമല്ലോ. വിച്ച് ഇൻക്രീസസ് ദി ബ്ലഡ് പ്രഷർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ആണോ? അല്ല. ബ്ലഡ് പ്രഷർ കൂടുമ്പോഴാണ് ANF പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തിനാണ് ANF പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ കൂടിയ ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ? ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ അല്ലെങ്കിൽ ANF എന്ന് പറയുന്ന ബ്ലഡ് പ്രഷറിനെ ഇൻക്രീസ് ചെയ്യുകയാണോ ചെയ്യുന്നത്? അവരെന്താ ചെയ്യുന്നത്? ദേ ഡിക്രീസ് ബ്ലഡ് പ്രഷർ അല്ലേ? ദേ ഡിക്രീസ് ബ്ലഡ് പ്രഷറാണ്. ഓക്കെ, സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ്. രണ്ടാമത്തത്, glucagon stimulate glycogenolysis and gluconeogenesis resulting in hyperglycemia. നമുക്കറിയാം ഗ്ലൂക്കഗൺ എന്ന് പറയുന്നത് പാൻക്രിയാസിൻ്റെ ഹോർമോൺ ആണല്ലേ ഗ്ലൂക്കഗൺ എന്ന് പറയുന്നത്. സോ ഗ്ലൂക്കഗൺ എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഹോർമോണാണ്? ഹൈപ്പർ ഗ്ലൈസീമിക് ആയിട്ടുള്ള ഹോർമോണാണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ? ഗ്ലൂക്കഗൺ വന്നു കഴിഞ്ഞാൽ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽസിനെ ഇൻക്രീസ് ചെയ്യുന്നവരായതുകൊണ്ടാണ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസിനെ അവർ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസിനെ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് അവരെ നമ്മൾ ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ എന്ന് വിളിക്കും അല്ലേ? ഈ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അവർ ഏതൊക്കെ പ്രോസസ്സസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും? ഗ്ലൈക്കോജനോലൈസിസും ഗ്ലൂക്കോനിയോജനസിസും സ്റ്റിമുലേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. കറക്റ്റ് ആണോ സ്റ്റേറ്റ്മെൻറ്റ്? യെസ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? അതായത് വാട്ട് ഈസ് ഗ്ലൈക്കോജനോലൈസിസ്? ഗ്ലൈക്കജനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൈക്കോജനോലൈസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസിസ് ഓഫ് ഗ്ലൈക്കജൻ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കജൻ
ടു റിലീസ് ഗ്ലൂക്കോസ്. ഓക്കെ, അപ്പം ഗ്ലൈക്കജനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് ആക്കുന്നു. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഗ്ലൂക്കോനിയോജനസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഗ്ലൂക്കോനിയോജനസിസ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഗ്ലൂക്കോനിയോജനസിസ്? നോൺ കാർബോഹൈഡ്രേറ്റ് പ്രിക്കോസേഴ്സിൽ നിന്ന് ഗ്ലൂക്കോസിനെ സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഗ്ലൂക്കോനിയോജനസിസ്. ദാറ്റ് മീൻസ് പ്രോട്ടിയോലൈസിസ് നടത്തും. പ്രോട്ടിയോലൈസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻസിൻ്റെ ബ്രേക്ക് ഡൗൺ. അതുപോലെ ലിപ്പോലൈസിസ് നടത്തും. ദാറ്റ് മീൻസ് ലിപ്പിഡ്സിൻ്റെ ബ്രേക്ക് ഡൗൺ. ഓക്കെ, പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, ലിപ്പിഡ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. എന്നിട്ട് ഈ പ്രോട്ടീൻസിൽ നിന്നും ലിപ്പിഡ്സിൽ നിന്നും ഗ്ലൂക്കോസിനെ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഗ്ലൂക്കോനിയോജനസിസ് എന്ന് വിളിക്കുന്നത്. സോ ഗ്ലൂക്കോനിയോജനസിസ് വഴിയും ഗ്ലൈക്കോജനോലൈസിസ് വഴിയും അവർ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽസിനെ എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുവല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ തന്നേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ടല്ലേ വരത്തുള്ളൂ? ഗ്ലൂക്കഗൺ സ്റ്റിമുലേറ്റ് ഗ്ലൈക്കോജനോലൈസിസ് ആൻഡ് ഗ്ലൂക്കോനിയോജനസിസ്. ഗ്ലൈക്കോജനോലൈസിസ് നടന്നാലും ഗ്ലൂക്കോനിയോജനസിസ് നടന്നാലും അവിടെ ഗ്ലൂക്കോസിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവും. ആസ് എ റിസൾട്ട് ബ്ലഡിലെ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യപ്പെടുന്നു. ബ്ലഡിലെ ഗ്ലൂക്കോസ് ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷനല്ലേ നമ്മൾ ഹൈപ്പർഗ്ലൈസീമിയ എന്ന് വിളിക്കുന്നത്? യെസ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ അല്ലേ? യെസ്, അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 ഇൻകറക്റ്റ് ആണ്, പക്ഷേ എങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റ് അല്ലേ? ആൻസർ എന്താ വരുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് 1 ഇസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. ഇതല്ലേ ആൻസർ വരുന്നത്? യെസ്, ആൻസർ ഇസ് ഓപ്ഷൻ 4. ഓപ്ഷൻ 4. യെസ്, 1 ഫോൾസ് ആണ്, ഓപ്ഷൻ 4 ആണ് കേട്ടോ ആൻസർ വരുന്നത്. യെസ്. ദെൻ next one, among copper T, copper 7, LNG20, multilode 375, progestasert, lipus loop, which are hormone releasing IUDs എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? കോപ്പർ ടിയും കോപ്പർ 7ഉം എന്തിനാണ് റിലീസ് ചെയ്യുന്നത്? കോപ്പർ റിലീസിങ് അല്ലേ? കോപ്പർ റിലീസിങ് ആണല്ലേ? ദെൻ LNG20 എന്താണ്? ഹോർമോൺ റിലീസിങ് അല്ലേ? യെസ്, ഹോർമോൺ റിലീസിങ് ആണ്. അടുത്തത് multilode 375, again copper releasing IUD ആണ്. ദെൻ progestasert, പേരിൽ നിന്ന് തന്നെ കിട്ടും, ഹോർമോൺ റിലീസിങ് ആണ്, ഹോർമോൺ റിലീസിങ്. ദെൻ ലിപ്പസ് ലൂപ്പ്, നോൺ മെഡിക്കേറ്റഡ് IUD അല്ലേ? നോൺ മെഡിക്കേറ്റഡ് IUD ആണ്. ഓക്കെ, ഇതിനകത്ത് ഏതൊക്കെയാണ് ഹോർമോൺ റിലീസിങ് ആയിട്ട് വരുന്നത്? LNG20യും പ്രൊജസ്റ്റാസേർട്ടും മാത്രമല്ലേ ഉള്ളൂ? യെസ്, അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താ വരുന്നത്? ആൻസർ ഇസ് ഓപ്ഷൻ 4, പ്രൊജസ്റ്റാസേർട്ട് ആൻഡ് LNG20. ഇതാണ് കേട്ടോ ആൻസർ വരുന്നത്. യെസ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇസ് നോട്ട് ട്രൂ? ഓക്കെ, ഒന്നാമത്തത്, സ്വീറ്റ് പൊട്ടേറ്റോ ആൻഡ് പൊട്ടേറ്റോ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അനലോഗി. ഓക്കെ, നമുക്കറിയാം അനലോഗസ് ഓർഗൻസും ഹോമലോഗസ് ഓർഗൻസും. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അനലോഗസ് ഓർഗൻസ്? നമുക്കറിയാം അനലോഗസ് ഓർഗൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സെയിം ഫങ്ഷൻ ആയിരിക്കും, പക്ഷേങ്കിൽ അവരുടെ സ്ട്രക്ചറും ഒറിജിനും ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ ആയിരിക്കും അല്ലേ? ഇങ്ങനെയുള്ള ഓർഗൻസിനെയാണ് നമ്മൾ അനലോഗസ് ഓർഗൻസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് അനലോഗസ് ഓർഗൻസ് ദേ അറൈസ് ആസ് എ റിസൾട്ട് ഓഫ് കൺവേർജൻ്റ് എവല്യൂഷൻ. കൺവേർജൻ്റ് എവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് അനലോഗസ് ഓർഗൻസ് അറൈസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കൺവേർജൻ്റ് എവല്യൂഷൻ? യെസ്, ഡിഫറെൻറ്റ് ആൻസസ്ട്രിയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആൻസസ്ട്രിയിലുള്ള ആൾക്കാർക്ക് ഒരു സെയിം അഡാപ്റ്റീവ് ഫംഗ്ഷൻ ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കൺവേർജൻ്റ് എവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത് സ്വീറ്റ് പൊട്ടേറ്റോ ആൻഡ് പൊട്ടേറ്റോ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അനലോഗി എന്നാണ് പറയുന്നത്. കറക്റ്റ് ആണോ ആ സ്റ്റേറ്റ്മെൻറ്റ്? യെസ്, കറക്റ്റ് ആണ് അല്ലേ? സ്വീറ്റ് പൊട്ടേറ്റോ ആണെങ്കിലും പൊട്ടേറ്റോ ആണെങ്കിലും രണ്ടുപേരുടെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റോറേജ് ഓഫ് ഫുഡാണ്, ഫുഡിനെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേങ്കിൽ അവരുടെ ഒറിജിൻ സെയിം ആണോ? അല്ല. സ്വീറ്റ് പൊട്ടേറ്റോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ റൂട്ട് മോഡിഫിക്കേഷൻ, വെറാസ് പൊട്ടേറ്റോ എന്ന് പറയുന്നത് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവർ അനലോഗസ് ഓർഗൻസ് ആണല്ലോ. യെസ്, ദേ ആർ അനലോഗസ് ഓർഗൻസ് ഓൾദോ ദെയർ ഫംഗ്ഷൻ ഈസ് സെയിം. ഫംഗ്ഷൻ സെയിം ആണെങ്കിലും അവരുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ അവരുടെ ഒറിജിന് വ്യത്യാസമുണ്ട്. അപ്പോൾ അനലോഗിക്ക് എക്സാമ്പിളാണ്. അടുത്തത്, ഹോമലോഗി ഇൻഡിക്കേറ്റ്സ് കോമൺ ആൻസസ്ട്രി. കറക്റ്റ് ആണോ? എന്താ ഹോമലോഗസ് ഓർഗൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഹോമലോഗസ് ഓർഗൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സെയിം സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ ആയിരിക്കും. സെയിം സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ ആയിരിക്കും, ബട്ട് ഡിഫറെൻറ്റ് ഫങ്ഷൻ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള ഓർഗൻസിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹോമലോഗസ് ഓർഗൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആണല്ലോ. ആൻഡ് ഹോമലോഗസ് ഓർഗൻസ് അറൈസ് ആസ് എ റിസൾട്ട് ഓഫ് ഡൈവേർജൻ്റ് എവല്യൂഷൻ. ഹോമലോഗസ് ഓർഗൻസ് ഏത് എവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് അറൈസ് ചെയ്യുന്നത്? ഡൈവേർജൻ്റ് എവല്യൂഷൻ്റെ ഭാഗമാണ് അല്ലേ? ഡൈവേർജൻ്റ് എവല്യൂഷനാണ്.
വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡൈവേർജന്റ് എവല്യൂഷൻ? യെസ്, ഒരു കോമൺ ആൻസെസ്റ്റർ ആ കോമൺ ആൻസെസ്റ്ററിൽ നിന്ന് പല സ്ഥലത്തേക്ക് ഇവോൾവ് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ പല അഡാപ്റ്റേഷൻസ് ഇവോൾവ് ചെയ്ത് വരുന്നു. അതാണ് ഡൈവേർജന്റ് എവല്യൂഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഹോമോലോഗി ഇൻഡിക്കേറ്റ്സ് കോമൺ ആൻസെസ്ട്രി എന്നാണ്. കറക്റ്റ് അല്ലേ? ഹോമോലോഗസ് ഓർഗൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഹോമോലോഗി ആണെങ്കിൽ ഡൈവേർജന്റ് എവല്യൂഷൻ ആണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഡൈവേർജന്റ് എവല്യൂഷൻ വഴിയാണ് ഹോമോലോഗസ് ഓർഗൻസ് റൈസ് ചെയ്യുന്നത്. ഡൈവേർജന്റ് എവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമൺ ആൻസെസ്റ്ററിൽ നിന്ന് പോയതല്ലേ? യെസ്, അങ്ങനെയാണെങ്കിൽ ഹോമോലോഗി എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? കോമൺ ആൻസെസ്ട്രീനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. കറക്റ്റാണ്. ഓക്കെ, ദെൻ അടുത്തത്, flippers of penguins and dolphins are pair of homologous organs. ആണോ? അല്ല. flippers of penguins and dolphins എന്ന് പറയുന്നത് എന്ത് ഓർഗൻസ് ആണ്? അനലോഗസ് ഓർഗൻസ് ആണ്. എന്തുകൊണ്ടാണ് അവർ അനലോഗസ് ഓർഗൻസ് ആയത്? ഇപ്പോൾ flippers of penguins and dolphins രണ്ടും എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെയിം ആണ്. പക്ഷേങ്കിൽ അവരുടെ ഒറിജിൻ സെയിം ആണോ? അല്ല. അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ? അനലോഗസ് ഓർഗൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റ്. നാലാമത്തത് നോക്കി, അനലോഗസ് സ്ട്രക്ചേഴ്സ് ആർ എ റിസൾട്ട് ഓഫ് കൺവേർജന്റ് എവല്യൂഷൻ. കറക്റ്റ് അല്ലേ? അനലോഗസ് സ്ട്രക്ചേഴ്സ് ആർ എ റിസൾട്ട് ഓഫ് കൺവേർജന്റ് എവല്യൂഷൻ എന്നല്ലേ നമ്മൾ പറഞ്ഞത്? യെസ്, കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചേക്കുന്നത്. നോട്ട് ട്രൂ ആയതുകൊണ്ട് ഏതാണ് ആൻസർ വരുന്നത്? യെസ്, ആൻസർ ഇസ് ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ആണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. യെസ്, ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. നെക്സ്റ്റ് വൺ, a pink-flowered snapdragon plant was crossed with a red-flowered snapdragon plant. What type of phenotypes is or are expected in the progeny എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം പിങ്ക് ഫ്ലവേർഡ് സ്നാപ്ഡ്രാഗൺ ആണെങ്കിൽ അതിൻ്റെ ജീനോടൈപ്പ് എങ്ങനെ ആയിരിക്കും? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണ്. ഓക്കെ, ഇനി റെഡ് കളറിലെ അടുത്തത് പറഞ്ഞേക്കുന്നത് റെഡ് കളറിലെ സ്നാപ്ഡ്രാഗൺ ആണെങ്കിൽ ജീനോടൈപ്പ് എങ്ങനെ ആയിരിക്കും? ക്യാപിറ്റൽ ആർ ആയിരിക്കും. ക്യാപിറ്റൽ ആർ. നമ്മളോട് പറഞ്ഞേക്കുന്നത് പിങ്ക് കളേർഡ് സ്നാപ്ഡ്രാഗൺ ഈസ് ക്രോസ്ഡ് വിത്ത് റെഡ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം ആറും ക്യാപിറ്റൽ ആർ സ്മോൾ ആറും കൂടെ ക്രോസ് ചെയ്യാണ്. ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഗ്യാമീറ്റ്സ് ക്യാപിറ്റൽ ആർ, ഇവിടെയാണെങ്കിൽ ക്യാപിറ്റൽ ആർ സ്മോൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യാപിറ്റൽ ആർ വന്നത് ഇത് റെഡ് കളേർഡ് ആയിരിക്കുമല്ലോ. യെസ്, ഇത് റെഡ് കളേർഡ് അല്ലേ? ദെൻ ഇത് പിങ്ക് ആയിരിക്കും, ഇത് എഗെയിൻ റെഡ്, ഇത് പിങ്ക്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. A pink-flowered snapdragon plant was crossed with a red-flowered snapdragon plant. What type of phenotypes? Phenotype ആണ് കണ്ടുപിടിക്കേണ്ടത്. What type of phenotypes is or are expected in the progeny? രണ്ട് ടൈപ്പ് ഓഫ് ഫീനോടൈപ്പും വന്നല്ലോ അല്ലേ? റെഡും വന്നു, അതുപോലെ തന്നെ പിങ്കും വന്നു. ഓൺലി റെഡ്-ഫ്ലവേർഡ് പ്ലാന്റ്സ് ആണോ? അല്ല. റെഡ്-ഫ്ലവേർഡ് ആസ് വെൽ ആസ് പിങ്ക്-ഫ്ലവേർഡ് പ്ലാന്റ്സ് അല്ലേ? യെസ്. ഓൺലി പിങ്ക്-ഫ്ലവേർഡ് പ്ലാന്റ്സ് അല്ലല്ലോ. റെഡ്, പിങ്ക് ആസ് വെൽ ആസ് വൈറ്റ് വരണമെങ്കിൽ എന്ത് കണ്ടീഷൻ വരണം? ഈ സ്മോൾ ആർ കണ്ടീഷൻ വരണം അല്ലേ? ഇതിനകത്ത് വന്നായിരുന്നോ? ഇല്ല. അപ്പോൾ വൈറ്റ് ഫ്ലവേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തേ വരത്തുള്ളൂ? ആൻസർ ഇസ് ഓപ്ഷൻ 2. യെസ്, ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഡിഫറൻഷിയേറ്റിംഗ് oogenesis ആൻഡ് spermatogenesis. Spermatogonia produces sperm by meiosis. കറക്റ്റ് അല്ലേ? സ്പെർമറ്റോഗോണിയയിൽ നിന്ന് സ്പേം ഉണ്ടാകുന്നത് മിയോസിസ് വഴിയാണ്. വൈൽ ഊഗോണിയ പ്രൊഡ്യൂസസ് ഓവം ബൈ മൈറ്റോട്ടിക് ഡിവിഷൻ. ആണോ? അല്ല. ഊഗോണിയയിൽ നിന്ന് ഓവം ഉണ്ടാകുന്നതിലും എന്ത് നടക്കുന്നുണ്ട്? മിയോസിസ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ്. അടുത്തത്, സ്പെർമറ്റോജനസിസ് ബിഗിൻസ് അറ്റ് ബർത്ത് വൈൽ oogenesis begins at the time of puberty. ആണോ? അല്ല. നേരെ തിരിച്ചല്ലേ? സ്പെർമറ്റോജനസിസ് ബിഗിൻസ് അറ്റ് puberty whereas oogenesis begins at the time of embryonic ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഫീറ്റൽ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ തന്നെ എന്ത് സ്റ്റാർട്ടാവുന്നുണ്ട്? oogenesis സ്റ്റാർട്ടാവുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റ്. മൂന്നാമത്തേത്, formation of sperm in male ceases around the age of 60 while formation of ovum ceases around the age of 50. ഫീമെയിൽസിൽ നമുക്കറിയാം ഓവത്തിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 50 വയസ്സാകുമ്പോഴത്തേക്കിനും നിൽക്കും. ഓക്കെ, അത് കറക്റ്റാണ്. പക്ഷേങ്കിൽ സ്പേമിൻ്റെ കേസിൽ 60 വയസ്സാകുമ്പോഴത്തേക്കിനും സ്പേം പ്രൊഡക്ഷൻ നിൽക്കുന്നുണ്ടോ? ഇല്ല. അവർക്ക് ത്രൂ ഔട്ട് ലൈഫ് എന്തുണ്ട്? സ്പേം പ്രൊഡക്ഷൻ ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ്.
അടുത്തത് the formation of sperm from spermatogonia begins at puberty while the formation of ovum from oogonia initiate during the embryonic development. കറക്റ്റ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യാനല്ലേ? ആൻസർ എന്താ വരുന്നത്? ആൻസർ ഇസ് ഓപ്ഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If adenine constitute 20% of DNA molecule, then the amount of thymine, guanine and cytosine are. Okay. നമുക്കറിയാം adenine base pairs with the thymine and guanine base pairs with the cytosine. അല്ലേ? നമ്മളോട് തന്നിട്ടുണ്ട് അഡിനിൻ 20% ആണ്. അഡിനിൻ 20% ആണെങ്കിൽ അതേ എമൗണ്ട് തന്നെയായിരിക്കുമല്ലോ തൈമിൻ ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ തൈമിനും എത്ര പെർസെൻറ്റേജാണ്? 20% തന്നെയല്ലേ? ഓക്കെ. സോ അഡിനിൻ 20%, തൈമിനും 20%. ഇനി റിമൈനിങ് ആയിട്ട് 20% അഡിനിനായി, 20% തൈമിനായി. അപ്പോൾ 40% ആയാലും ഇവർ രണ്ടുപേരും കൂടെ. ഇനി റിമൈനിങ് ആയിട്ട് എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 60% ഉണ്ട് അല്ലേ? ആ 60%-ൽ ഗ്വാനിനും സൈറ്റോസിനും ഈക്വൽ എമൗണ്ടിലായിരിക്കുമല്ലോ കാണപ്പെടുന്നത്. ദാറ്റ് മീൻസ് ഗ്വാനിൻ എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 30% കാണും. സൈറ്റോസിനും എത്ര കാണും? 30% ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ. സോ അഡിനിൻ 20 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തൈമിൻ വിൽ ഓൾസോ ബി 20%, ഗ്വാനിൻ 30% ആൻഡ് സൈറ്റോസിൻ ഇസ് ഓൾസോ 30%. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താ വരുന്നത്? തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിനാണ് ചോദിച്ചിരിക്കുന്നത്. തൈമിൻ 20, ഗ്വാനിൻ 30, സൈറ്റോസിൻ 30. 20, 30 ആൻഡ് 30 റെസ്പെക്റ്റീവ്ലി. കറക്റ്റ് അല്ലേ? യെസ്. ആൻസർ വരിക ഈസ് ഓപ്ഷൻ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൂസ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എമംഗ് ദി ഗിവൺ ഓപ്ഷൻസ്. ഒന്നാമത്തത് എൻസൈംസ് ഷോ മാക്സിമം ആക്ടിവിറ്റി അറ്റ് ഒപ്റ്റിമം ടെമ്പറേച്ചർ ആൻഡ് ഒപ്റ്റിമം pH. ഒപ്റ്റിമം ടെമ്പറേച്ചറിലും ഒപ്റ്റിമം pHലും അല്ലേ മാക്സിമം ആക്ടിവിറ്റി കാണിക്കുന്നത് എൻസൈംസ്? കറക്റ്റാണ്. അടുത്തത് the substrate binds to the active site of the enzyme fitting into the active site. കറക്റ്റ് അല്ലേ? യെസ്. എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിലേക്ക് സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യുന്നു. ഓക്കെ. ദെൻ അടുത്തത് ബൈൻഡിങ് ഓഫ് എൻസൈം വിത്ത് സബ്സ്ട്രേറ്റ് ഇൻഡ്യൂസസ് ദി സബ്സ്ട്രേറ്റ് ടു ഓൾട്ടർ ഇറ്റ്സ് ഷേപ്പ്. എൻസൈമും സബ്സ്ട്രേറ്റും നമ്മൾ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ട്രേറ്റിൻ്റെ ഷേപ്പിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ? ഒരു ചേഞ്ചും ഉണ്ടാവുന്നില്ല. എൻസൈമിൽ കൺഫർമേഷണൽ ചേഞ്ചസ് ഉണ്ടാവാം, അതേസമയം സബ്സ്ട്രേറ്റിൽ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് റോങ്. അടുത്തത് enzyme substrate complex is short lived and dissociate into enzyme and product. ഓക്കെ. നമുക്കറിയാം എൻസൈമും സബ്സ്ട്രേറ്റും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രാൻസിയൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഷോർട്ട് ലിവ്ഡ് ആയിട്ടുള്ള എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാകുന്നുണ്ട്. ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് എൻസൈമും അതുപോലെ തന്നെ പ്രോഡക്റ്റുമായിട്ട് മാറും. ആൻഡ് ഇവിടെ ഉണ്ടായ ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ട്രാൻസിയൻ്റ് അല്ലെങ്കിൽ ഷോർട്ട് ലിവ്ഡ് അല്ലേ? യെസ്. കറക്റ്റ് ആണല്ലേ? നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ചെയ്യാനാണ്. ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ 3. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് അല്ലേ? യെസ്. Moving on to the next question. A gene locus has 2 alleles, capital A and small a. Okay. If the frequency of dominant allele A is 0.4. Okay. Dominant allele frequency തന്നിട്ടുണ്ട് അല്ലേ? Frequency of dominant allele തന്നിട്ടുണ്ട്. allele. Frequency of dominant allele നമ്മൾ P വെച്ചല്ലേ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ P നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 0.4 ആണ്. ഓക്കെ. യെസ്. Then what will be the frequency of homozygous dominant, heterozygous and homozygous recessive individuals in the population എന്നാണ് ചോദ്യം. ഓക്കെ. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് ഹോമോസൈഗസ് ഡോമിനൻ്റ് അലീൽ തന്നിട്ടുണ്ട് P is equal to 0.4. നമുക്കറിയാം P plus Q is equal to 1 അല്ലേ? അങ്ങനെയാണെങ്കിൽ Qൻ്റെ വാല്യൂ എത്രയാണ്? 1 minus 0.4 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 0.6 വരും. ഓക്കെ. അത് നമുക്ക് ഇക്വേഷൻ അറിയാം. P plus Q the whole square is equal to P square plus Q square plus 2PQ. ഇങ്ങനല്ലേ വരുന്നത്? യെസ്. അതിനകത്ത് P square എന്ന് പറയുന്നതായിരിക്കും എന്ത്? ഹോമോസൈഗസ് ഡൊമിനൻറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ നമ്പർ. ഓക്കെ. അല്ലെങ്കിൽ ക്യാപിറ്റൽ എ ഇൻഡിവിജ്വൽസ് അല്ലേ? ആൻഡ് Q square എന്ന് പറയുന്നതായിരിക്കും ഹോമോസൈഗസ് റെസസീവ്. ദാറ്റ് മീൻസ് സ്മോൾ എ അല്ലേ? ദെൻ ലാസ്റ്റ് വൺ 2PQ എന്ന് പറയുന്നതായിരിക്കും ഹെട്രോസൈഗസ് ഡോമിനൻറ്റ്. ദാറ്റ് മീൻസ് ക്യാപിറ്റൽ എ സ്മോൾ എ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. P സ്ക്വയറിൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത്? Pയുടെ വാല്യൂ 0.4 എന്നല്ലേ നമ്മൾ പറഞ്ഞത്? യെസ്. 0.4 ആണല്ലേ? 0.4 ദി ഹോൾ സ്ക്വയർ ആയിരിക്കുമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.16 ആയിരിക്കും ക്യാപിറ്റൽ എയുടെ ഫ്രീക്വൻസി. ഇനി ഹോമോസൈഗസ് റെസസീവിൻ്റെ കണ്ടുപിടിക്കാമല്ലോ. സ്മോൾ എയുടെ എത്രയായിരിക്കും?
0.6 ദി ഹോൾ സ്ക്വയർ അല്ലേ, ക്യൂവിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 0.6 എന്ന്. ആ 0.6നെ ഹോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോമോസൈഗസ് റെസസീവിൻ്റെ ഫ്രീക്വൻസി കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.36. ഇതാണ് സ്മോൾ എയുടെ. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഹെട്രോസൈഗസ് ഡോമിനൻറ്റ്. ഹെട്രോസൈഗസ് ഡോമിനൻറ്റിൻ്റെ കണ്ടുപിടിക്കണമെങ്കിൽ 2 ഇൻറ്റു പി ഇൻറ്റു ക്യൂ ചെയ്യണം അല്ലേ, 2pq അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 0.4 ഇൻറ്റു 0.6. എത്ര ആൻസർ വരും? 0.48 വരും. ഇതാണ് ക്യാപിറ്റൽ എ സ്മോൾ എയുടെ ഫ്രീക്വൻസി, അല്ലീലി ഫ്രീക്വൻസി എന്ന് പറയുന്നത്. എല്ലാവരുടെയും കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ആൻസർ നോക്കിയേ, 0.16 ആണ് ക്യാപിറ്റൽ എ. ക്യാപിറ്റൽ എ സ്മോൾ എ 0.36 ആണോ? അല്ല, 0.48 ആണല്ലേ, ഇത് വരില്ല. അടുത്തത് ക്യാപിറ്റൽ എ 0.36 അല്ലല്ലോ, ഇതും ആൻസർ വരില്ല. ദെൻ ക്യാപിറ്റൽ എ 0.16 ആണ്. ദെൻ ക്യാപിറ്റൽ എ സ്മോൾ എ 0.24 ആണെന്നാണ് പറയുന്നത്, അത് തെറ്റല്ലേ. ലാസ്റ്റ് വൺ നോക്കി, ക്യാപിറ്റൽ എ 0.16, ക്യാപിറ്റൽ എ സ്മോൾ എ 0.48 ആൻഡ് സ്മോൾ എ 0.36. ഇതല്ലേ ആൻസർ വരുന്നത്? യെസ്, ഹോമോസൈഗസ് ഡോമിനൻറ്റിന് 0.16, ഹെട്രോസൈഗസ് ഡോമിനൻറ്റ് 0.48 ആൻഡ് ഹോമോസൈഗസ് റെസസീവ് 0.36. ആൻസർ വരിക ഈസ് ഓപ്ഷൻ 4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Immune responses are carried out with the help of two types of cells, X and Y. The X produces an army of proteins, whereas Y themselves do not secrete those proteins but help X to produce them. Choose the correct answer from the options given below. നിങ്ങൾക്ക് എക്സും വൈയും ആരൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്ന് നോക്കിക്കേ, എക്സും വൈയും ആരൊക്കെയാ? എക്സ് എന്ന് പറയുന്നത് ആരാ? ബി ലിംഫോസൈറ്റ്സ് ആണ്. ആൻഡ് വൈ എന്ന് പറയുന്നത് ടി ലിംഫോസൈറ്റുകളാണ് കേട്ടോ. ഓക്കെ, അപ്പം എക്സ് അല്ലെങ്കിൽ ബി ലിംഫോസൈറ്റ്സ് ആൻറ്റിബോഡീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ടി ലിംഫോസൈറ്റ്സ് അഥവാ വൈ എന്ന് പറയുന്നത് ആൻറ്റിബോഡീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പക്ഷെങ്കിൽ അവർ ബി ലിംഫോസൈറ്റുകളെ ആൻറ്റിബോഡി പ്രൊഡക്ഷനിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേക്കുന്നത്. സോ എക്സ് എന്ന് പറയുന്നത് ബി ലിംഫോസൈറ്റ്സും വൈ എന്ന് പറയുന്നത് ടി ലിംഫോസൈറ്റ്സുമാണ്. ഓക്കെ, ഇനി അവരെ പറ്റിയിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്താൽ മതി. യെസ്, എക്സ് എന്ന് പറയുന്നത് ബി ലിംഫോസൈറ്റ്സും വൈ എന്ന് പറയുന്നത് ടി ലിംഫോസൈറ്റ്സും. ഓക്കെ, സോ ഒന്നാമത്തത് എക്സ് സെക്രീറ്റ്സ് ഇന്റർഫെറോൺസ് വിച്ച് പ്രൊട്ടക്ട് നോൺ ഇൻഫെക്റ്റഡ് സെൽസ്. എക്സ് അഥവാ ബി ലിംഫോസൈറ്റ്സ് ഇന്റർഫെറോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അപ്പോൾ അത് ആൻസർ അല്ല. അടുത്തത് X produces a molecule that has 2 light chains and 4 heavy chains. നമുക്കറിയാം എക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ആരെ? ആൻറ്റിബോഡീസിനെ. ആ ആൻറ്റിബോഡീസിന് 2 ലൈറ്റ് ചെയിൻസ് ആണ്, 4 ഹെവി ചെയിൻസ് ആണോ? അല്ല, 2 ഹെവി ചെയിൻസും 2 ലൈറ്റ് ചെയിൻസും അല്ലേ ഉള്ളത്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റ്. ദെൻ ഇമ്മ്യൂൺ റെസ്പോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ എക്സ് ഈസ് കോൾഡ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂൺ റെസ്പോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈ അഥവാ ടി ലിംഫോസൈറ്റ്സിനെയാണ്. ടി ലിംഫോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ തരുന്ന ഇമ്മ്യൂൺ റെസ്പോൺസിനെയാണ് നമ്മൾ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. എക്സ് അഥവാ ബി ലിംഫോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണോ? അല്ല. ലാസ്റ്റ് വൺ, ഇമ്മ്യൂൺ റെസ്പോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ എക്സ് ഈസ് കോൾഡ് ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ്. ശരിയല്ലേ? എക്സ് എന്ന് പറയുന്നത് ബി ലിംഫോസൈറ്റ്സ് അല്ലേ? ബി ലിംഫോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമ്മ്യൂൺ റെസ്പോൺസിനെ നമ്മൾ ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് അഥവാ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് എന്നല്ലേ വിളിക്കുന്നത്. യെസ്, സോ കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ 4. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബാക്കുലോവൈറസസ് ഹാവ് നോ ഇഫക്റ്റ് ഓൺ നോൺ ടാർഗറ്റ് ഇൻസെക്ട്സ്. നമുക്കറിയാം ബാക്കുലോ വൈറസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബയോ പെസ്റ്റിസൈഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലേ? ബയോ പെസ്റ്റിസൈഡ്സ്. ബയോ പെസ്റ്റിസൈഡ്സ് ആയിട്ടാണ് അവരെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദേ ഹാവ് നോൺ ഇഫക്റ്റ് ഓൺ നോൺ ടാർഗറ്റ് ഇൻസെക്ട്സ് എന്നാണ് പറയുന്നത്. ശരിയല്ലേ? നമുക്കറിയാം ബാക്കുലോ വൈറസസ് എന്ന് പറയുന്നത് ദേ ആർ സ്പീഷ്യസ് സ്പെസിഫിക് അല്ലെങ്കിൽ നാരോ സ്പെക്ട്രം ബയോപെസ്റ്റിസൈഡ് അല്ലേ? ദാറ്റ് മീൻസ് ഇവർ ആരെ മാത്രമേ അറ്റാക്ക് ചെയ്യത്തുള്ളൂ? ആർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ബാക്കുലോ വൈറസസിനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്? ഇൻസെക്ട്സ് അല്ലെങ്കിൽ ആർത്രോപോഡ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് അല്ലേ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. സോ ഇവർ ആരെ മാത്രമേ അറ്റാക്ക് ചെയ്യത്തുള്ളൂ? ഇൻസെക്ട്സിനെ മാത്രമേ അറ്റാക്ക് ചെയ്യത്തുള്ളൂ. അവർ നാരോ സ്പെക്ട്രം അല്ലെങ്കിൽ സ്പീഷ്യസ് സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാരല്ലേ? അപ്പം ബാക്കുലോ വൈറസസ് ഹാവ് നോ ഇഫക്റ്റ് ഓൺ നോൺ ടാർഗറ്റ് ഇൻസെക്ട്. നോൺ ടാർഗറ്റ് ഇൻസെക്റ്റുകളെ അവരൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ലേ? യെസ്, കറക്റ്റ് ആണല്ലേ. ദെൻ അടുത്തത്, Trichoderma species are free-living fungi that are very common in root ecosystem. Correct അല്ലേ? Yes. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണല്ലേ? അപ്പോൾ ആൻസർ എന്താ വരിക? ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Given below are 2 statements. Statement 1,
On a logarithmic scale, the species area relationship is a straight line described by equation log s is equal to log c plus z log a. Correct statement ആണല്ലോ? Yes. Now statement 2. Alexander von Humboldt is a German naturalist who observed that within a region species richness increased with the increasing explored area but only up to a limit. Correct statement അല്ലേ? Yes. NCERT statements ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താ വരിക? Yes. Option 1 ആണ്. Both statement 1 and 2 are correct. Okay. Now, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. Identify the incorrect statements. Lower the taxon, less are the characteristic that the members within the taxon share. Okay. Taxon താഴേക്ക് ഇപ്പോൾ നമുക്ക് കിങ്ഡം ടു സ്പീഷീസ് വരുമ്പോഴത്തേക്കിനും ലോവർ ദി ടാക്സോൺ എന്ന് പറയുമ്പോഴത്തേക്കിനും കിങ്ഡം ടു സ്പീഷീസ് വരുന്ന കാര്യമാണല്ലോ അല്ലേ പറയുന്നത്. യെസ്. കിങ്ഡം ടു സ്പീഷീസ് വരുമ്പോഴത്തേക്കിനും ലെസ് ആർ ദി ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ദി മെമ്പേഴ്സ് വിതിൻ ദ ടാക്സോൺ ഷെയർ. ആണോ? കിങ്ഡത്തിൽ നിന്ന് സ്പീഷീസിലേക്ക് വരുമ്പോഴത്തേക്കിനും അല്ലെങ്കിൽ ടാക്സോണമിക്കൽ ഹൈറാർക്കിയിൽ നമ്മൾ താഴത്തേക്ക് വരുമ്പോഴത്തേക്കിനും സിമിലർ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യുക? സിമിലാരിറ്റി ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുവാണോ ഡിക്രീസ് ചെയ്യുവാണോ? ഇൻക്രീസ് ചെയ്യല്ലേ. സിമിലാരിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സിമിലാരിറ്റി ഇൻക്രീസ് ചെയ്യുവാണ്. ആസ് വി മൂവ് ഫ്രം കിങ്ഡം ടു സ്പീഷീസ് സിമിലാരിറ്റി ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഇൻക്രീസസ് ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ലോവർ ദി ടാക്സോൺ ലെസ് ആർ ദി ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ദി മെമ്പേഴ്സ് വിതിൻ ദ ടാക്സോൺ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവുമോ? ഇല്ല. മോർ ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ്. താഴേക്ക് വരുന്തോറും ഇൻഡിവിജ്വൽസ് തമ്മിൽ അല്ലെങ്കിൽ മെമ്പേഴ്സ് തമ്മിൽ ഷെയർ ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ എണ്ണം അല്ലെങ്കിൽ സിമിലാരിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ്. അടുത്തത് ഫാമിലി ഈസ് ദ അസംബ്ലേജ് ഓഫ് ഓർഡർ വിച്ച് എക്സിബിറ്റ് സിമിലർ ക്യാരക്ടേഴ്സ്. കറക്റ്റ് ആണോ ആ സ്റ്റേറ്റ്മെൻറ്റ്? നേരെ തിരിച്ചല്ലേ വരേണ്ടത്. ഓർഡർ ഈസ് ദ അസംബ്ലേജ് ഓഫ് ഫാമിലി, ഇങ്ങനെയല്ലേ വരേണ്ടത്. സോ രണ്ടാമത്തത് തെറ്റ്. മൂന്നാമത്തത് ഓർഡർ കാർണിവോറ ഇൻക്ലൂഡ്സ് ഫാമിലി ലൈക്ക് ഫെലിഡേ ആൻഡ് കെനഡേ. കറക്റ്റ് അല്ലേ? ദെൻ ബൈനോമിയൽ നോമൻക്ലേച്ചർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കാർലസ് ലിനേയസ്. കറക്റ്റ് അല്ലേ? ദെൻ ക്ലാസ് മമേലിയ ഇൻക്ലൂഡ്സ് ഓർഡർ ലൈക്ക് കാർണിവോറ ആൻഡ് പ്രൈമേറ്റ. കറക്റ്റ് അല്ലേ? ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൻ ബിലോ എന്നാണ് പറഞ്ഞേക്കുന്നത്. 3, 4, 5 മാത്രമല്ലേ കറക്റ്റ് ആയിട്ടുള്ളൂ. യെസ്. ആൻസർ വരിക ഈസ് ഓപ്ഷൻ 2. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? യെസ്. ആൻസർ ഇസ് ഓപ്ഷൻ 2. ഓപ്ഷൻ 2 അല്ലേ ആൻസർ വരുന്നത്? ഓ, കറക്റ്റ് ആൻസർ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അല്ലേ? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ചൂസ് ചെയ്യാനാണ്. ഓക്കെ, ഫൈൻ. ഐഡൻറ്റിഫൈ ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ചൂസ് ദി കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ. അപ്പോൾ ആൻസർ എന്താ വരുന്നത്? 1ഉം 2ഉം അല്ലേ തെറ്റായിട്ട് വരുന്നത്. സോ ആൻസർ വരിക ഈസ് ഓപ്ഷൻ 1. Okay, option 1 ആണ് കേട്ടോ ആൻസർ. ഓക്കെ. Now, next question. Which of the following statements are the characteristic features of phylum Platyhelminthes? Okay. The members of this phylum are primarily endoparasites and are commonly found in various animals including humans. Correct അല്ലേ? Yes, correct statement ആണല്ലേ. Then, flatworms എന്ന് വെച്ച് കഴിഞ്ഞാൽ Platyhelminthesലെ members ആണല്ലേ. Are bilaterally symmetrical, correct. ട്രിപ്ലോബ്ലാസ്റ്റിക് സീലോമേറ്റ് ആനിമൽസ്. പ്ലാറ്റിഹെൽമിന്തസ് സീലോമേറ്റ്സ് ആണോ? അല്ല. അവരെന്താണ്? സീലോമേറ്റ്സ് ആണ് കേട്ടോ. സീലോമേറ്റ്സ് ആണ്. വിത്ത് ടിഷ്യൂ ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. ആണോ? അല്ല. വിത്ത് ഓർഗൻ അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. അവർക്ക് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണോ ഉള്ളത്? അല്ല. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തെറ്റ്. ഓക്കെ. ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. പക്ഷെങ്കിൽ അവർ സീലോമേറ്റ്സ് ആണോ? അല്ല. അവർ സീലോമേറ്റ്സ് ആണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ. പാരസിറ്റിക് മെമ്പേഴ്സ് ഓഫ് ദിസ് ഫൈലം ഹാവ് ടെൻഡക്കിൾസ് ടു അബ്സോർബ് ദി ന്യൂട്രിയൻസ് ഫ്രം ദി ഹോസ്റ്റ്. ഹോസ്റ്റിൽ നിന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടി അവർക്ക് ടെൻഡക്കിൾസ് ആണോ ഉള്ളത്? അല്ല. ഹോസ്റ്റിൽ നിന്ന് അവർ നറിഷ്മെൻറ്റ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ഡിറൈവ് ചെയ്യുന്നത് അവരുടെ ബോഡി സർഫസ് വഴിയാണ്. സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് ന്യൂട്രിയൻസ് അവർ അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ. ടെൻഡക്കിൾസ് വെച്ചിട്ടാണോ? അല്ല. ഓക്കെ. സോ ഇത് തെറ്റ്. അടുത്തത്. ഇൻ ദ മെമ്പേഴ്സ് ഓഫ് ദിസ് ഫൈലം ദ സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്. കറക്റ്റ് ആണോ? യെസ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. പ്ലാറ്റിഹെൽമിന്തസിലെ മെമ്പേഴ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചേക്കുന്നത്? ദേ ആർ ഹെർമാഫ്രോഡൈറ്റ്സ് എന്നല്ലേ പഠിച്ചേക്കുന്നത്. അവരുടെ സെക്സസ് സെപ്പറേറ്റ് അല്ല, അവർ മൊണീഷ്യസ് ആണ്. ഓക്കെ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ. സം മെമ്പേഴ്സ് ലൈക്ക് പ്ലാനേറിയ പോസസ് ഹൈ റീജനറേഷൻ കപ്പാസിറ്റി. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്നല്ലേ ചോദിച്ചേക്കുന്നത്? ഏതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്? 1,
2 തെറ്റാണ്, 1 കറക്റ്റ്, 2 തെറ്റ്, 3 തെറ്റ്, 4 കറക്റ്റ് ആണ്, 5 കറക്റ്റ് ആണ്. ആൻസർ വരിക 1, 4 and 5 എന്നുള്ളതാണ്. 1, 4 and 5. ആൻസർ ഇസ് ഓപ്ഷൻ 2. 1, 4 and 5. യെസ്, ആൻസർ ഈസ് ഓപ്ഷൻ 2. Now, next question. Vital capacity, if vital capacity is 4,000, vital capacity is 4,000. Okay. And residual volume is 1,200. Find the total lung capacity. കുറച്ച് മുന്നേ നമ്മൾ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തായിരുന്നല്ലോ. TLC is equal to VC plus RV എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 4,000 plus 1,200 ചെയ്താൽ പോരെ. That is equal to എത്ര വരും? 5,200 അല്ലേ? 5,200 അല്ലേ? ആൻസർ വരിക ഈസ് ഓപ്ഷൻ 2. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Identify the correct statement about semilunar valves. Semilunar valvuകൾ അറിയാലോ. വെൻട്രിക്കിൾസിൻ്റെ അല്ലെങ്കിൽ വെൻട്രിക്കിൾസും പൾമണറി ആർട്ടറിയും അല്ലെങ്കിൽ വെൻട്രിക്കിൾസും അയോട്ടയും ഇവരുടെ മൗത്തിൽ കാണപ്പെടുന്ന അയോട്ട അതുപോലെ തന്നെ പൾമണറി ആർട്ടറിയുടെ മൗത്തിൽ കാണപ്പെടുന്ന വാൽവുകളെയാണ് നമ്മൾ സെമിലൂണാർ വാൽവുകൾ എന്ന് വിളിക്കുന്നത്. ആൻഡ് ദ സെമിലൂണാർ വാൽവ് വിച്ച് ഈസ് പ്രസന്റ് അറ്റ് ദി മൗത്ത് ഓഫ് പൾമണറി ആർട്ടറി ഈസ് വാട്ട് വി കോൾ ആസ് പൾമണറി വാൽവ് ആൻഡ് ദ സെമിലൂണാർ വാൽവ് വിച്ച് ഈസ് പ്രസന്റ് അറ്റ് ദി മൗത്ത് ഓഫ് അയോട്ട ഈസ് വാട്ട് വി കോൾ ആസ് അയോട്ടിക് വാൽവ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞേക്കുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് സെമിലൂണാർ വാൽവ് കണ്ടുപിടിക്കാനായിട്ടാണ്. ഇറ്റ് പ്രിവെൻറ്റ്സ് ദി ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് ഫ്രം ലെഫ്റ്റ് വെൻട്രിക്കിൾ ടു ലെഫ്റ്റ് ഏട്രിയം. ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡിനെ പ്രിവെൻറ്റ് ചെയ്യാനാണ് വാൽവുകളുള്ളത്. പക്ഷേങ്കിൽ സെമിലൂണാർ വാൽവുകൾ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയം അല്ലെങ്കിൽ വെൻട്രിക്കിളിൽ നിന്ന് ഏട്രിയത്തിലേക്കുള്ള ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡിനെയാണോ പ്രിവെൻറ്റ് ചെയ്യുന്നത്? അല്ല, സെമിലൂണാർ വാൽവുകൾ പൾമണറി ആർട്ടറി അല്ലെങ്കിൽ അയോട്ടയിൽ നിന്ന് വെൻട്രിക്കിൾസിലേക്കുള്ള ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡിനെയാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് വെൻട്രിക്കിൾസിൽ നിന്ന് ഏട്രിയയിലേക്കുള്ളതിനെയാണോ? അല്ല, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയയിലേക്കുള്ള ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് ആരാണ്? AV വാൽവുകളാണ്. ഏത് AV വാൽവുകളാണ്? ലെഫ്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത് കൊണ്ട് ബൈക്കസ്പിഡ് വാൽവുകളാണ്. അപ്പം ഇത് തെറ്റാണ്. അടുത്തത്, ഇറ്റ് പ്രിവെൻറ്റ് ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് ഫ്രം വെൻട്രിക്കിൾസ് ടു അയോട്ട. വെൻട്രിക്കിൾസിൽ നിന്ന് അയോട്ടയിലേക്കുള്ള ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവുമോ? ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് ഫ്രം അയോട്ട ടു വെൻട്രിക്കിൾസ് എന്നായിരുന്നെങ്കിൽ കറക്റ്റ് ആയേനെ. അയോട്ട ടു വെൻട്രിക്കിൾസ് ആയിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നേനെ. വെൻട്രിക്കിൾസിൽ നിന്ന് അയോട്ടയിലേക്ക് ബാക്ക് ഫ്ലോ ചെയ്യുന്നതിനെയാണോ പ്രിവെൻറ്റ് ചെയ്യുന്നത്? അല്ല, അയോട്ടയിൽ നിന്ന് വെൻട്രിക്കിൾസിലേക്കുള്ള ബാക്ക് ഫ്ലോനെയല്ലേ പ്രിവെൻറ്റ് ചെയ്യുന്നത്. സോ രണ്ടാമത്തത് തെറ്റ്. മൂന്നാമത്തത്, ഇറ്റ് പ്രിവെൻറ്റ്സ് ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് ബാക്ക് ഫ്ലോ ഫ്രം പൾമണറി ആർട്ടറി ടു ദി റൈറ്റ് വെൻട്രിക്കിൾ. കറക്റ്റ് അല്ലേ? പൾമണറി ആർട്ടറിയിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡിനെ ബാക്ക് ഫ്ലോ ചെയ്യാതിരിക്കാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സെമിലൂണാർ വാൽവ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഏത് സെമിലൂണാർ വാൽവ് ഇതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? പൾമണറി വാൽവ് ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അയോട്ടിക് വാൽവ് എന്താ ചെയ്യുന്നത്? അയോട്ടിക് വാൽവ് പ്രിവെൻറ്റ്സ് ദി ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് ഫ്രം അയോട്ട ടു ദി വെൻട്രിക്കിൾസ്. അയോട്ടയിൽ നിന്ന് വെൻട്രിക്കിൾസിലേക്കുള്ള ബാക്ക് ഫ്ലോനെ പ്രിവെൻറ്റ് ചെയ്യുന്ന സെമിലൂണാർ വാൽവുകളാണ് ഏത്? അയോട്ടിക് വാൽവുകൾ. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, ഇറ്റ് റെഗുലേറ്റ് ദി യൂണിഡയറക്ഷണൽ ഫ്ലോ ഓഫ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഓൺലി. ശരിയാണ്, വാൽവുകൾ യൂണിഡയറക്ഷണൽ ഫ്ലോ ഓഫ് ബ്ലഡിനെ എൻഷുർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഓക്സിജനേറ്റഡ് ബ്ലഡിൻ്റെ മാത്രമാണോ? അല്ല, ഡീഓക്സിജനേറ്റഡ് ബ്ലഡിൻ്റെയും യൂണിഡയറക്ഷണൽ ഫ്ലോയെ എന്ത് ചെയ്യുന്നുണ്ട്? അവർ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഓൺലി എന്ന് പറഞ്ഞതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റും റോങ് ആണ്. ആൻസർ വരുന്നത് ഈസ് ഓപ്ഷൻ 3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മെഡുലറി സോൺ ഓഫ് കിഡ്നി which one of the following statements is incorrect എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദ മെഡുലറി സോൺ ഓഫ് കിഡ്നി ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഫ്യൂ കോണിക്കൽ മാസസ് കോൾഡ് മെഡുലറി പിരമിഡ്സ് പ്രൊജക്റ്റിംഗ് ഇൻറ്റു ദ കാലിസസ്. കറക്റ്റ് അല്ലേ? കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ അത്? യെസ്. ദെൻ ഇൻസൈഡ് ദ കിഡ്നി ദ കോർട്ടിക്കൽ റീജിയൻ എക്സ്റ്റെൻസ് ഇൻ ബിറ്റ്വീൻ ദ മെഡുലറി പിരമിഡ്സ് ആസ് റീനൽ പെൽവിസ് ആണോ? അല്ല, എന്താണ്? റീനൽ കോളംസ് അല്ലെങ്കിൽ കോളംസ് ഓഫ് ബെർട്ടിനി എന്നല്ലേ നമ്മൾ പറയുന്നത്? കോളംസ് ഓഫ് ബെർട്ടിനി ആണല്ലേ. സോ രണ്ടാമത്തത് തെറ്റ് അല്ലേ? എക്സ്റ്റൻഷൻ ഓഫ് കോർട്ടെക്സ് ബിറ്റ്വീൻ ദ മെഡുലറി പിരമിഡ്സ് അതിനെയാണ് നമ്മൾ കോളംസ് ഓഫ് ബെർട്ടിനി അല്ലെങ്കിൽ റീനൽ കോളം എന്ന് വിളിക്കുന്നത്. റീനൽ പെൽവിസ് എന്നാണോ അതിനെ വിളിക്കുന്നത്? അല്ല, രണ്ടാമത്തത് തെറ്റ്. മൂന്നാമത്തത്, ഗ്ലോമറുലസ് അലോങ് വിത്ത് ദ ബോമൻസ് ക്യാപ്സ്യൂൾ ഈസ് കോൾഡ് ദി റീനൽ കോർപ്പസൽ. കറക്റ്റ് അല്ലേ? ദെൻ റീനൽ കോർപ്പസൽ, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, distal convoluted tubule of the nephron are situated in the cortical region of the kidney. Correct അല്ലേ? യെസ്. അതേസമയം ഹെൻലീസ് ലൂപ്പും അതുപോലെ തന്നെ കളക്ടിംഗ് ഡക്റ്റും എങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട്? മെഡുലയിലേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. സോ നാലാമത്തതും കറക്റ്റ് ആണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ചെയ്യാനാണ്. ഏതാണ് ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ 2 അല്ലേ ഇൻകറക്റ്റ്? യെസ്, ഓപ്ഷൻ 2 ആണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് സ്കെലിറ്റൽ മസിൽ? ഒന്നാമത്തത്, മസിൽ ബണ്ടിൽസ് ആർ ഹെൽഡ് ടുഗദർ ബൈ കൊളാജിനസ് കണക്റ്റീവ് ടിഷ്യൂ ലെയർ കോൾഡ് ഫസിക്കിൾ.
മസിൽ ബണ്ടിൽസിനെ വിളിക്കുന്ന മറ്റു പേരാണ് ഫസിക്കിൾ എന്ന് പറയുന്നത്. ഈ ഫസിക്കിൾസിനെ അല്ലെങ്കിൽ മസിൽ ബണ്ടിൽസിനെ എല്ലാം കൂടെ ടുഗദർ പിടിച്ചു നിർത്തുന്ന ആ കൊളാജിനസ് ആയിട്ടുള്ള ആ ഒരു കണക്റ്റീവ് ടിഷ്യൂ ലെയറിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? ഫസിക്കിൾ എന്നാണോ വിളിക്കുന്നത്? അല്ല, നമ്മൾ എന്താ വിളിക്കുന്നത്? ഫഷ്യ എന്നാണല്ലേ വിളിക്കുന്നത്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ്. രണ്ടാമത്തത്, സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ഓഫ് മസിൽ ഫൈബർ ഈസ് എ സ്റ്റോർ ഹൗസ് ഓഫ് കാൽഷ്യം അയോൺസ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? യെസ്. ദെൻ striated appearance of skeletal muscle fiber is due to the distribution pattern of actin and myosin proteins. Correct alle? Yes. Then M line is considered as functional unit of contraction. Ano? Alla. Sarcomere is considered as the functional unit of contraction, and this sarcomere is present between two adjacent EZ lines. Okay. So idu തെറ്റാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് സെലക്ട് ചെയ്യാനല്ലേ? ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് വരുന്നത്? ബിയും സിയും മാത്രമല്ലേ ഉള്ളൂ? യെസ്, ആൻസർ വരിക അപ്പോൾ ബിയും സിയും ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ്. അപ്പം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഈ ഒരു സമയത്ത് നല്ലതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നറിയാം. ഒരു മാസം കൂടെ ഉള്ളൂ നീറ്റിന്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ കൊണ്ട് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ എല്ലാ ഓൾ യൂണിറ്റ് ടോപ്പിക്സും നിങ്ങൾക്കൊന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ടീച്ചർ വെയിറ്റിംഗ് ആണ്. താങ്ക് യു. Good morning, my dear students. This is Vismaya Shabu, Chemistry Faculty, Brilliant Study Center, Pala. In April 2nd, we have a പ്രത്യേകത. ഇനി ഒരു 1 month ആണ് നമ്മുടെ നീറ്റ് എക്സാമിനുള്ളത്. അതായത് നിങ്ങളുടെ മുമ്പിൽ ഇനി 1 month കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഇനിയും ടൈം ഉണ്ട്. സോ പ്രിപ്പയർ വെൽ, ബി കോൺഫിഡൻറ്റ്, ട്രൈ യുവർ ബെസ്റ്റ് ആൻഡ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നമുക്കിന്ന് കുറച്ച് കെമിസ്ട്രി ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നീറ്റിന് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കുറച്ച് കെമിസ്ട്രി ക്വസ്റ്റ്യൻസ്. അത് കെമിസ്ട്രി ആകുമ്പോൾ നമുക്ക് പൊതുവേ അത്യാവശ്യം എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഫുൾ മാർക്ക് വേണമെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് കെമിസ്ട്രി. അപ്പോൾ കെമിസ്ട്രിയിൽ നമുക്ക് നീറ്റിന് സാധ്യതയുള്ള ടൈപ്പ് കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറച്ച് ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള കുറച്ചൊരു സെക്ഷൻസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. Question number 1. 20 gram of magnesium carbonate sample decomposes on heating to give carbon dioxide and 8 gram magnesium oxide. What will be the percentage purity of magnesium carbonate in the sample? അതായത് നമ്മൾ ബേസിക് കൺസെപ്റ്റ്സ് എന്നുള്ള ചാപ്റ്ററിലെ വെരി ഫസ്റ്റ് കെമിസ്ട്രി ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റോഷിയോമെട്രിക് റേഷ്യോസിനെ ബേസ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റോഷിയോമെട്രിക് റേഷ്യോനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ നമ്മൾ ചെയ്തു വരുന്ന എല്ലാ കാൽക്കുലേഷൻ തെറ്റിപ്പോവും. അത് കാരണം എപ്പോഴും ശ്രദ്ധിക്കണം, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യണം. പിന്നെ സ്റ്റോഷിയോമെട്രിക് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിയാക്റ്റൻറ്റിൻ്റെ കറക്റ്റായിട്ടുള്ള വാല്യൂസിൽ നിന്ന്, അതായത് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നമ്പർ ഓഫ് മോൾസിൽ പറയാം, മാസിൽ പറയാം, വോളിയത്തിൽ പറയാം, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുമാത്രം പ്രൊഡക്റ്റ്, അതും ഇതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേംസുകളിൽ പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ടുള്ള സ്റ്റോഷിയോമെട്രിക് റേഷ്യോ വെച്ചിട്ട് നമുക്ക് റിയാക്റ്റൻറ്റിനെ ബേസ് ചെയ്തിട്ട് പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ട് റിയാക്റ്റൻറ്റിനെയോ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് സ്റ്റോഷിയോമെട്രിക് റിലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോഷിയോമെട്രിക് റിലേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 2 റിയാക്റ്റൻ്റ് ഉണ്ടെന്ന് വിചാരിക്കും. ആ 2 റിയാക്റ്റൻറ്റിൻ്റെയും ഡാറ്റ ഒരുപോലെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്നുള്ളൊരു കാര്യം ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി അഥവാ 2 റിയാക്റ്റൻ്റ് ഉണ്ട്, ഒരെണ്ണത്തിൻ്റെ ഡാറ്റയെ തന്നിട്ടുള്ളൂ, അപ്പോൾ പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ആ തന്നിരിക്കുന്ന ഡാറ്റേനെ ബേസ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലിമിറ്റിംഗ് റിയേജൻറ്റ് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ നമുക്ക് പ്യൂരിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം കാർബണേറ്റിൻ്റെ ഡീകമ്പോസിഷൻ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മഗ്നീഷ്യം കാർബണേറ്റിൻ്റെ ഡീകമ്പോസിഷൻ ഒന്ന് ചെയ്തു വെക്കാം. MgCO3 ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ മഗ്നീഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമാണ് നമുക്ക് കിട്ടുന്നത്. ശരിയല്ലേ? ഇത് ഓൾറെഡി ബാലൻസ്ഡ് ആണ്. ഇങ്ങനെ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ നമുക്ക് ശരിക്കുമുള്ള സ്റ്റോഷിയോമെട്രിക് റേഷ്യോ ആദ്യം തന്നെ കണ്ടുപിടിച്ച് വയ്ക്കാം. മഗ്നീഷ്യം കാർബണേറ്റിൻ്റെ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. മഗ്നീഷ്യം 24 ആണ്, കാർബൺ 12 ആണ്, അതുപോലെ തന്നെ ഓക്സിജൻ 16 ആണ്. അപ്പോൾ അതിൻ്റെ എല്ലാ വാല്യൂവും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ മോളാർ മാസ് 84 ആണ് വരുന്നത്. 84 ഗ്രാം മഗ്നീഷ്യം കാർബണേറ്റ് നോർമൽ വേയിൽ ഡീകമ്പോസ് ചെയ്യുകയാണെങ്കിൽ, അതായത് 100% പ്യൂരിറ്റി ഉണ്ടെങ്കിൽ നമുക്കിവിടെ മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ മാസ് എത്രയായിരിക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഒരു മഗ്നീഷ്യം ഓക്സൈഡാണ് കിട്ടുന്നത്. 24 + 16, അതായത് 40 ഗ്രാമാണ് ശരിക്കും കിട്ടേണ്ടത്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന വാല്യൂ എത്രയാണെന്ന് നോക്കിക്കേ, 20 ഗ്രാമാണ്. 20 ഗ്രാമിന് എത്ര കിട്ടും എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഈ വാല്യൂ എന്ന് പറയുന്നത് 100% പ്യൂരിറ്റി ഉണ്ടെങ്കിൽ കിട്ടേണ്ട വാല്യൂ ആണ്. അപ്പോൾ 100% പ്യൂരിറ്റിയിൽ കിട്ടേണ്ട വാല്യൂ എന്ന് പറയുന്നതാണ് ഒറിജിനൽ വാല്യൂ. പക്ഷെ നമുക്കവിടെ ഇംപ്യൂർ സാമ്പിൾ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ 8 ഗ്രാം എന്ന് തന്നിട്ടുണ്ട്. അത് ഇംപ്യൂർ സാമ്പിൾ ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ക്വാണ്ടിറ്റി സബ്സ്റ്റൻസ് നമുക്ക് കിട്ടില്ല, പ്രൊഡക്റ്റ് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഒബ്സർവ് ചെയ്തിട്ടുള്ള വാല്യൂ ഡിവൈഡഡ് ബൈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത വാല്യൂ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ പ്യൂരിറ്റി ആയി, പ്യൂരിറ്റി ആയി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ 20 ഗ്രാമിന് 100% പ്യൂരിറ്റി ഉണ്ടെങ്കിൽ എത്ര കിട്ടുമെന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഇത് നോർമലായിട്ടുള്ള സിമ്പിൾ മാത്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് എടുക്കാനുള്ളതേ ഉള്ളൂ. ബട്ട് 84 ഗ്രാം മഗ്നീഷ്യം കാർബണേറ്റിന് ശരിക്കും കിട്ടേണ്ടത് എത്രയാണ്? 40 ഗ്രാം അല്ലേ? അപ്പോൾ നമ്മൾ 40 ഗ്രാം എന്ന് എഴുതി വെച്ചു. എങ്കിൽ 20 ഗ്രാമിന് എത്ര കിട്ടും അതറിയാത്തതുകൊണ്ട് ഞാൻ അവിടെ എക്സ് എന്നിട്ടു. ഇനി എക്സ് ഇസിക്കൽ ടു 20 × 40/84. നമ്മളിത് സോൾവ് ചെയ്തെടുക്കുക. ഇത് സോൾവ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ 9.52 എന്നാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു 100% പ്യൂരിറ്റി ഉള്ള ഒരു സാമ്പിൾ ആണെങ്കിൽ 9.52 ആണ് കിട്ടേണ്ടത്. പക്ഷെ നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളൂ? നമുക്ക് ആകെ 8 ഗ്രാമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇംപ്യൂർ സാമ്പിൾ ആണെന്ന് മനസ്സിലായി. അപ്പോൾ പെർസെൻറ്റേജ് പ്യൂരിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പെർസെൻറ്റേജ് പ്യൂരിറ്റി is equal to observed value divided by calculated value into 100. അതായത് ഒബ്സർവ് ചെയ്ത വാല്യൂ ആകെ 8 ഉള്ളൂ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത വാല്യൂ 9.52 ഗ്രാം ഉണ്ട് ഇൻറ്റു 100. ഇത് സോൾവ് ചെയ്തെടുത്താൽ നമ്മുടെ ആൻസറായി. അപ്പോൾ നമുക്ക്
ഒരു പ്യൂരിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ സ്റ്റോഷിയോമെട്രിക് റേഷ്യോ പ്രകാരം ശരിക്കും എത്ര കിട്ടുന്നു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. എന്നിട്ട് ക്വസ്റ്റ്യനകത്തിരിക്കുക തന്നിരിക്കുന്ന വാല്യൂ ആണ് ഒബ്സർവ്ഡ് വാല്യൂ. ഒബ്സർവ്ഡ് വാല്യൂ ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റഡ് വാല്യൂ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് പ്യൂരിറ്റി ആയി. നമ്മളിത് സോൾവ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ആൻസർ 84% എന്ന് വരും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2, 84. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ബേസിക് കൺസെപ്റ്റ്സിൽ ഇതുപോലത്തെ സ്റ്റോഷിയോമെട്രി റിലേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണെങ്കിൽ ഒരു റിയാക്റ്റൻറ്റിൻ്റെ കാര്യമേ മെൻഷൻ ചെയ്തിട്ടുള്ളെങ്കിൽ ഡയറക്റ്റ് കാൽക്കുലേഷൻ ചെയ്യുക. 2 റിയാക്റ്റൻ്റെ ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡാറ്റ നമുക്ക് അറിയില്ല എന്ന് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്തിട്ട് കണ്ടുപിടിക്കുക ലിമിറ്റിംഗ് റിയേജൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ലിമിറ്റിംഗ് റിയേജൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് പ്രൊഡക്റ്റിൻ്റെ കാൽക്കുലേഷൻ പാർട്ട് ചെയ്യുക. പ്യൂരിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണെങ്കിൽ നമുക്ക് ശരിക്കും എത്ര കിട്ടേണ്ടതായിരുന്നു എന്ന് സ്റ്റോഷിയോമെട്രിക് റിലേഷൻ പ്രകാരം നമ്മൾ കണ്ടുപിടിച്ചെടുക്കും. എന്നിട്ട് ഒബ്സർവ്ഡ് വാല്യൂ ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റഡ് വാല്യൂ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർസെൻറ്റേജ് പ്യൂരിറ്റി കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, വരാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, സോ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. എ മിക്സ്ചർ ഓഫ് 2.3 gram ഫോമിക് ആസിഡ് ആൻഡ് 4.5 gram ഓക്സാലിക് ആസിഡ്. നമ്മുടെ കയ്യിലുള്ളത് 2.3 gram ഫോമിക് ആസിഡും 4.5 gram ഓക്സാലിക് ആസിഡും ആണ്. ഇസ് ട്രീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് H2SO4. അപ്പോൾ രണ്ടും റിയാക്ട് ചെയ്യും. കോൺസെൻട്രേറ്റഡ് H2SO4 എന്ന് പറഞ്ഞാൽ ഒരു ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റ് ആണ്. അപ്പോൾ ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ ആണ് അവിടെ നടക്കുക, റിമൂവൽ ഓഫ് വാട്ടർ. ഇനി ദ ഇവോൾഡ് ഗേഷ്യസ് മിക്സ്ചർ ഈസ് പാസ്ഡ് ത്രൂ KOH pellets. KOHൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ സെലക്റ്റീവ്ലി അബ്സോർബ് ചെയ്യുന്ന ഒരു റിയേജൻ്റ് ആണ് KOH. ഓക്കെ, അപ്പോൾ KOH അതിലത്തെ ഗേഷ്യസ് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യും. ഇനി വെയ്റ്റ് ഇൻ ഗ്രാം ഓഫ് ദി റിമൈനിങ് പ്രൊഡക്റ്റ് അറ്റ് STP വിൽ ബി. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ CO2 ഒക്കെ പോയി കഴിഞ്ഞിട്ട് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അതിൻ്റെ മാസാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതൊരു പ്രീവിയസ് നീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ആൻസർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ 2.3 gram ഫോമിക് ആസിഡ് എന്ന് തന്നിട്ടുണ്ട്. ഫോമിക് ആസിഡ് ഈസ് HCOOH ആണ്. HCOOH കോൺസെൻട്രേറ്റഡ് H2SO4 വെച്ചിട്ട് ട്രീറ്റ് ചെയ്താൽ അതിൽ നിന്ന് ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോകും. അപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് 2.3 gram ആണ്. ഓക്കെ, 2.3 gram ഫോമിക് ആസിഡാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് കോൺസെൻട്രേറ്റഡ് H2SO4 വെച്ച് ട്രീറ്റ് ചെയ്യുകയാണ്. ഇതിന് നമുക്കൊരു H2Oനെ റിമൂവ് ചെയ്യാം. ഒരു H2O റിമൂവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു Hഉം ഇവിടുന്ന് ഒരു Hഉം ഒരു Oയും കൂടെ പോയി കഴിഞ്ഞാൽ ബാലൻസ് ഒരു കാർബൺ മോണോക്സൈഡാണ് വരുന്നത്. അപ്പോൾ ഒരു CO ആണ് ഇവിടെ എലിമിനേറ്റ് ചെയ്യുന്ന ഗ്യാസ്. അപ്പോൾ വാട്ടർ വിൽ ബി ഇൻ ലിക്വിഡ് ഫോം, CO വിൽ ബി ദ ഗേഷ്യസ് പ്രോഡക്റ്റ്. അപ്പോൾ 2.3, അതായത് ഇപ്പോൾ നമുക്ക് 1 mol ഉണ്ടെങ്കിൽ ഇവിടെ 1 mol ഈച്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഈ 2.3 gram എന്ന് പറയുന്നത് എത്ര മോൾസ് ആണ് നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് HCOOH ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. ദിസ് ഇസ് ഇക്വൽ ടു മാസ് ബൈ മോളാർ മാസ്. മാസ് എന്ന് പറയുന്നത് 2.3 ആണ്. മോളാർ മാസ് എന്ന് പറയുന്നത് 46 ആണ് വരുന്നത്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ 46 ആണ് വരുന്നത്. 46. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് വരുന്നത് 0.05 gram ആണ്. സോറി, മോൾസ് ആണ്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും കിട്ടേണ്ട CO എത്രയാ? 0.05 ആണ്. ഇത് ലിക്വിഡാണ്, ഇത് ഗ്യാസ് ആണ്. അപ്പോൾ 0.05 gram മോൾസ് CO ഗ്യാസ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി ഇതേപോലെ നമുക്ക് ഒരെണ്ണം കൂടിയുണ്ട്, 4.5 gram ഓക്സാലിക് ആസിഡ് കൂടിയുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ നമുക്ക് ഓക്സാലിക് ആസിഡിൻ്റെ ഫോമുല എഴുതിയിട്ട് അതിൽ നിന്ന് ഏതൊക്കെ ഗ്യാസാണ് വരുന്നതെന്ന് നോക്കാം. ഇതിന് കോൺസെൻട്രേറ്റഡ് H2SO4 വെച്ച് ട്രീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു H2Oനെ അങ്ങ് കളയാം. ഒരു H2O കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു H, ഇവിടെ ഒരു OH കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു CO2 ബാലൻസ് ഉണ്ട്, ഒരു COയും ബാലൻസ് ഉണ്ട്. അപ്പോൾ CO2 പ്ലസ് CO ആണ് ഉണ്ടാവുന്നത്. ഇവിടെ അത് ഇത് ലിക്വിഡാണ്, ഇത് ഗ്യാസ്, ഇത് ഗ്യാസ്. ഓക്കെ അല്ലേ? ഇനി ഇതിനകത്തുനിന്ന് നമുക്ക്
1 മോൾ ഓക്സാലിക് ആസിഡ് ആണെങ്കിൽ 1 മോൾ വാട്ടർ 1 മോൾ CO2 1 മോൾ CO ആണ് ഉണ്ടാവേണ്ടത്. നമ്മുടെ കയ്യിലുള്ളത് 4.5 ഗ്രാം ഓക്സാലിക് ആസിഡാണ്. അപ്പോൾ 4.5 ഗ്രാം എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് മോൾസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സാലിക് ആസിഡ് ഇസ് ഇക്വൽ ടു 45 ഡിവൈഡഡ് ബൈ ഓക്സാലിക് ആസിഡിൻ്റെ മോളാർ മാസ് വരുന്നത് 90 ഗ്രാം ആണ്. അപ്പോൾ 4.5 ഡിവൈഡഡ് ബൈ 90 ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 0.05 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് 0.05 മോൾസ് ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത് 0.05 CO2ഉം 0.05 CO ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ടോട്ടൽ ഉള്ള ഗ്യാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേഷ്യസ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 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 അല്ലേ. അപ്പോൾ CO 2 പ്രാവശ്യം വരുന്നുണ്ട്. അത് 0.05 പ്ലസ് 0.05 അതായത് 0.1 ഉണ്ട്. 0.1 മോൾ കാർബൺ മോണോക്സൈഡും 0.05 മോൾസ് CO2 ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി ഈ ഗേഷ്യസ് മിക്സറിനെ KOH കൂടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ CO2 കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്ത് പോകും. അപ്പോൾ നമ്മുടെ കയ്യിൽ ആകെ ബാലൻസ് ഉള്ളത് എന്ത് മാത്രമേ ഉള്ളൂ? കാർബൺ മോണോക്സൈഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗ്യാസ് റിമൈനിങ് എന്ന് പറയുന്നത് 0.1 മോൾ കാർബൺ മോണോക്സൈഡ് മാത്രം. ഇതിൻ്റെ മാസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്താൽ മതി. ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡിൻ്റെ മാസ് എത്ര വരുന്നുണ്ട്? 16 + 12 അല്ലേ. അപ്പോൾ 16 + 12 എന്ന് പറഞ്ഞാൽ 28 ഗ്രാമാണ്. അപ്പോൾ 1 മോളിന് 28 ഗ്രാം. അപ്പോൾ 0.1 മോളിന് 2.8 ഗ്രാം. അപ്പോൾ ഇവിടെ ഓപ്ഷനകത്തുനിന്ന് ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ, 2.8 ഗ്രാം. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്കിവിടെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺസെൻട്രേറ്റഡ് H2SO4 വിത്ത് കാർബോക്സിലിക് ആസിഡ് എന്താ റിയാക്ഷൻ നമുക്ക് അറിയണം. കോൺസെൻട്രേറ്റഡ് H2SO4 എന്ന് പറഞ്ഞാൽ ഒരു ആസിഡുമാണ്, ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റുമാണ് അല്ലേ. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എടുത്തിരിക്കുന്ന ഫോമിക് ആസിഡും ഓക്സാലിക് ആസിഡുമാണ്. അപ്പോൾ പിന്നെ അതിനകത്ത് ആസിഡ് ബിഹേവിയർ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ കാണിക്കാൻ പറ്റുന്ന ബിഹേവിയർ എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ ആണ്. അപ്പോൾ ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു ഫോർമുല യൂണിറ്റിൽ നിന്ന് ഒരു H2Oനെ റിമൂവ് ചെയ്യുക, എന്നിട്ട് ബാലൻസ് എന്താണെന്ന് വെച്ചാൽ അതങ്ങോട്ട് എഴുതുക. അപ്പോൾ ഇവിടെ HCOH നിന്ന് നമുക്ക് കിട്ടുന്നത് H2O ആൻഡ് CO, ഓക്സാലിക് ആസിഡിൽ നിന്ന് കിട്ടുന്നത് H2O CO ആൻഡ് CO2. അത് ബാലൻസ്ഡ് ആണോ എന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ബാലൻസ്ഡ് വെച്ചിട്ട് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ഓരോ ഇതിൻ്റെയും നമ്പർ ഓഫ് മോൾസ് ഓഫ് ആസിഡ് കണ്ടുപിടിച്ചു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗേഷ്യസ് പ്രോഡക്റ്റ് എന്തൊക്കെ ഫോം ചെയ്തു നോക്കി. അതിൽ നിന്ന് KOH CO2നെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ഉള്ള എന്താ ഗ്യാസ് നോക്കി. അത് 0.1 മോൾ CO ഗ്യാസ് ആയിരുന്നു. അതിനെ നമ്മൾ 28 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് മോളാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ 0.1നെ 2.8 ഗ്രാം എന്ന് കിട്ടി. ഒരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, പ്രീവിയസ് നീറ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ അത്. ഇനി നമുക്കൊരു അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാണ്. വെൻ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഓഫ് വേവ് ലെങ്ത് 300 നാനോമീറ്റർ falls on the surface of a metal, electrons are emitted with the kinetic energy of 1.8 into 10⁵ joule per mole. What is the minimum energy needed to remove the electron from the metal? അപ്പോൾ നമുക്കിവിടെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള ചാപ്റ്ററിലെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സംഭവം എന്താ, ഒരു പെർട്ടിക്കുലർ വേവ് വിത്ത് മിനിമം ത്രഷോൾഡ് ഫ്രീക്വൻസി ഈ ഒരു മെറ്റൽ സർഫസിലേക്ക് ഫോൾ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് ഇലക്ട്രോൺസ് എലിമിനേറ്റഡ് ആവും. എക്സ്ട്രാ എനർജി അതിൻ്റെ കയ്യിലുണ്ടെങ്കിൽ, ആ ഫോട്ടോൻ്റെ കയ്യിലുണ്ടെങ്കിൽ, ആ എനർജി എന്ന് പറയുന്നത് ആ എമിറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറ്റും. ഓക്കെ. അപ്പോൾ ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ഫോട്ടോൺ വന്ന് ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ത്രഷോൾഡ് എനർജീനേക്കാൾ കൂടുതൽ, ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ത്രഷോൾഡ് എനർജി ഫോട്ടോണിൻ്റെ കയ്യിൽ എനർജി ഉണ്ടെങ്കിൽ മാത്രം അത് അതിൻ്റെ കംപ്ലീറ്റ് എനർജി ഇലക്ട്രോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സപ്പോസ് എനർജി കുറവാണ് ഫോട്ടോണെങ്കിൽ ഒട്ടും എനർജി ട്രാൻസ്ഫർ അവിടെ നടക്കുന്നില്ല. ഓട്ടെ. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്. അത് ഒരു പ്രാവശ്യം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ക്വസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത് ത്രഷോൾഡ് എനർജി എങ്കിലും മിനിമം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ എനർജി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർ ടു ദ ഇലക്ട്രോൺസ്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്കിവിടെ
കൈനറ്റിക് എനർജി ഫോം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ത്രഷോൾഡ് എനർജിനേക്കാളും ലാർജർ എനർജി ഉള്ള ഒരു ഫോട്ടോൺ ആണ് വന്ന് ഫോൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വേവ് ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട്, 300 നാനോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ മിനിമം എനർജി എത്രയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ ഉപയോഗിക്കുന്ന ഇക്വേഷൻ അങ്ങ് എഴുതിയിടാം. നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്, H nu മൈനസ് H nu 0 is equal to kinetic energy. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ഇവിടെ H nu എന്ന് പറയുന്നത് ഫോട്ടോണിൻ്റെ ടോട്ടൽ എനർജിയും H nu 0 എന്ന് പറയുന്നത് മിനിമം എനർജിയുമാണ് വരുന്നത്. ശരിയല്ലേ? അപ്പം നമ്മളിവിടെ ആദ്യം തന്നെ ഫോട്ടോണിൻ്റെ കംപ്ലീറ്റ് എനർജി, അതായത് H nu എത്രയാണെന്ന് കണ്ടുപിടിച്ചെടുക്കാം. E is equal to hc by lambda. അപ്പോൾ 6.626 ഇൻറ്റു 10 raised to minus 34 ഇൻറ്റു സിയുടെ വാല്യൂ 3 ഇൻറ്റു 10 raised to 8 ഡിവൈഡഡ് ബൈ ലാംഡയുടെ വാല്യൂ 300 നാനോമീറ്ററാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മീറ്റർ പെർ സെക്കൻഡിലാണ് സിയുടെ വാല്യൂ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് നാനോമീറ്ററിൽ അപ്ലൈ ചെയ്താൽ ശരിയാവില്ല, നമുക്ക് അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 10 raised to minus 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 300 ഇൻറ്റു 10 raised to minus 9. ഇത് സോൾവ് ചെയ്തെടുത്താൽ നമ്മുടെ അതിൻ്റെ ടോട്ടൽ എനർജി ആയി. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 6.626 ഇൻറ്റു 10 raised to minus 19 ജൂൾ പെർ ആറ്റം എന്നാണ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ വാല്യൂ കൊടുത്തിരിക്കുന്ന മൊത്തം ജൂൾ പെർ മോളിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ജൂൾ പെർ മോൾസിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ്, ഇത് ഒരു ആറ്റത്തിൻ്റെയാണ്. ഓക്കെ, ഒരു ഫോട്ടോണിൻ്റെ എനർജിയാണ് വരുന്നത്. നമുക്ക് 1 mole ഫോട്ടോൺ വേണം. 1 mole ഫോട്ടോൺ വരണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ 1 mole കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 6.626 ഇൻറ്റു 10 raised to minus 19 ഇത്രയും ജൂൾസ് ആണ്. ഇതിൻ്റെ കൂടെ നമ്പർ ഓഫ് മോൾസ് ഉണ്ട്, അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് മോൾസിലേക്കായിട്ട് മാറും. അതായത് 6.022 ഇൻറ്റു 10 raised to 23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജൂൾ പെർ മോളായിട്ട് കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ ജൂൾ പെർ മോളിൽ കിട്ടി. നമുക്ക് കൈനറ്റിക് എനർജി വന്നിരിക്കുന്നത് ജൂൾ പെർ മോളിലാണ്. അപ്പോൾ നമുക്ക് സെയിം യൂണിറ്റിലേക്ക് മാറ്റിയാലേ കൺവേർഷൻ ശരിയാവത്തുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയെന്ന് ആലോചിക്കേ. ഇതറിയാം, ഇത് എത്രയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതങ്ങ് നേരെ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ H nu 0 അപ്പുറത്തേക്ക് കൊണ്ടാണ്, അപ്പോൾ കൈനറ്റിക് എനർജിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ H nu 0 ഈസ് ഈക്വൽ ടു H nu മൈനസ് കൈനറ്റിക് എനർജി. H nu എന്ന് പറയുന്നത് ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുന്നത് 3.99 ഇൻറ്റു 10 raised to 5 ജൂൾ പെർ മോൾ എന്നാണ് കിട്ടുന്നത്. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 3.99 ഇൻറ്റു 10 raised to 5 മൈനസ് കൈനറ്റിക് എനർജി 1.68 ഇൻറ്റു 10 raised to 5 ആണ്. ഇത് തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 10 to the power സെയിം ആണ്. അപ്പോൾ നേരെ അങ്ങ് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2.31 ഇൻറ്റു 10 raised to 5 ജൂൾ പെർ മോൾ എന്നുള്ള ആൻസറാണ്. ഓക്കെ, ഒരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ചെയ്തിരിക്കുന്നത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൻ്റെ ആപ്ലിക്കേഷനാണ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇക്വേഷൻ H nu മൈനസ് H nu 0 ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി. ഇവിടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ mv² ആണ്. അപ്പോൾ വേണമെങ്കിൽ വെലോസിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ H nu എന്ന് പറയുന്നത് ഫോട്ടോണിൻ്റെ മൊത്തത്തിലുള്ള എനർജിയാണ്. H എന്ന് പറയുന്ന പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റും ന്യൂ എന്ന് പറയുന്നത് ഫോൾ ചെയ്യുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയാണ് വരുന്നത്. H nu 0 എന്ന് പറയുന്നത് അവിടെ ന്യൂ 0 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ത്രഷോൾഡ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ നമുക്ക് ഫോൾ ചെയ്യുന്ന റേഡിയേഷൻ്റെ നമുക്ക് മിനിമം ആവശ്യമായിട്ടുള്ള ഫ്രീക്വൻസിയാണ് ന്യൂ 0 എന്ന് പറയുന്നത്. അതായത് മിനിമം എനർജിയാണ് H nu 0. ഓക്കെ, അപ്പോൾ H nu 0 എന്ന് പറയുന്നത് ത്രഷോൾഡ് എനർജിയാണ്. അത് നമുക്ക് ജൂൾ പെർ മോളിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ജൂൾ പെർ ആറ്റത്തിൽ അപ്ലൈ ചെയ്യാം. ജൂൾ പെർ ആറ്റത്തിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമുക്കവിടെ ബൈൻഡിങ് എനർജി എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ബൈൻഡിങ് എനർജി, അതായത് ആ ഇലക്ട്രോണിനെ ജസ്റ്റ് റിമൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി പെർ ആറ്റം. അത് അയണൈസേഷൻ എനർജി എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്കവിടെ മോൾസിലേക്ക് പറയേണ്ടി വരും.
ജൂൾ പെർ മോളിൽ പറയുകയാണെങ്കിൽ അത് അയനൈസേഷൻ എന്തൽപി ആയിട്ട് മാറും, അല്ലെങ്കിൽ ബൈൻഡിങ് എനർജി എന്നുള്ള രീതിയിൽ ജൂൾ പെർ ആറ്റം. അങ്ങനെ പല രീതിയിലാണ് ഈ ഒരു ടൈപ്പ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. How many electron can fit in the orbital for which n is equal to 3 and L is equal to 1? ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് പലരെയും കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ഷെല്ലും ഓർബിറ്റലും സെയിം അല്ല. ഓക്കെ, സബ്ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എസ് സബ്ഷെൽ, പി സബ്ഷെൽ, അത് മൊത്തത്തിൽ പറയുന്നതാണ് സബ്ഷെൽ. ഇനി അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു ബോക്സസ് വരയ്ക്കില്ലേ, അതായത് ഡീജനറേറ്റ് ലെവൽസ്, അതിനെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽസ്. അതായത് ഒരു പെർട്ടിക്കുലർ ഏരിയയാണ് സബ്ഷെൽ. ആ ഏരിയയുടെ ഉള്ളിലത്തെ പെർട്ടിക്കുലർ പോയിന്റുകളാണ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. ആ ഒരു പെർട്ടിക്കുലർ ഓർബിറ്റലിൻ്റെ ഉള്ളിൽ അതിപ്പോൾ പി എക്സ് ആണെങ്കിലും ഡി എക്സ് വൈ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓർബിറ്റൽസ് ആണെങ്കിലും എല്ലാം അതെന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയ ബോക്സ് ആണ് ഓർബിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് കൺഫ്യൂഷൻ അടിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ n is equal to 3, L is equal to 1. ഇത് കാണുമ്പോൾ നമ്മൾ ആദ്യം തന്നെ സബ്ഷെൽ കണ്ടുപിടിച്ച് വയ്ക്കും. ഓക്കെ, സബ്ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 L വാല്യൂ is equal to 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പി ആണ്. അപ്പോൾ 3p സബ്ഷെല്ലാണെന്ന് നമ്മളങ്ങ് അസ്യൂം ചെയ്യും. അന്നേരം 3p ആയതുകൊണ്ട് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ 6 ആണെന്ന് വിചാരിച്ചിട്ട് 6 സെലക്ട് ചെയ്യാണ്. 6 എന്നുള്ള ഓപ്ഷൻ അവിടെ കിടപ്പുണ്ട്. 6 എന്നുള്ള ആൻസർ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പക്ഷേ ആക്ച്വലി അത് തെറ്റാണ്. ഓർബിറ്റൽ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹൗ മെനി ഇലക്ട്രോൺസ് ക്യാൻ ഫിറ്റ് ഇൻ ദ ഓർബിറ്റൽ. അപ്പോൾ ഇതിലത്തെ ഒരു ഓർബിറ്റലിൻ്റെ ഉള്ളിൽ ഫിറ്റ് ആവുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. സബ്ഷെല്ലിൻ്റെ ഉള്ളിലത്തെ ഇലക്ട്രോൺസിൻ്റെ എണ്ണമല്ല ചോദിച്ചിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഓർബിറ്റൽ ചേരുന്നതാണ് 3p. ഓക്കെ, ഇത് മൊത്തത്തിൽ പറയുന്നത് സബ്ഷെല്ല്, അതിലത്തെ ഓരോ ചെറിയ പീസസ് എന്ന് പറയുന്നത് ഓർബിറ്റൽസ്. അപ്പോൾ ഒരു ഓർബിറ്റലിൻ്റെ ഉള്ളിൽ മാക്സിമം കൊള്ളുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 2 ആണ്. അത് 3p എന്ന് ചോദിച്ചാലോ 3d എന്ന് ചോദിച്ചാലോ 3s എന്ന് ചോദിച്ചാലും ഓർബിറ്റൽ എന്നാണ് കിടക്കുന്നതെങ്കിൽ അതിൻ്റെ ആൻസർ 2 ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് കൺഫ്യൂസ്ഡ് ആവരുത്. പലരും കൺഫ്യൂസ്ഡ് ആയിട്ട് തെറ്റിക്കുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മളിവിടെ ഏതൊക്കെ ക്വാണ്ടം നമ്പേഴ്സ് തന്നിട്ടുണ്ടെന്ന് നോക്കും. ക്വാണ്ടം നമ്പേഴ്സ് n മാത്രമാണ് തരുന്നതെങ്കിൽ അത് ഷെല്ലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 2 എണ്ണം തന്നിട്ടുണ്ട് ഇവിടെ. n വാല്യൂവും തന്നിട്ടുണ്ട്, L വാല്യൂവും തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സബ്ഷെല്ലിനെയാണ്. ഇനി ഒരു ഓർബിറ്റലിനെ ഇൻഡിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് n വാല്യൂ വേണം, L വാല്യൂ വേണം, ml വാല്യൂ വേണം. ഓക്കെ, അപ്പോൾ ml വാല്യൂവും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഓർബിറ്റൽ ആവുള്ളൂ. ഇപ്പോൾ അതായത് ഇവർ തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് സബ്ഷെല്ലാണ്, പക്ഷെ ചോദിച്ചിരിക്കുന്ന ഡാറ്റ ഓർബിറ്റലിൻ്റെ കേസാണ്. അപ്പോൾ ഓർബിറ്റലിൻ്റെ കേസിൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ അത് എസ് ആണെങ്കിലും പി ആണെങ്കിലും ഡി ആണെങ്കിലും എഫ് ആണെങ്കിലും ഒരു ഓർബിറ്റലിൽ കൊള്ളുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 2 ആണ്. സോ ദ ആൻസർ ഈസ് 2. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്? നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇതിലത്തെ റോങ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വായിച്ചു നോക്കാം. നമുക്ക് ആൻസർ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്ക് എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ഒന്ന് അനലൈസ് ചെയ്യാം. De Broglie's wavelength is given by lambda is equal to h by mv. കറക്റ്റ് ആണ് അല്ലേ? ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. വേർ m is the mass of particle, v is the group velocity of the particle. വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റയാണത്. De Broglie equation, lambda is equal to h by p, p is equal to mv, so lambda is equal to h by mv. So that statement is correct. ഇനി രണ്ടാമത്തത്, the uncertainty principle is delta E into delta T greater than or equal to h by 4 pi. നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h by 4 pi എന്നാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് എനർജിയുടെയും ടൈമിൻ്റെയും ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് എനർജിയുടെയും ടൈമിനെയും ബേസ് ചെയ്തിട്ട് എഴുതുമ്പോൾ ഇത് തന്നെയാണോ ഇക്വേഷൻ വരുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അറിയാവുന്നൊരു ഡാറ്റ എഴുതാം. അതായത്
നമുക്കറിയാവുന്നൊരു ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡയും എനർജി കൈനറ്റിക് എനർജിയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമുക്കറിയാം. ലാംഡ ഇസിക്കൽ ടു h/√2me അല്ലേ? ഞാൻ ആ ഇക്വേഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാംഡ ഇസ് ഈക്വൽ ടു h/√2m കൈനറ്റിക് എനർജി. ഞാൻ ഇതിനെ എനർജി എന്ന് അങ്ങ് എഴുതുവാണ് കേട്ടോ, ഇ എന്ന് എഴുതും, എനർജി. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു h/p എന്ന് നമുക്കറിയാം, ശരിയല്ലേ? അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന ഡാറ്റ p ഇസിക്കൽ ടു √me എന്നാണ്, 2me എന്നാണ്. അപ്പോൾ p ഇസ് ഈക്വൽ ടു √2me. ഇനി ഒന്ന് സ്ക്വയർ ചെയ്താൽ p² ഇസിക്കൽ ടു 2me എന്ന് കിട്ടും. അപ്പോൾ e എന്തായിരിക്കും? p²/2m ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്കിതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവാം. ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. DE is equal to 2p dpനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ, dpനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, ബൈ 2m എന്ന് കിട്ടും, ശരിയല്ലേ? ഇനി നമുക്ക് DE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആ 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് p/m എന്ന് എഴുതാൻ പറ്റും, ശരിയല്ലേ? അപ്പോൾ DE/dp, സോ വി ഹാവ് DE/dp is equal to p/m. ഓക്കെ, p/m. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താ വരുന്നത്? p/mൻ്റെ വാല്യൂ എന്താ വരുന്നത്? p is equal to mv അല്ലേ? p/m is equal to mv/m, that is v ആണ്. So this is equal to v. So DE/dp is equal to v ആണ്. Okay, so what is the equation for uncertainty principle? Delta x into delta p greater than or equal to h/4π എന്നല്ലേ നമ്മുടെ ഇക്വേഷൻ കിടക്കുന്നത്. നമ്മൾ ഇതിനകത്തേക്ക് ചെറുതായിട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അതായത് നമുക്കിവിടെ v is equal to p/m is equal to v എന്നുള്ളൊരു ഡാറ്റ കിട്ടി. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നൊരു ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dp, ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് dp അങ്ങ് പുറത്തേക്ക് എടുക്കാം കേട്ടോ, ഇതിൽ നിന്ന് dp ആണെങ്കിൽ പുറത്തെടുക്കാം. dp ഈസ് ഈക്വൽ ടു, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ DE/v എന്നുള്ളൊരു ഡാറ്റ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം, ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു ഡെൽറ്റ E/v. അപ്പോൾ ഡെൽറ്റ പിക്ക് പകരം നമുക്ക് ഡെൽറ്റ E/v എന്നുള്ള വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇതിനകത്ത്. ഇനി നമുക്ക് ഡെൽറ്റ എക്സിന് പകരം ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി എന്താ? വാട്ട് ഈസ് വെലോസിറ്റി? വെലോസിറ്റി ഈസ് ഇക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ആണ് അല്ലേ? അപ്പോൾ ഡെൽറ്റ എക്സ് ഇസ് ഇക്വൽ ടു വി ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ നമ്മൾ ഈ രണ്ട് വാല്യൂസ് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഇക്വേഷൻ ഡെൽറ്റ എക്സിന് പകരം വി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് കൊടുക്കാം. ഇതെന്താ? വെലോസിറ്റി ഇസ് ഇക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൊസിഷനിൽ വന്ന ചേഞ്ച് ഡിവൈഡ് ബൈ ടൈമിൽ വന്ന ചേഞ്ച്. അങ്ങനെയാണ് ഡെൽറ്റ എക്സ് ഇസ് ഇക്വൽ ടു വി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് കിട്ടിയത്. ഇൻറ്റു പി, ഡെൽറ്റ പിക്ക് പകരം നമുക്ക് ഡെൽറ്റ E/v എന്നുള്ള വാല്യൂം കൊടുക്കാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. സോ നമുക്ക് വി കട്ട് ചെയ്താൽ ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. ബെറ്റർ നിങ്ങളിത് ഡിറൈവ് ചെയ്തെടുക്കുന്നേക്കാളും ഇതങ്ങ് ബൈ ഹാർട്ട് ചെയ്തിട്ടാൽ നന്നായിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഡെറിവേഷൻ മൊത്തം കാണിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ ആ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π എന്നുള്ള ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4πm എന്ന് ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇതും കൂടെ അങ്ങ് ബൈ ഹാർട്ട് ചെയ്തേക്ക്, ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കറക്റ്റാന്ന് പറയാം. അടുത്തത് നമുക്ക്
half-filled and fully filled orbitals have greater stability due to greater exchange energy, greater symmetry and more balanced arrangement. Okay, അപ്പോൾ ഇവിടെ ഹാഫ് ഫിൽഡിനും ഫുള്ളി ഫിൽഡിൻ്റെ സ്റ്റെബിലിറ്റിക്ക് റീസൺ നമ്മൾ ഇത് തന്നെയാണ് പറയുന്നത്. ഗ്രേറ്റർ എക്സ്ചേഞ്ച് എനർജി, അതുപോലെ തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്, അതായത് സിമ്മട്രിക്കൽ അറേഞ്ച്മെൻറ്റ്. സോ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. അടുത്തത്, the energy of 2s orbital is less than the energy of 2p orbital in case of hydrogen like species. ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിൽ നമ്മുടെ എനർജിയുടെ ഓർഡർ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഓർബിറ്റിൽ, അതായത് ഷെല്ലിലുള്ള എല്ലാ സബ് ഷെല്ലിലും ഒരേ എനർജിയാണ് വരുന്നത്. ഓക്കെ, അതായത് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിൻ്റെ കേസിൽ 1s ലെസർ എനർജി, 2s ഈസ് ഈക്വൽ ടു 2p, 3s ഈസ് ഈക്വൽ ടു 3p ഈസ് ഈക്വൽ ടു 3d. കാരണം ഇവിടെ ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ, സ്ക്രീനിങ് ഇഫക്റ്റ്, ഇങ്ങനത്തെ ഇഫക്റ്റുകളൊന്നുമില്ല. കാരണം ഇതിനകത്ത് 1 ഇലക്ട്രോണേ ഉള്ളൂ. ഈ സ്ക്രീനിങ് എഫക്റ്റും കാര്യങ്ങളും ഇലക്ട്രോണിക് റിപ്പൾഷനും ഒക്കെ വരുമ്പോഴാണ് എനർജിയുടെ ലെവലൊക്കെ മാറിയിട്ട് നമ്മൾ ഔട്ട്ബോ പ്രിൻസിപ്പിൾ പ്രകാരമുള്ള കൃത്യമായിട്ടുള്ള ഓർഡർ ഓഫ് എനർജിയൊക്കെ കണ്ടുപിടിച്ച് വെക്കുന്നത്. അത് മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റത്തിന് മാത്രം ആപ്ലിക്കബിൾ ആണ്. 1 ഇലക്ട്രോൺ സിസ്റ്റം, അതായത് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിന് 2sനും 2pക്കും ഒരേ എനർജിയാണ്. ഇവർ പറഞ്ഞിരിക്കുന്നത് 2sൻ്റെ എനർജി ലെസ് ദാൻ ദാറ്റ് ഓഫ് 2p എന്ന്. അത് മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റത്തിനാണ്. ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിന് ആ ഒരു പ്രശ്നവുമില്ല, 2sനും 2pക്കും ഒരേ എനർജിയാണ്. സോ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ 4. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ഡെറിവേഷന് വേണ്ടി നമ്മൾ കുറച്ച് സമയം കളഞ്ഞു. ഇതിലിങ്ങനെ സമയം കളയരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എളുപ്പം നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ അങ്ങ് ബൈ ഹാർട്ട് ചെയ്ത് എഴുതുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. Which of the following statement is incorrect? Okay, അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനകത്ത് which of the following statement is incorrect? The ionization potential of nitrogen is greater than that of oxygen. Ionization potential of nitrogen is greater than that of oxygen. നൈട്രജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 2s2 2p3 ആണ്. ഇത് n+ ആയിട്ട് മാറുകയാണെങ്കിൽ ഇത് സ്റ്റേബിളാണ്. ഇത് n+ ആയിട്ട് മാറുകയാണെങ്കിൽ അത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള 2s2 2p2 എന്നുള്ള അൺസ്റ്റേബിൾ കോൺഫിഗറേഷൻ ആയിട്ട് മാറും. സ്റ്റേബിളിൽ നിന്ന് അൺസ്റ്റേബിളിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു റിയാക്ഷൻ നടക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമുക്കവിടെ ലാർജ് എമൗണ്ട് ഓഫ് എനർജി ഷുഡ് ബി അപ്ലൈഡ്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ആണ്. ഓക്സിജൻ്റെ കേസിൽ 2s2 2p4 വരുന്നത്. അത് അൺസ്റ്റേബിളാണ്. ഇതിനെ O+ ആക്കിയിട്ട് മാറ്റുകയാണെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള 2s2 2p3 ആയിട്ട് മാറും. അപ്പോൾ സ്റ്റേബിളിലേക്ക് മാറും. സ്റ്റേബിളിലേക്ക് പോകാനുള്ള ഒരു റിയാക്ഷൻ എളുപ്പമാണ്. അപ്പോൾ അവിടെ അയനൈസേഷൻ എന്തൽപ്പി കുറവ് മതി. അപ്പോൾ ഓക്സിജൻ അയനൈസേഷൻ എന്തൽപ്പി കുറവും നൈട്രജൻ അയനൈസേഷൻ എന്തൽപ്പി കൂടുതലുമാണ്. അപ്പോൾ അവിടെ തന്നിരിക്കുന്ന അങ്ങനെ തന്നെയാണ്. അയനൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് നൈട്രജൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ. സോ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. അടുത്ത്, ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് ഫ്ലൂറിൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ. ഇലക്ട്രോൺ അഫിനിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എന്തൽപ്പി ഇങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ പറയുമ്പോൾ നമുക്ക് ഇലക്ട്രോൺ നെഗറ്റിവിറ്റീനെ ബേസ് ചെയ്തിട്ടല്ല പറയുന്നത്. ആ ഇലക്ട്രോണിനെ വലിക്കാനുള്ള കഴിവ് കൂടുതൽ ഫ്ലൂറിന് തന്നെയാണ്. ഒരു സംശയം വേണ്ട, ഫ്ലൂറിന് തന്നെയാണ് ഇലക്ട്രോണിനെ വലിക്കാനുള്ള കഴിവ്. പക്ഷെ ഹോൾഡ് ചെയ്യാനുള്ള കഴിവ് വരണമെന്നുണ്ടെങ്കിൽ അവിടെ സൈസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലൂറിൻ്റെ സൈസ് ഭയങ്കര ചെറുതാണ്. ഫ്ലൂറിൻ്റെ സൈസ് ചെറുതായത് കാരണം തന്നെ അവിടെ ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ കൂടുതലായിരിക്കും. കാരണം ഫ്ലൂറിൻ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് എവിടെയാണ് കൊണ്ടുപോയിക്കുന്നത്? 2p ഓർബിറ്റൽ എന്നുള്ളൊരു ചെറിയ 2p സബ്ഷെല്ലാണ് കൊണ്ടുപോയിക്കുന്നത്. ആ ഒരു ചെറിയൊരു 2p സബ്ഷെല്ലിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അവിടെ ഓൾറെഡി ഇലക്ട്രോൺസ് 5 ഉണ്ടായിരുന്നു അല്ലേ? അതുകൂടാതെ ആ ഷെല്ലിൽ മൊത്തത്തിൽ ഓൾറെഡി 7 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ വരും. അപ്പോൾ പിന്നെ എന്തായാലും അവിടെ ഹോൾഡ് ചെയ്യാനുള്ള കഴിവ് 3p ഓർബിറ്റലിലേക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന ക്ലോറിന് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എന്തൽപ്പി അല്ലെങ്കിൽ അഫിനിറ്റി എന്നൊക്കെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഫ്ലൂറിനേക്കാൾ കൂടുതൽ എപ്പോഴും ക്ലോറിൻ ആണ്. സോ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കാം. ദ അയനൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് മഗ്നീഷ്യം ഈസ് ഗ്രേറ്റർ ദാൻ അലുമിനിയം. അയനൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് മഗ്നീഷ്യം ആൻഡ് അലുമിനിയം. മഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്
3s1 ആണ്, സോറി 3s2 ആണ്. ഇത് Mg+ ആയിട്ട് മാറുന്ന സമയത്ത് അത് 3s1 എന്നുള്ള ഇത് സ്റ്റേബിൾ ആയിരുന്നു, അൺസ്റ്റേബിളിലേക്ക് പോയി. ഇനി അലുമിനിയത്തിൻ്റെ നോക്കുകയാണെങ്കിൽ അലുമിനിയത്തിൻ്റെ 3s2 3p1 എന്നായിരുന്നിരുന്നേ, ഇത് അൺസ്റ്റേബിൾ ആയിരുന്നു. Al+ ആയിട്ട് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3s2 എന്നുള്ള സ്റ്റേബിളിലേക്ക് മാറുകയാണ്. ഓക്കെ, അപ്പോൾ മഗ്നീഷ്യത്തിന് സ്റ്റേബിളിൽ നിന്ന് അൺസ്റ്റേബിളിലേക്ക് പോവുകയാണെങ്കിൽ കൂടുതൽ എനർജി ആവശ്യമാണ്. അപ്പോൾ മഗ്നീഷ്യത്തിന് തന്നെയാണ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ. സോ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. അടുത്തത്, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ഫ്ലൂറിൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ. അതിലൊരു സംശയം വേണ്ട, ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം ഫ്ലൂറിൻ തന്നെയാണ്. ഓക്കെ, ഫ്ലൂറിൻ ആ ഒരു ഗ്രൂപ്പിൽ നോക്കുകയാണെങ്കിൽ ഫ്ലൂറിൻ കഴിഞ്ഞ് ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്നുള്ള രീതിയിൽ കുറഞ്ഞു വരും. പക്ഷേ ആക്ച്വലി നമ്മുടെ ക്ലോറിൻ്റെ ഇടയിൽ വേറൊരു എലമെൻ്റ് ഉണ്ട് കേട്ടോ, ഓക്സിജൻ ഉണ്ട്. ശരിക്കും ഫ്ലൂറിൻ കഴിഞ്ഞിട്ട് ഓക്സിജൻ കഴിഞ്ഞിട്ടാണ് ക്ലോറിൻ വരുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ബ്രോമിൻ്റെ ഇടയിൽ നൈട്രജനും കൂടെ കയറും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർഡറിൽ തന്നെ നോക്കണം. അപ്പോൾ ഫ്ലൂറിന് തന്നെയാണ് ഏറ്റവും ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി വരുന്നത്. നമ്മൾ പോളിംഗ് സ്കെയിലൊക്കെ എടുക്കുന്ന സമയത്ത് മാക്സിമം വാല്യൂ ആയിട്ടുള്ള 4 എടുത്തിരിക്കുന്നത് ഫ്ലൂറിനാണ് വരുന്നത്. ബാക്കിയുള്ള എല്ലാ എലമെൻറ്റ്സുകൾക്കും അതിനേക്കാളും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവ് തന്നെയാണ്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി വരുന്നത് ഫ്ലൂറിന്. സോ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. അപ്പോൾ നമ്മുടെ ഇവിടെ ആൻസർ വരുന്നത് ഇലക്ട്രോൺ അഫിനിറ്റിയുടെ കേസാണ്. അപ്പോൾ ഇലക്ട്രോൺ അഫിനിറ്റിക്ക് കേസിൽ മാത്രമേ ഉള്ളൂ ഫ്ലൂറിനൊരു കുറവ് വരുന്നത് കേട്ടോ. ബാക്കിയുള്ള എല്ലാ കേസിലും ഫ്ലൂറിൻ തന്നെയാണ് ഹയസ്റ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ഫ്ലൂറിൻ്റെ കേസിൽ ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി കുറവായതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ആൻഡ് ദാറ്റ് ഇസ് എ കറക്റ്റ് ആൻസർ. നമുക്കിനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. A certain diatomic molecule AB has a dipole moment 1.6 dB and the internuclear distance is 100 picometer. Okay, അപ്പോൾ നമുക്കിതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ഇലക്ട്രോണിക് ചാർജ് എക്സിസ്റ്റിംഗ് ഓൺ മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഈസ്, ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു കേസിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ശരിക്കുള്ള ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് Q/D ആണ്. mu = Q/D. ഓക്കെ, അതിൽ Q എന്ന് പറയുന്നത് x/E ആണ്. E എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ചാർജ് ആണ്. X എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ഓഫ് ചാർജ് ആണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന ഈ ഫ്രാക്ഷൻ ഓഫ് ചാർജ് ആണ്. ഫ്രാക്ഷൻ ഓഫ് ചാർജ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഇലക്ട്രോണിക് ചാർജ് കിട്ടി. അപ്പോൾ അതായത് ജസ്റ്റ് ഒന്ന് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മൾ ഈ എക്സ് സോൾവ് ചെയ്തെടുക്കും, എന്നിട്ട് ആ എക്സിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ എല്ലാത്തിൻ്റെ യൂണിറ്റ് സെയിം ആക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നമുക്കിപ്പോൾ ഇക്വേഷൻ ഇതാണ്, mu = Qന് പകരം നമുക്ക് x/E എന്ന് എടുക്കാം, × D എന്ന് കൊടുക്കാം. നമുക്ക് D തന്നിട്ടുണ്ട്, ഇലക്ട്രോണിക് ചാർജ് അറിയാം, mu അറിയാം. അപ്പോൾ എക്സ് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ എളുപ്പമാണ്. ആകെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂണിറ്റുകളെല്ലാം കറക്റ്റാക്കി എടുത്തേക്കണം, അല്ലെങ്കിൽ നമ്മുടെ വാല്യൂസൊക്കെ വിചാരിക്കുന്ന ഫ്രാക്ഷൻ ഒന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ യൂണിറ്റ് ഒന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന mu വാല്യൂ Dയിലാണ്. നമുക്കതിനെ ESU സെൻറ്റിമീറ്ററിലേക്ക് ആക്കാം. അതുപോലെ തന്നെ ഡിസ്റ്റൻസിനെ 100 പൈക്കോമീറ്ററിനെയും സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതങ്ങ് കട്ട് ചെയ്ത് പൊക്കോളും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രാക്ഷനായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇലക്ട്രോണിക് ചാർജ് അല്ലെങ്കിൽ ആദ്യം തന്നെ മ്യൂവിനെ ചെയ്യാം. മ്യൂവിനെ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഡിബയിൽ നിന്ന് ESU സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാം. അതിനുള്ള കൺവേർഷൻ ഫാക്ടർ നിങ്ങൾക്ക് അറിയാമല്ലോ, 10⁻⁸ കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ mu = 1.6 ഡിബേ എന്ന് തന്നിട്ടുണ്ട്. 1.6 × 10⁻⁸ ESU സെൻറ്റിമീറ്റർ എന്നാക്കി എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ്, അതായത് ആ ബോണ്ട് ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ ബോണ്ട് ലെങ്ത് 100 പൈക്കോമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് അതിനെ ഒന്ന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് സെൻറ്റിമീറ്ററിലേക്ക് ആക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് സെൻറ്റിമീറ്ററിലേക്ക് ആക്കുകയോ ചെയ്യാം. അപ്പോൾ നമുക്ക് വരുന്നത് 100 പൈക്കോമീറ്റർ എന്ന് പറയുന്നത്
പൈക്കോമീറ്റർ എന്ന് പറയുമ്പോൾ 10⁻⁻12 ആണ്. അപ്പോൾ 10⁻10 മീറ്റർ എന്ന് വരും. അപ്പോൾ 10⁻10 മീറ്റർ ആണെങ്കിൽ 10⁻8 സെൻറ്റിമീറ്റർ. 10⁻8 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് എല്ലാം സെൻറ്റിമീറ്ററിലേക്ക് ആയി കിട്ടി. ഇനി ഒന്ന് എക്സിൻ്റെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇൻ്റെ വാല്യൂ എത്രയാണ് നമുക്കറിയാമല്ലോ. ഇൻ്റെ വാല്യൂ 4.8 ഇൻറ്റു ESUയിൽ എടുക്കുകയാണെങ്കിൽ കേട്ടോ 4.8 ഇൻറ്റു 10⁻10. ഓക്കെ, ഇനി എല്ലാ വാല്യൂയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എക്സ് ഇസിക്കൽ ടു മ്യൂ ഡിവൈഡ് ബൈ ഇ ഇൻറ്റു ഡി ആണ്. മ്യൂവിന് പകരം നമുക്ക് 1.6 ഇൻറ്റു 10⁻18 ESU സെൻറ്റിമീറ്റർ എന്ന് കൊടുക്കാം. ഡിവൈഡ് ബൈ ഇക്ക് പകരം നമുക്ക് 4.8 ഇൻറ്റു 10⁻10 ESU എന്ന് കൊടുക്കാം. ഡിക്ക് പകരം നമുക്ക് 10⁻8 സെൻറ്റിമീറ്റർ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ യൂണിറ്റുകളെല്ലാം കട്ട് ചെയ്ത് വെക്കോളും. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഫ്രാക്ഷനായിട്ട് കിട്ടും. ഇത് നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ 1.6 ഇതങ്ങ് കട്ട് ചെയ്ത് പോയി. അപ്പോൾ 1.6 ഡിവൈഡ് ബൈ 4.8 അതായത് 1/3 എന്ന് കിട്ടും. അത് ഫ്രാക്ഷനിലേക്ക് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 33.33%. നമുക്ക് 33 എന്നില്ല 33% എന്ന് കൊടുത്തിട്ടുള്ള ഓപ്ഷനകത്ത്. സോ ദ ആൻസർ ഈസ് 33%. ഒന്നുമില്ല, ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ നിങ്ങളൊന്ന് റിമെമ്പർ ചെയ്താൽ മതി. ഓക്കെ, എക്സിൻ്റെ വാല്യൂ ESUയിലാകുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഇൻ്റെ വാല്യൂ ESUയിലാകുമ്പോൾ 4.8 ഇൻറ്റു 10⁻10. ഇത് NCERTയിൽ തന്നിരിക്കുന്നതാണ്, നമുക്ക് അറിയാവുന്ന വാല്യൂ ആണ്. ഡി എന്ന് പറയുന്നത് പൈക്കോമീറ്ററിലായാണ് നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്തെടുത്തു. മ്യൂവിൻ്റെ വാല്യൂ ഡിബയിൽ നിന്ന് ESU സെൻറ്റിമീറ്ററിലേക്ക് ആക്കാനുള്ള കൺവേർഷൻ ഫാക്ടറും NCERTയിൽ കൊടുത്തിട്ടുണ്ട് 10⁻8. എല്ലാ യൂണിറ്റുകളും ഇത് തന്നെ, ഈ യൂണിറ്റ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ യൂണിറ്റും കട്ട് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഏത് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ സോൾവ് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 33%. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ് ഓഫ് മോളിക്യൂൾ കണ്ടെയ്ൻ ഓൺലി പൈ ബോണ്ട്സ്? പൈ ബോണ്ട് മാത്രം എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക, VB തിയറി അല്ല. ഓക്കെ, VB തിയറിയിൽ നമുക്ക് ഒരു സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എപ്പോഴും സിഗ്മ ബോണ്ട്, ഒരു പൈ ബോണ്ടാണ് ഒരു ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഒരു സിഗ്മ ഒരു പൈ, ഒരു ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഒരു സിഗ്മ 2 പൈ. അപ്പോൾ ഇതിനകത്ത് പൈ ബോണ്ട് മാത്രം എന്നാണ് ചോദിച്ചേക്കണേ. പൈ ബോണ്ട് മാത്രം എന്നുള്ള കൺസെപ്റ്റ് വരാൻ ചാൻസ് ഉള്ളത് MO തിയറിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ MO തിയറി വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫ്ലൂറിൻ്റെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാമല്ലോ. നമുക്ക് 14 വരെയുള്ളത്, അതായത് നൈട്രജൻ വരെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ വരുമ്പോൾ ആകെ ഒരു ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ഓക്സിജൻ ഓൺവേർഡ്സ് ഒരു വ്യത്യാസം വരുന്നുണ്ട്. വ്യത്യാസം വരുന്നത് ആകെ നമുക്ക് 14 വരെയാണെങ്കിൽ പൈ 2px = പൈ 2py കഴിഞ്ഞിട്ടാണ് സിഗ്മ 2pz വരുന്നത്. ഓക്സിജൻ ഓൺവേർഡ്സ് ആണെങ്കിൽ നേരെ തിരിച്ചു എഴുതിയേക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫ്ലൂറിൻ്റെ ആണ് ആദ്യം തന്നിരിക്കുന്നത്. ഫ്ലൂറിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടലായിട്ട് 18 ഇലക്ട്രോൺസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 18 ഇലക്ട്രോൺസ് വരുമ്പോൾ നമുക്കൊന്ന് എങ്ങനെ അറേഞ്ച് ചെയ്യാൻ നോക്കാം. സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2. ഇപ്പോൾ തന്നെ 8 എണ്ണമായി. ഇനി സിഗ്മ 2pz 2, പൈ 2px = പൈ 2pyയിൽ 2, 2 ഈച്ച്. ഇപ്പോൾ 8, 10, 12, 14. ഇനി പൈ സ്റ്റാർ 2px = പൈ സ്റ്റാർ 2pyയിൽ 2, 2 ഈച്ച്. അപ്പോൾ 8, 10, 12, 14, 16, 18. കറക്റ്റ് ആയല്ലോ. ഇനി നമ്മളിവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. നോക്കി, ഇതിൻ്റെ ബോണ്ടിങ്ങിലും ആൻറ്റി ബോണ്ടിങ്ങിലും സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. അതായത് നമ്മളിവിടുത്തെ ഈ ഒരു കേസിലെ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്താൽ 2 - 2/2 അതായത് 0 വരും. അതായത് നോ ബോണ്ട്. അതായത് ഒരു ഓർബിറ്റലിലെ നമ്മുടെ ബോണ്ടിങ്ങിലും ആൻറ്റി ബോണ്ടിങ്ങിലും സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ ബോണ്ട് ഫോർമേഷൻ നടന്നിട്ടില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ അതെ സെയിം, അതായത് ഇവിടെയും നോ ബോണ്ട്. ഓക്കെ അല്ലേ. ഇവിടെ സിഗ്മ 2pz ഇവിടെ നമുക്കൊരു സിഗ്മ സ്റ്റാർ 2pz ഉണ്ടായിരുന്നു, അതിനകത്ത് ഇലക്ട്രോൺ ഇല്ല. അതായത് ഇവിടുത്തെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 2 - 0/2 = 1 ആണ്. അതായത് ഒരു ബോണ്ട് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഇനി പൈയുടെ വെച്ച് നോക്കിക്കേ, പൈ 2px = പൈ 2pyയിൽ 4, ഇവിടെയും 4. അപ്പോൾ 4 - 4/2 = 0. അതായത് ഇവിടെയും നോ ബോണ്ട്.
അതായത് കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു പെർട്ടിക്കുലർ ഓർബിറ്റൽ നമ്മൾ സെലക്ട് ചെയ്തു. അതിനകത്തെ ബോണ്ടിങ്ങിലും ആൻറ്റി ബോണ്ടിങ്ങിലും സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ അത് ആ ഒരു ഓർബിറ്റിനെ ബേസ് ചെയ്തിട്ട് ബോണ്ട് ഫോർമേഷൻ നടന്നിട്ടില്ല എന്നാണ് അതിൻ്റെ മീനിങ്. നമുക്ക് ഈക്വൽ നമ്പർ അല്ലാത്തത് വരുന്നത് എടുത്തിട്ട് മാത്രം ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ എവിടെയാണ് കിടക്കുന്നത്? സിഗ്മയിലല്ല കിടക്കുന്നത്. അതായത് ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്, അത് സിഗ്മ ബോണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് നൈട്രജൻ്റെ ഒന്ന് ചെയ്ത് നോക്കാം. നൈട്രജൻ്റെ ചെയ്ത് നോക്കുക വെച്ചാൽ നൈട്രജന് മൊത്തം 14 ഇലക്ട്രോൺസ്. അപ്പോൾ സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, pi 2px equal to pi 2py 2 each. പിന്നെ pi star 2px സോറി അതിൻ്റെ ഇടയിൽ ഒരു സിഗ്മ ഉണ്ടായിരുന്നു, സിഗ്മ 2pz 2. ഇത്രയാണ് വരുന്നത് 14 ഇലക്ട്രോൺസ്. ഇപ്പോൾ ഇവിടെ നോ ബോണ്ട്, ഇവിടെ നോ ബോണ്ട്, ഇവിടെ ഉണ്ട്. ഇതിൻ്റെ പൈ സ്റ്റാറിൽ ഇലക്ട്രോൺസ് ഇല്ല. അപ്പോൾ നമുക്ക് ബോണ്ട് ഓർഡർ ഇസിക്കൽ ടു 4 - 0/2 ഇസിക്കൽ ടു 2 വരും. അതായത് 2 പൈ ബോണ്ട്. ഇതിൻ്റെ ബോണ്ടിങ്ങിൽ ഇലക്ട്രോൺ ഉണ്ട്, ആൻറ്റി ബോണ്ടിങ്ങിൽ ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ ഇവിടുത്തെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 2 - 0/2 ഇസിക്കൽ ടു 1, അതായത് ഒരു സിഗ്മ ബോണ്ട്. അപ്പം നൈട്രജനിൽ 3 ബോണ്ട് വരുന്നുണ്ട്. ടോട്ടൽ ബോണ്ട് ഓർഡർ 3 ആണ്. അതിൽ 2 പൈ ബോണ്ടും ഒരു സിഗ്മ ബോണ്ടും. ഓക്കെ അല്ലേ? ഇതുപോലെ നമ്മൾ ഓക്സിജൻ്റെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജൻ്റെ ആകുമ്പോൾ ഒരു 2 ഇലക്ട്രോണും കൂടെ എക്സ്ട്രാ വരും അല്ലേ? 2 ഇലക്ട്രോൺ ഓക്സിജൻ എക്സ്ട്രാ വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ വരുന്നത്, ഞാൻ ഇവിടെ വരെ എഴുതുന്നില്ല, ബാക്കിയുള്ള ഇതാണ് pi 2px ഈക്വൽ ടു pi 2 ഓർഡർ ഒന്ന് തിരിയും. 16 ഇലക്ട്രോൺ ആകുമ്പോൾ ആദ്യം സിഗ്മയാണ് ഫില്ല് ചെയ്യുക. സിഗ്മ 2pz 2, ദെൻ pi 2px ഇസിക്കൽ ടു pi 2py 2 ഈച്ച്, ദെൻ pi star 2px ഈക്വൽ ടു pi star 2py 1 ഈച്ച്. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇത് ഞാൻ ഓക്സിൻ്റെ കേസാണ് എഴുതിയത്. ടോട്ടൽ ഇലക്ട്രോൺ 16 ഇലക്ട്രോൺ വരുന്ന കേസ്. അപ്പോൾ ഇതിൻ്റെ ആൻറ്റി ബോണ്ടിങ്ങിലില്ല. അപ്പോൾ ഇവിടുത്തെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 2 - 0/2 ഇസിക്കൽ ടു 1. അപ്പോൾ ഒരു സിഗ്മ ബോണ്ട്. ഇവിടുത്തെ പൈ ബോണ്ടുകൾ എണ്ണുകയാണെങ്കിൽ ബോണ്ടിങ്ങിൽ ആൻറ്റി ബോണ്ടിങ്ങിലുണ്ട്. ബോണ്ടിങ്ങിൽ 4, ആൻറ്റി ബോണ്ടിങ്ങിൽ 2/2 ഇസിക്കൽ ടു 1. അപ്പോൾ ഒരു പൈ ബോണ്ട്. അപ്പോൾ 2 ആണ് ടോട്ടൽ ബോണ്ട് ഓർഡർ. അതിൽ ഒരു സിഗ്മ, ഒരു പൈ. ഇനി നമുക്ക് അപ്പോൾ ആദ്യത്തെ 2 ഓപ്ഷൻ നോക്കാൻ വേണ്ട. ഇനി C2 ആൻഡ് B2 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ C2 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. C2 എന്ന് പറഞ്ഞാൽ മൊത്തം 12 ഇലക്ട്രോൺസാണ്. 12 ഇലക്ട്രോൺ ബിലോ 14 ആണ്. അപ്പോൾ നൈട്രജൻ്റെ ടൈപ്പ് ഓർഡർ ആണ് വരുന്നത്. സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, pi 2px ഈക്വൽ ടു pi 2py 2 ഈച്ച്. മൊത്തം 12 ഇലക്ട്രോൺസ് ആയി. ശരിയല്ലേ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോ ബോണ്ട്, ഇവിടെ അതെ നോ ബോണ്ട്, ഇവിടെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ ആൻറ്റി ബോണ്ടിങ്ങിലില്ല. അപ്പോൾ ഇവിടുത്തെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 4 - 0/2 ഇസിക്കൽ ടു 2. അതായത് 2 പൈ ബോണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. സിഗ്മ ബോണ്ടേ ഇല്ല. അപ്പോൾ കാർബണിന് 2 പൈ ബോണ്ട് മാത്രം. സോ കാർബൺ ആൻസർ ആണ്. ഇനി നമുക്ക് ബോറോൺ കൂടെ കൊടുത്തിട്ടുണ്ട് ഓപ്ഷനിൽ. ആ ബോറോൺ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. B2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഇലക്ട്രോൺസാണ് വരുന്നത്. അപ്പോൾ സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, pi 2px ഈക്വൽ ടു pi 2py 1 ഈച്ച്. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ 1 ഈച്ച് ആണ്. അപ്പോൾ ഇവിടെ നോ ബോണ്ടാണ്, ഇവിടെ നോ ബോണ്ടാണ്. ഇവിടുത്തെ ബോണ്ട് ഓർഡർ ഇതിൻ്റെ ആൻറ്റി ബോണ്ടിങ്ങിൽ ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ 2 - 0/2 ഇസിക്കൽ ടു 1. അപ്പോൾ ഒരു ബോണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. ആ ബോണ്ട് എന്ന് പറയുന്നത് ഒരു പൈ ബോണ്ടാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ 3 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഇതാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാതെ ഉള്ളൂ. പിന്നെ ഇത് കാൽക്കുലേറ്റ് ചെയ്യണ രീതി ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് ബോറോണിന് ഒരു സിഗ്മ, ഒരൊറ്റ സിംഗിൾ ബോണ്ടേ വരുന്നുള്ളൂ, അതൊരു പൈ ബോണ്ട്, സിഗ്മ ബോണ്ട് ഇല്ല. കാർബൺ C2, അടുത്ത എലമെൻറ്റ് C2 ആണ്. ഞാൻ ആ സെക്കൻഡ് പീരീഡിലെ എലമെൻസുകളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം B2 എടുക്കുകയാണെങ്കിൽ ഒരു പൈ ബോണ്ട് മാത്രം. C2 എടുക്കുകയാണെങ്കിൽ 2 ബോണ്ടാണ്, അത് 2 പൈ ബോണ്ട്. പിന്നെ വരുന്നത് നൈട്രജൻ ആണ്, 3 ആണ് ബോണ്ട് ഓർഡർ വരുന്നത്, ഒരു സിഗ്മ 2 പൈ.
അടുത്തത് വരുന്നത് ഓക്സിജൻ ആണ്. ഓക്സിജനകത്ത് ബോണ്ട് ഓർഡർ 2 ആണ്. ഒരു സിഗ്മ ഒരു പൈ. ഫ്ലൂറിൻ്റെ കേസിൽ ബോണ്ട് ഓർഡർ 1 ആണ് വരുന്നത്, ഒരൊറ്റ സിഗ്മ മാത്രം. ഓക്കെ അല്ലേ? അതങ്ങ് ബൈ ഹാർട്ട് ചെയ്തിടുന്നത് നല്ലതായിരിക്കും. ബോറോണും കാർബണും പൈ ബോണ്ട് മാത്രം. നൈട്രജന് ഒരു പൈ ബോണ്ടും ഒരു സിഗ്മ ബോണ്ടും 2 പൈയും. ഓക്സിജന് ഒരു സിഗ്മയും ഒരു പൈയും. പിന്നെ അടുത്ത് വരുന്ന ഫ്ലൂറിന് സിഗ്മ ഉള്ളി. അപ്പോൾ പൈ ബോണ്ട് മാത്രം വരുന്ന സ്പീഷീസ് എന്ന് പറയുന്നത് ബോറോണിൻ്റെയും കാർബണിൻ്റെയും മോളിക്യൂൾസ് B2 ആൻഡ് C2. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. The combustion of benzene gives CO2 and H2O given that heat of combustion of benzene at constant volume is -3263.9. അത് തന്നെ ഈ ഒരു ടേം അങ്ങ് മര്യാദയ്ക്ക് വായിക്കുക. കോൺസ്റ്റൻറ്റ് വോളിയം, ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. എപ്പോഴും ശ്രദ്ധിക്കുക, ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഈസ് QV. QV ഈസ് ഡെൽറ്റ U. ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഈസ് QP. QP ഈസ് ഇക്വൽ ടു ഡെൽറ്റ H. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ എന്തിനാ? ഡെൽറ്റ യുവിൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ വി ഹാവ് ദ ഇക്വേഷൻ ഡെൽറ്റ U ഈസ് ഈക്വൽ ടു -3263.9. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ബാക്കി വായിച്ചു നോക്കാം. ഹീറ്റ് ഓഫ് കമ്പഷൻ ഓഫ് ബെൻസീൻ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ ചോദിച്ചേക്കണേ? ഡെൽറ്റ H ആണ് ചോദിച്ചേക്കണേ അല്ലേ? അപ്പോൾ നമുക്ക് ഡെൽറ്റ H കണ്ടുപിടിക്കണം. ഡെൽറ്റ H എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഡെൽറ്റ Hനെ ഡെൽറ്റ U ആയിട്ട് കണക്ട് ചെയ്യുന്ന ആകെ രണ്ട് ഇക്വേഷനേ ഉള്ളൂ. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ H ഇസ് ഇക്വൽ ടു ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V, അല്ലെങ്കിൽ ഡെൽറ്റ H ഇസ് ഇക്വൽ ടു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ NGRT. അതായത് നമ്മുടെ ഒരു ക്വസ്റ്റ്യനകത്ത് പ്രഷർ തന്നിട്ട് വോളിയം ചേഞ്ച് എന്നോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തന്നിരിക്കുന്ന ഡാറ്റയാണ് ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ യൂസ് ചെയ്യും. രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് ഒരു റിയാക്ഷൻ തന്നിട്ടാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ. അപ്പോൾ നമുക്കിവിടെ ബെൻസീൻ്റെ കമ്പഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു റിയാക്ഷനാണ്. ആ റിയാക്ഷൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഡെൽറ്റ വി കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്താ? ഡെൽറ്റ NG അല്ലേ? അപ്പോൾ നമ്മൾ ആ ഡെൽറ്റ NGനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഡെൽറ്റ H ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ H കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിവിടെ ഡെൽറ്റ NGRT എന്നുള്ളൊരു ടേം കൂടെ വേണം. നമ്മൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് ഡെൽറ്റ H എത്ര, ഡെൽറ്റ U തന്നിട്ടുണ്ട്. ഡെൽറ്റ NG കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ R ഉം T യും വാല്യൂസ് ഉണ്ട്. ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ R വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം 8.314 ജൂൾ കെൽവിൻ (-1) മോൾ (-1). നമുക്ക് അറിയുന്ന വാല്യൂ ആണ്. അതിനകത്ത് ക്വസ്റ്റ്യൻ അടുത്ത് തന്നിട്ടുമുണ്ട്. കിലോ ജൂൾ പെർ മോൾ എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിലോ ജൂൾ പെർ മോളിലാണ് ആൻസർ കിടക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഡെൽറ്റ NG കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സോൾവ് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഡെൽറ്റ NG കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ബെൻസീൻ്റെ കമ്പഷൻ്റെ ഇക്വേഷൻ അങ്ങ് ബാലൻസ് ചെയ്തെടുക്കാം. C6H6 പ്ലസ് O2 ഗീവ്സ് CO2 പ്ലസ് H2O. ഇതിനകത്ത് ബെൻസീൻ അരോമാറ്റിക് കോമ്പൗണ്ട്സുകൾ ലിക്വിഡ്സ് മാത്രമേ ഉള്ളൂ, ഗ്യാസസ് ഇല്ല. ഓക്സിജൻ എപ്പോഴും ഗ്യാസാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എപ്പോഴും ഗ്യാസാണ്. വാട്ടർ എപ്പോഴും ലിക്വിഡാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിനൊന്ന് ബാലൻസ് ചെയ്തെടുത്താൽ മതി. കാർബണിനെ CO2 ആയിട്ട് മാച്ച് ചെയ്യിപ്പിക്കുക. കാർബൺ ഇവിടെ 6 ഉണ്ട്, അപ്പോൾ നമുക്ക് 6 CO2 എന്ന് എഴുതി. ഹൈഡ്രജനെ H2 ആയിട്ട് ബാലൻസ് ചെയ്യാം. ഇവിടെ 6 ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ നമുക്ക് 3 H2O എന്ന് എഴുതാം. ശരിയല്ലേ? ഇനി ഇവിടുത്തെ ടോട്ടൽ ഓക്സിജൻ എത്രയാണെന്ന് എണ്ണി നോക്കുക. ഇവിടെ നമ്മൾ O2 ആയിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഓക്സിജൻ എത്ര കിട്ടിയോ അതിൻ്റെ നേരെ പകുതിയെ ഇവിടെ എഴുതാൻ പാടുള്ളൂ. നമുക്ക് ഇവിടുത്തെ ഓക്സിജൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ 6 × 2 എന്ന് പറഞ്ഞാൽ 12 ഓക്സിജൻ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 3 കൂടെ. അപ്പോൾ മൊത്തത്തിൽ ഒരു 15 ഓക്സിജൻ വരുന്നുണ്ട്. നമുക്ക് 15 എഴുതാൻ പറ്റില്ല, കാരണം O2 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 15/2 എന്ന് എഴുതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ബാലൻസ്ഡ് ഇക്വേഷൻ. ഇനി ഡെൽറ്റ NG ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്യാസസ് മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഗ്യാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ എണ്ണം മൈനസ് റിയാക്റ്റൻറ്റിൻ്റെ എണ്ണമാണ്. അപ്പോൾ 6 - 15/2. 15/2 എന്ന് പറയുന്നത് നമുക്കവിടെ 6 - 7.5 എന്ന് എഴുതാം. അപ്പം -1.5. അതാണ് ഡെൽറ്റ NG. ഇനി ജസ്റ്റ് ഇതിനകത്തേക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഡെൽറ്റ H = ഡെൽറ്റ U എന്ന് പറഞ്ഞാൽ -3263.9 കിലോ ജൂളിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ കിലോ ജൂളിലാണ് ഇരിക്കുന്നത്. പിന്നെ പ്ലസ് -1.5 ×
അപ്പോൾ ആറിൻ്റെ വാല്യൂ നമുക്കങ്ങ് കിലോ, ഇവിടെ ജൂളിലല്ലേ കിടക്കണേ, അതിനെ നമുക്ക് കിലോ ജൂളിൽ അപ്ലൈ ചെയ്യാം. കിലോ ജൂളിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് നേരെ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ 8.314ൻ്റെ കൂടെ ഞാനൊരു 10⁻³ മൾട്ടിപ്ലൈ ചെയ്യാണ് ഇൻ ഓർഡർ ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു കിലോ ജൂൾ. പിന്നെ ടെമ്പറേച്ചറാണ് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ 298. ഇനി ഇതെല്ലാം കൂടി അങ്ങ് സോൾവ് ചെയ്തെടുത്താൽ മതി. ഇതെല്ലാം കൂടെ വരുമ്പോൾ ആൻസർ നമുക്ക് വരുന്നത് -3263.9 പ്ലസ് -3.7116. അപ്പോൾ രണ്ട് നെഗറ്റീവാണ്, അപ്പോൾ ചുമ്മാ അങ്ങ് ആഡ് ചെയ്താൽ മതി. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് -3267.6 എന്നുള്ള ആൻസറാണ്. -3267.6. So option 3 is the right answer. Okay. അപ്പോൾ ഇപ്പോഴും ആലോചിക്കുക, ഹീറ്റഡ് കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറയുന്നത് ΔU, ഹീറ്റഡ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് പറയുന്നത് ΔH ആണ്. ΔHും ΔUവും കണക്ട് ചെയ്യുന്ന രണ്ട് ഇക്വേഷൻ, ΔH = ΔU + ΔNGRTയും PΔVയും. അത് വേണമെങ്കിൽ ഡെൽറ്റ ഉള്ളിൽ പുറത്തിട്ടിട്ട് PV വേണമെങ്കിൽ ഉള്ളിലിട്ടോ. അപ്പോൾ ΔPV ഇത്രയാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ പ്രഷർ വോളിയം ചേഞ്ചിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷൻ എടുക്കുക. ഏതെങ്കിലും റിയാക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണെങ്കിൽ നമ്മൾ ΔNGRT എന്നുള്ള ഇക്വേഷൻ സെലക്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. The standard enthalpies of formation of Al2O3 and CaO are given for the reaction of 3CaO plus 2Al plus 3Ca plus gives 3Ca plus Al2O3. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. 3CaO plus 2Al gives 3Ca plus Al2O3. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്താ നോക്കുക. തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് എന്തൽപീസ് ഓഫ് ഫോർമേഷൻ ആണ് തന്നിരിക്കുന്നത്. എന്നിട്ട് സ്റ്റാൻഡേർഡ് എന്തൽപി ഓഫ് റിയാക്ഷൻ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു 3 ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്തിടുക. ഓക്കെ, അതായത് സ്റ്റാൻഡേർഡ് എന്തൽപി ഓഫ് റിയാക്ഷൻ ചോദിച്ചേക്കാണ്. ഫോർമേഷൻ എന്തൽപി ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും പ്രൊഡക്റ്റ് മൈനസ് റിയാക്റ്റൻ്റ് ചെയ്യുക. അപ്പോൾ സമേഷൻ ഓഫ് ΔH ഫോർമേഷൻ of product minus summation of delta enthalpy of formation of reactant ചെയ്യാം. ഓക്കെ, ഇനി ഈ സെയിം റിയാക്ഷൻ എന്തൽപി എന്നെ ചോദിച്ചേക്കാണ്, എന്തൽപി ഓഫ് റിയാക്ഷൻ ചോദിച്ചേക്കാണ്. പക്ഷെ തന്നിരിക്കുന്ന ഡാറ്റ എന്തൽപി ഓഫ് കമ്പസ്റ്റൻ ആണ് തന്നിരിക്കുന്നത്. എന്തൽപി ഓഫ് കമ്പസ്റ്റൻ ആണ് തന്നിരിക്കുന്നത് വെച്ചാൽ ഡെൽറ്റ കമ്പഷൻ ഓഫ്, ഇവിടെ നമുക്ക് റിയാക്റ്റൻ്റ് മൈനസ് പ്രൊഡക്റ്റ് ചെയ്യണം. സമേഷൻ ഓഫ് ഡെൽറ്റ കമ്പഷൻ ഓഫ് പ്രൊഡക്റ്റ്. അപ്പോൾ ഇവിടെ നേരെ തിരിഞ്ഞു വിടാം. ആദ്യത്തെ കേസിൽ ഫോർമേഷൻ ആണ് തന്നിരിക്കുന്നെങ്കിൽ പ്രൊഡക്റ്റ് മൈനസ് റിയാക്റ്റൻ്റ് ആണ്. എന്തൽപി ഓഫ് കമ്പഷൻ ആണ് തന്നിരിക്കുന്നെങ്കിൽ റിയാക്റ്റൻ്റ് മൈനസ് പ്രൊഡക്റ്റ് ആണ്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, അതും കൂടെ ശ്രദ്ധിച്ചേക്കാം. ΔH ഓഫ് റിയാക്ഷൻ തന്നെ ചോദിച്ചു. തന്നിരിക്കുന്ന ബോണ്ട് എന്തൽപി വാല്യൂസ് ആണ് വിചാരിക്കുക. ബോണ്ട് എന്തൽപി ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ സമേഷൻ ഓഫ് ബോണ്ട് എന്തൽപി ഓഫ് റിയാക്റ്റൻറ്റ് മൈനസ് സമേഷൻ ഓഫ് ബോണ്ട് എന്തൽപി ഓഫ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഫോർമേഷൻ എന്തൽപി തന്നാൽ മാത്രമാണ് പ്രൊഡക്റ്റ് മൈനസ് റിയാക്റ്റൻറ്റ്. ബാക്കി രണ്ട് കേസിലും കമ്പഷൻ തന്നാലും അതുപോലെ തന്നെ ബോണ്ട് എന്തൽപി തന്നാലും റിയാക്റ്റൻറ്റ് മൈനസ് പ്രൊഡക്റ്റ് ആണ്. ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു വരുമ്പോൾ വാല്യൂ കറക്റ്റ് ആയിരിക്കും, സൈൻ മാറിപ്പോവും. ചിലപ്പോൾ ഓപ്ഷൻ അത് 2 സൈനുള്ള സെയിം മാഗ്നിറ്റ്യൂഡുള്ള ഓപ്ഷൻ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് സൈൻ റിവേഴ്സ് ആയിപ്പോയി കഴിഞ്ഞാൽ തെറ്റിപ്പോവും, കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമേഷൻ എന്തൽപി ആണെങ്കിൽ എപ്പോഴും പ്രൊഡക്റ്റ് മൈനസ് റിയാക്റ്റൻറ്റ്, എന്തൽപി ഓഫ് കമ്പഷൻ തന്നാലും ബോണ്ട് എന്തൽപി എന്നാലും റിയാക്റ്റൻറ്റ് മൈനസ് പ്രൊഡക്റ്റ്. അത് ചെയ്താൽ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഫോർമേഷൻ എന്തൽപി ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഫോർമേഷൻ എന്തൽപി ഓഫ് CaO തന്നിട്ടുണ്ട്, Al2O3 തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ഇത് രണ്ടെണ്ണത്തിൻ്റെ തരാത്തത്? അത് രണ്ടെണ്ണത്തിൻ്റെ തരാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എലമെൻ്റൽ ഫോമിലാണ്. ഒരു എലമെൻറ്റിൻ്റെ നേറ്റീവ് സ്റ്റേറ്റിൽ എടുക്കുമ്പോൾ അതിൻ്റെ ഫോർമേഷൻ എന്തൽപി 0 ആണ്. അപ്പോൾ നമുക്ക് അലുമിനിയത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഫോർമേഷൻ എന്തൽപി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ബാക്കിയുള്ള Al2O3 ആൻഡ് CaO മാത്രമേ നമുക്ക് നോക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത്
delta enthalpy of reaction is equal to delta enthalpy of formation of product minus reactant. ഇവിടുത്തെ product എന്ന് പറയുന്നത് Al2O3 മൈനസ് ഇവിടെ 3 CA ഉണ്ട് 3 ഇൻറ്റു ഡെൽറ്റ എന്തൽപി ഓഫ് ഫോർമേഷൻ ഓഫ് CaO. ഇതങ്ങ് കറക്റ്റായിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വരുന്നത് ഇവിടുത്തെ വാല്യൂ Al2O3ൻ്റെ -1675 മൈനസ് 3 ഇൻറ്റു -635. ഓക്കെ, ഇത് രണ്ടും കൂടെ അങ്ങ് സോൾവ് ചെയ്യുമ്പോൾ അവിടെ പ്ലസ് ആയി കിട്ടും. അത് മൊത്തത്തിൽ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 230 എന്നുള്ള ആൻസറാണ് കിട്ടുന്നത്. 230 കിലോ ജൂൾ പെർ മോൾ. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ ഇതുപോലുള്ള ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് ഡെൽറ്റ G0 ഫോർ 50% dissociation of N2O4 into NO2 at 27 degrees Celsius and 1 atm pressure is. സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഡെൽറ്റ G0യും ഇക്വേഷൻസ് ആലോചിച്ച് നോക്കുക. ഡെൽറ്റ G0യുടെ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ആകെ നമുക്ക് രണ്ടെണ്ണേ ഉള്ളൂ. -NF E0 എന്നുള്ളൊരു കാര്യം ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്കിവിടെ ചാൻസ് ഉള്ളതെന്നൊരു റിയാക്ഷൻ തന്നിട്ടുള്ളതാണ്. അപ്പോൾ KC വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് ഡെൽറ്റ G0ൻ്റെ ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഡെൽറ്റ G0 = -2.303 RT log KC. ആ ഇക്വേഷനാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ തന്നെ KC കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് N2O4ൻ്റെ ഡിസോസിയേഷനാണ്. N2O4 ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 NO2 ആണ്. ഇതിനകത്ത് 50% ഡിസോസിയേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആൽഫ വാല്യൂ എന്ന് പറയുന്നത് 50/100, അതായത് 0.5 ആണ്. അപ്പോൾ ആൽഫ വാല്യൂ നമുക്ക് കിട്ടി. ഇനി ആൽഫ വാല്യൂ നമുക്ക് x = n ആൽഫ അല്ലേ. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ 1 ആയിട്ട് എടുക്കുന്നതുകൊണ്ട് n = a, അതായത് a ആൽഫ. a എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസാണ്. എ എന്ന് പറയുന്നത് നമുക്ക് വാല്യൂ മെൻഷൻ ചെയ്തിട്ടില്ല, കാരണം നമുക്ക് 1 എന്ന് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ കാൽക്കുലേഷൻ കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും. അപ്പോൾ a = 1 ഞാൻ അസ്യൂം ചെയ്യുകയാണെങ്കിൽ x = 0.5. ഓക്കെ, അപ്പോൾ ഞാൻ ഇനീഷ്യൽ ടൈം t = 0ക്ക് 1 എന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ 0 ആണ്. അപ്പോൾ t = t ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ 1 - ആൽഫ 1 - x ആണ്. അതെന്ന് പറയുന്നത് 1 - a ആൽഫ, അതായത് 1 - 0.5. ഓക്കെ, അവിടെ x ആണെങ്കിൽ നമുക്ക് ഇവിടെ എടുക്കേണ്ടത് 2x ആണ് അല്ലേ. അപ്പോൾ 2x എന്ന് പറയുന്നത് 0.5 × 2, അതായത് 1. ഇവിടെ 0.5. അപ്പോൾ N2O4ൻ്റെയും NO2ൻ്റെയും അറ്റ് ഇക്വിലിബ്രിയം നമുക്ക് നമ്പർ ഓഫ് മോൾസ് ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അതിനെ കൈ വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യണം. കൈ വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ n/n ടോട്ടൽ ചെയ്യണം. n ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 + 1 = 1.5 ആണ്. അപ്പോൾ ഇവിടെ 0.5 / 1.5, അപ്പോൾ 1/3. ഇവിടെ 1 / 1.5, അതായത് 2/3 ആണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? പിയിലേക്ക് മാറ്റണം. പി കിട്ടണമെന്നുണ്ടെങ്കിൽ കൈ വാല്യൂ ഇൻറ്റു പി ടോട്ടൽ ചെയ്യണം. പി ടോട്ടൽ എന്ന് പറയുന്നത് ഇവിടെ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് 1 atm. അപ്പോൾ ആ 1 atm കൊണ്ട് നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 1 atm കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1/3 × p ആണ്. അപ്പോൾ 1/3 തന്നെ. 2/3 × p, അവിടെയും 2/3 തന്നെ. അപ്പോൾ നമ്മൾ KC വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. സോ KC = PNO2² / N2O4. നമ്മൾ എന്തുകൊണ്ടാണ് KC അറിയില്ല എന്തുകൊണ്ടാണ് KP കാൽക്കുലേറ്റ് ചെയ്തത്? KP കാൽക്കുലേറ്റ് ചെയ്തതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നിരിക്കുന്നത് പ്രഷർ വാല്യൂ വന്നിരിക്കുന്നത് അല്ലേ. കോൺസെൻട്രേഷൻ ടേം ആണെങ്കിലാണ് KC വാല്യൂ എടുക്കുന്നത്. അപ്പോൾ കോൺസെൻട്രേഷൻ ടേം ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വോളിയമാണ് വേണ്ടത്. ഇവിടെ വോളിയം തന്നിട്ടില്ല, നമുക്ക് പ്രഷർ തന്നിരിക്കുന്നത്. അപ്പോൾ അത് കാരണം തന്നെ അത് ഗ്യാസ് ആണ്. ഗ്യാസ് ആകുമ്പോൾ നമ്മൾ പാർഷ്യൽ പ്രഷർ വെച്ചിട്ടാണ് KP വാല്യൂ ആണ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/3
ഇൻറ്റു 2/3 ഡിവൈഡ് ബൈ 1/3. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 4/3 ആണ്. 4/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.33. ഇവിടെ നമുക്ക് ലോഗ് വാല്യൂ 1.33 ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് അത് വെച്ചിട്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. അല്ലെങ്കിൽ ലോഗ് 4 മൈനസ് ലോഗ് 3 എന്നുള്ള രീതിയിൽ എടുത്താലും മതി കേട്ടോ. ഇവിടെ നമുക്ക് വാല്യൂ ഡയറക്റ്റ് തന്നിട്ടുള്ള കാരണം. അപ്പോൾ ഡെൽറ്റ ജി സിക്കൽ ടു -2.303 RT ലോഗ് കെ പി. അപ്പോൾ -2.303 ഇൻറ്റു ആർ വാല്യൂ 8.314 ഇൻറ്റു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 27 ആണ്. അപ്പോൾ 300 ഇൻറ്റു ലോഗ് 1.33. ഈ വാല്യൂ എല്ലാം അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ വരുന്നത് -711.7 ആണ്. അതായത് ഓപ്ഷൻ 3 വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ കെ പി വാല്യൂയിലേക്ക് എത്തിക്കണമെങ്കിൽ ആദ്യം 1 മൈനസ് ആൽഫ കണ്ടുപിടിച്ചു, അതായത് നമ്പർ ഓഫ് മോൾസ് അറ്റ് ഇക്വിലിബ്രിയം കണ്ടുപിടിച്ചു. ടോട്ടൽ അതെല്ലാം കൂടെ ആഡ് ചെയ്ത ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആയി. അതുകൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ കൈ വാല്യൂ ആയി. കൈ വാല്യൂവിനെ പി ടോട്ടലിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ പാർഷ്യൽ പ്രഷറായി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 20 ml 0.1 molar H2SO4 solution is added to 30 ml 0.2 molar NH4OH solution. pH of the resulting solution is. pKb വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അവിടെ റിയാക്ഷൻ നടന്നതിന് ശേഷം ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്യും. അത് റിയാക്ഷന് ശേഷം എന്തൊക്കെയാണ് ബാലൻസ് കിടക്കണേന്ന് നോക്കണം. ഒരു സ്ട്രോങ് ആസിഡ് മാത്രമാണ് ബാലൻസ് കിടക്കണമെങ്കിൽ ആ ആസിഡിൻ്റെ ബാലൻസ് ഉള്ള ആസിഡിൻ്റെ pH ഡയറക്റ്റ് ആയിട്ട് സ്ട്രോങ് ആസിഡിൻ്റെ കണ്ടുപിടിക്കുന്ന പോലെ ചെയ്തേക്കാം. ഇനി ഒരു വീക്ക് ആസിഡാണ് ബാലൻസ് കിടക്കുന്നതെങ്കിൽ അവിടെ വീക്ക് ആസിഡിൻ മാത്രമാണോ നോക്കണം. വീക്ക് ആസിഡ് മാത്രമാണെങ്കിൽ വീക്ക് ആസിഡ് ഇക്വേഷൻ എടുത്താൽ മതി. പക്ഷേ ഇവിടെ നമുക്ക് മിക്കവാറും ഒരു ആസിഡ് ബേസ് റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ അവിടെ ഒരു സോൾട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സോൾട്ടിൻ്റെ നേച്ചർ വന്നു കഴിഞ്ഞാൽ അവിടെ അസിഡിക് ബഫർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അസിഡിക് ബഫറിൻ്റെ ഇക്വേഷൻ എടുത്തേക്കണം. ഇനി ഇതുപോലെ തന്നെ നേരെ തിരിച്ചു. ഇവിടെയും ഈ ഒരു കേസിൽ സ്ട്രോങ് ആസിഡും വീക്ക് ബേസും. അപ്പോൾ നമുക്ക് സ്ട്രോങ് ആസിഡ് മാത്രമാണ് ബാലൻസ് കിടക്കുന്നതെങ്കിൽ, അതായത് H2SO4 ആണ് ബാലൻസ് കിടക്കുന്നതെങ്കിൽ ആ ബാലൻസ് ഉള്ള H2SO4ൻ്റെ pH ഡയറക്റ്റ് ചെയ്താൽ മതി. ഇവിടെയാണെങ്കിൽ ഒരു വീക്ക് ബേസ് ഉണ്ട്. അപ്പോൾ ആ വീക്ക് ബേസ് അവിടെ ബാലൻസ് കിടക്കുന്നുണ്ടെങ്കിൽ ആ വീക്ക് ബേസ് എത്രയുണ്ടെന്ന് നോക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോൾട്ട് എത്രയുണ്ടെന്ന് നോക്കുക. അപ്പോൾ നമുക്കൊരു ബേസിക് ബഫറാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ എടുക്കണം എന്നുള്ളത്, pHൻ്റെ ഏത് ഇക്വേഷൻ സെലക്ട് ചെയ്യണം. നമ്മളിപ്പോൾ കുറേ ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. ഏതിൻ്റെയൊക്കെ ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്? നമുക്ക് വീക്ക് ആസിഡും വീക്ക് ബേസും ഒറ്റയ്ക്ക് വരികയാണെങ്കിലത്തെ ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ സോൾട്ട് മാത്രം എടുത്ത് വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ സോൾട്ട് ഹൈഡ്രോളിസിൻ്റെ ഒരു 3 ടൈപ്പ് ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അസിഡിക് ബഫറിൻ്റെയും ബേസിക് ബഫറിൻ്റെയും ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു 7 ഇക്വേഷൻ തന്നെ pHൻ്റെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൂടാതെ സ്ട്രോങ് ആസിഡിൻ്റെയും സ്ട്രോങ് ബേസിൻ്റെ ഒറ്റയ്ക്കുള്ള ഇക്വേഷൻ വേറെയും ഇക്വേഷൻ ഇല്ല. അത് ജസ്റ്റ് നെഗറ്റീവ് ലോഗ് വെച്ചിട്ടുള്ള നെഗറ്റീവ് ലോഗ് H+ അത് ചെയ്തിട്ടുള്ള pH കാൽക്കുലേഷനും അതും പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 7 ഇക്വേഷനിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. അത് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ റിയാക്ഷൻ എഴുതി നോക്കിയിട്ട് എന്താണ് ഇക്വേഷൻ ആ ഒരു റിയാക്ഷൻ മിക്സ്ചറിനകത്ത് എന്താണ് ബാലൻസ് കിടക്കുന്നത് അത് നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ. അപ്പോൾ ഇവിടെ H2SO4ഉം NH4OH തമ്മിലുള്ള ഒരു റിയാക്ഷനാണ്. അപ്പോൾ H2SO4 NH4OH റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് NH4 twice SO4ഉം അതുപോലെ തന്നെ H2O ആണ് കിട്ടുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് H2SO4, നമ്പർ ഓഫ് മോൾസ് ഓഫ് NH4OH അത് കണ്ടുപിടിക്കാനുള്ള ഡാറ്റ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 20 ml അതായത് നമ്മൾ നമ്പർ ഓഫ് മില്ലിമോൾസ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ മൊളാരിറ്റി ഇൻറ്റു വോളിയം ഇൻ ml ചെയ്യുക. നമ്പർ ഓഫ് മോൾസിലേക്കാണ് നിങ്ങൾ ഡയറക്റ്റ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊളാരിറ്റി ഇൻറ്റു വോളിയം ഇൻ ലിറ്റർ ചെയ്യുക, അല്ലെങ്കിൽ മൊളാരിറ്റി ഇൻറ്റു വോളിയം ഇൻ ml ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആദ്യം തന്നെ നമ്പർ ഓഫ് മോൾസ് ഓഫ് H+ഉം OH- കറക്റ്റായിട്ട് കണ്ടുപിടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് ബാലൻസ് എന്തുമാത്രം കിടപ്പുണ്ടെന്ന് നമുക്ക് അറിയുകയും ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ H2SO4ൻ്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം.
20 ഇൻറ്റു 0.1 അതായത് 2 ആണ്. 2 മില്ലിമോൾസ് ആണ് കേട്ടോ. ഞാൻ മില്ലിമോൾസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. 2 മില്ലിമോൾസ് ബാലൻസ് കിടപ്പുണ്ട്. ഇവിടെയാണെങ്കിൽ 30 ഇൻറ്റു 0.2 അപ്പോൾ 6 മില്ലിമോൾസ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ 1-ന് 2 ആണ് റിയാക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ 2-ന് 4 റിയാക്ട്. ശരിയല്ലേ? അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി യൂസ്ഡ്. ഇവിടെ 4 റിയാക്ട് ചെയ്ത ബാലൻസ് 6 മൈനസ് 4 ഇസിക്കൽ ടു 2. 2 മില്ലിമോൾസ് NH4OH റിമെയിൻ. ഓക്കെ, ഇനി ഇവിടെ 1 റിയാക്ട് ചെയ്താൽ ഇവിടെ 1 പ്രൊഡ്യൂസ്ഡ് ആവും. അപ്പോൾ ഇവിടെ 2 റിയാക്ട് ചെയ്താൽ 2 പ്രൊഡ്യൂസ്ഡ് ആവും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എത്ര സോൾട്ട് ഫോം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ 2 മില്ലിമോൾസ് NH4OH റിയാക്ട് ചെയ്താലാണ് അവിടെ 1 മില്ലിമോൾ NH4 ട്വൈസ് SO4 ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവിടെ എത്രയാണെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ ബാലൻസ് വരുന്നത് എന്ന് പറഞ്ഞാൽ 4 മില്ലിമോൾസ് ആണ് നമുക്ക് NH4 ട്വൈസ് SO4 ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ റിയാക്ഷന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ 2 മില്ലിമോൾസ് റിയാക്ട് ചെയ്തു, ഇവിടെ 4 മില്ലിമോൾസ് റിയാക്ട് ചെയ്തു, ബാലൻസ് 2 മില്ലിമോൾസ് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ എന്ത് റിയാക്ഷൻ നടന്നു എന്ന് നമുക്ക് നോക്കണം. അവിടെ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ 1-ന് ഇവിടെ 1 വരും. അപ്പോൾ ഇവിടെ 2-ന് ഇവിടെ 2 വരും. ഓക്കെ, 2 മില്ലിമോൾസ് റിയാക്ട് ചെയ്യും. അപ്പോൾ 2 മില്ലിമോൾസ് സോൾട്ടും ആണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ 2 മില്ലിമോൾസ് സോൾട്ടും ആ സോൾട്ട് എന്ന് പറയുന്നത് വീക്ക് ബേസ് വിത്ത് സ്ട്രോങ് ആസിഡ് ആണ്. ഇതാണെങ്കിൽ ഒരു വീക്ക് ബേസും ആണ് ബാലൻസ് കിടക്കുന്നത്. അപ്പോൾ വീക്ക് ബേസ് വിത്ത് ഇറ്റ്സ് എ സോൾട്ട് വിത്ത് സ്ട്രോങ് ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബേസിക് ബഫറാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ ബേസിക് ബഫറിൻ്റെ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് എടുത്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ബേസിക് ബഫറിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യാം. യൂസ് ദ ഇക്വേഷൻ ഫോർ ബേസിക് ബഫർ. ഓക്കെ, അപ്പോൾ ബേസിക് ബഫറിൻ്റെ ഇക്വേഷൻ. അപ്പം നമുക്കിവിടെ ബാലൻസ് കിടക്കുന്നത് എത്രയാണെന്ന് നോക്കണം. 2 മില്ലിമോൾസ് NH4OH അതുപോലെ തന്നെ 2 മില്ലിമോൾസ് സോൾട്ടും ആണ് നമുക്ക് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഇക്വേഷൻ എടുക്കണം. നമുക്ക് എടുക്കേണ്ടത് POH ആണ്. POH = PKB + log salt by base. ഈ ഇക്വേഷൻ എടുക്കാം. ഓക്കെ, പിന്നെ ഇതിനനുസരിച്ച് ഞങ്ങൾ ചെയ്താൽ മതി. POH നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. POH കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് 14 മൈനസ് ചെയ്തിട്ട് pH ആക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ സംഭവം ഇത്രയേ ഉള്ളൂ. നമുക്കൊരു റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനായിട്ട് ആസിഡ് ബേസ് റിയാക്ഷൻ എഴുതി വെച്ചു. എന്നിട്ട് ഓരോന്നും നമുക്ക് മൊളാരിറ്റി ഇൻറ്റു വോളിയം ഇൻ ml ചെയ്ത് കഴിഞ്ഞാൽ മില്ലിമോൾസ് എത്രയാണെന്ന് കിട്ടും. ആ മില്ലിമോൾസ് കൊണ്ട് റേഷ്യോ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ റിമെയിൻ ചെയ്യുന്നുണ്ടെന്ന് അവിടെ നോക്കുക. ഇവിടെ ആണെങ്കിൽ H2SO4 കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് പോയി. NH4OH ആണ് ബാലൻസ് കിടക്കുന്നത്. NH4OH H2SO4 തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് സോൾട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ റിയാക്ഷന് ലിമിറ്റിംഗ് റിയേജൻ്റ് ഏതാണെന്ന് നോക്കി ആ ലിമിറ്റിംഗ് റിയേജന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഫോർമേഷനാണ് അവിടെ നടന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ ലിമിറ്റിംഗ് റിയേജൻ്റ് ഏതാ? H2SO4 ആണ് ലിമിറ്റിംഗ് റിയേജൻ്റ് വരുന്നത്.
അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയാക്ഷനേ അവിടെ നടക്കുള്ളൂ. അപ്പോൾ H2SO4 കറസ്പോണ്ടിങ് ആയിട്ട് എത്ര സോൾട്ട് ഫോം ചെയ്തിട്ടുണ്ടെന്ന് അതും കണ്ടുപിടിച്ച് വെച്ചു. എന്നിട്ട് H2SO4 കറസ്പോണ്ടിങ് ആയിട്ട് എത്ര NH4OH റിയാക്ട് ചെയ്തു നോക്കി. അപ്പോൾ ബാലൻസ് കിടക്കുന്ന NH4OH എത്രയാണെന്ന് കണ്ടുപിടിച്ചെടുത്തു. ഇനി ബാലൻസ് ഉള്ളത് സോൾട്ട് ബൈ ബേസ് എന്നുള്ള രീതിയിൽ ഇട്ടിട്ട് നമുക്ക് ആ ലോഗിൻ്റെ വാല്യൂലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ബേസിക് ബഫറിൻ്റെ ഇക്വേഷൻ എടുത്ത് കൊടുത്തിട്ട് POH ആദ്യം കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. POH കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം 14 മൈനസ് ചെയ്തിട്ട് pH കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഫോർ ദ റെഡോക്സ് റിയാക്ഷൻ MnO4 പ്ലസ് C2O4 2- പ്ലസ് H പ്ലസ്. അപ്പോൾ ഇത് നമുക്കിതൊരു ബാലൻസിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ ബാലൻസിങ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. റെഡോക്സ് ഇക്വേഷൻ ബാലൻസിങ് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് വിത്തിൻ 1 മിനിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. Mn2 പ്ലസ് CO2 ആണ് അല്ലേ? ആദ്യം തന്നെ സ്റ്റോഷിയോമെട്രിക് റേഷ്യോസ് കറക്റ്റ് ചെയ്യുക. ഇവിടെ 2 കാർബൺ ഉണ്ട്, അപ്പോൾ ഞാനിവിടെ 2 CO2 ആക്കി വെച്ചു. ഇനി ജസ്റ്റ് എന്താണ് ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ നോക്കാം. ഇവിടെ +7 നിന്ന് +2 അതായത് 5 ഇലക്ട്രോൺ ചേഞ്ച്. ഇവിടെ -3 നിന്ന് +3 നിന്ന് +4 അപ്പോൾ 1 ഇലക്ട്രോൺ ചേഞ്ച് ആണ്, പക്ഷേ 2 കാർബണിൽ കാരണം 2 ഇലക്ട്രോൺ ചേഞ്ച് ആണ്. ഇലക്ട്രോൺ ചേഞ്ച് സെയിം ആയാലാണ് ഇക്വേഷൻ ബാലൻസ് ആവുള്ളൂ. അപ്പോൾ ഇവിടെ 5നെ 2 ആക്കാൻ പറ്റില്ല, 2നെ 5 ആക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഹയർ നമ്പറിലേക്ക് ആക്കി വെക്കാം. അപ്പോൾ ഈ ഇക്വേഷന് ഇൻറ്റു ഒരു 2 ചെയ്താൽ 10 ഇലക്ട്രോൺ ആയി. ഈ ഇക്വേഷന് ഇൻറ്റു ഒരു 5 ചെയ്താൽ 10 ഇലക്ട്രോൺ ആയി. അപ്പോൾ നമുക്കിവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, കാരണം ഞാൻ ഇവിടെ ഒരു 2 ഇട്ടു, ഇവിടെ ഒരു 2 ഇട്ടു. ഈ ഇക്വേഷനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, അവിടെ ഞാൻ 5 ഇട്ടു. ഇവിടെ ഓൾറെഡി ഒരു 2 CO2 എന്ന് കിടപ്പുണ്ടായിരുന്നു അല്ലേ? 2 CO2 ആയിരുന്നു. അപ്പോൾ ആ 2ൻ്റെ കൂടെ 5 കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 10 CO2 എന്നായി. ഓക്കെ അല്ലേ? ഇതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഇനി നമുക്ക് H+ഉം H2O ആണ് ബാലൻസ് ചെയ്യാനുള്ളത് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഉള്ള ടോട്ടൽ നമ്പർ ഓഫ് ഓക്സിജൻ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഇവിടുത്തെ ടോട്ടൽ ഓക്സിജൻ എടുക്കാം. 2 × 4 8. ഓക്സിജൻ്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് മൊത്തത്തിൽ 8 ഉണ്ട്, ഇവിടെ മൊത്തത്തിൽ 5 × 4 അതായത് 20 ഉണ്ട്. അവിടെ ഈ സൈഡിൽ 28 ഓക്സിജൻ ഉണ്ട്. ഇനി ഈ സൈഡിൽ ഓക്സിജൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിൽ മാത്രമേ ഉള്ളൂ, 10 CO2 ആണ്. അപ്പോൾ മൊത്തത്തിൽ 10 × 2 20 ആണുള്ളത്. ഇവിടെ ഒരു 8 എണ്ണം കൂടുതലാണ്. ആ 8 ഓക്സിജനെ ആസിഡ് മീഡിയം ആണെങ്കിൽ H2O വെച്ച് ബാലൻസ് ചെയ്യാം. ഒരു H2Oയിൽ ഒരു ഓക്സിജനാണ്. അപ്പോൾ 8 ഓക്സിജൻ കിട്ടണമെങ്കിൽ ഇവിടെ ഒരു 8 H2O ആഡ് ചെയ്തു. 8 H2O ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 16 H+ എക്സ്ട്രാ വന്നു. അത് ഈ സൈഡിൽ. അപ്പോൾ ഇവിടുത്തെ ഓക്സിജൻ, ഇപ്പോഴത്തെ പുതിയ ഓക്സിജൻ്റെ നമ്പർ എന്ന് പറയുന്നത് 28 ആയി കറക്റ്റായി. പക്ഷേ ഇവിടെ ഒരു ഹൈഡ്രജൻ 16 എണ്ണം എക്സ്ട്രാ വന്നു. ഇവിടെ ഹൈഡ്രജൻ 0 ആണ്. ഇവിടെ ഹൈഡ്രജൻ 0 ആയാണ് നമ്മളിവിടെ ഒരു 16 H+ കിട്ടും. സോ ഇറ്റ് ഈസ് കറക്റ്റ്. ബാലൻസിങ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടുത്തെ മാംഗനീസിൻ്റെ നോക്കാം. MnO4 2, C2O4 2- 5, ഹൈഡ്രജന് 16. സോ ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. വളരെ ഈസിയാണ്, ഇതുപോലെ ഇട്ടങ്ങ് കൊടുത്ത് ചെയ്താൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 15. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ആസിഡ്? ആസിഡ് ആണെങ്കിൽ H+നെ എലിമിനേറ്റ് ചെയ്യും. H+നെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോൺജുഗേറ്റ് ബേസ് ഉണ്ടാവും. കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡാണ്. ആ നെഗറ്റീവ്ലി ചാർജ്ഡ് കോൺജുഗേറ്റ് ബേസിൻ്റെ സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആസിഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്കിവിടെ ഒരു H+നെ കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്ന കോൺജുഗേറ്റ് ബേസ് ഒരു CH2+ ആണ്. ബെൻസൈൽ CH2+ പോട്ടെ, സോറി ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, CH2- ആണ്. ബെൻസൈൽ കാർബാനയോൺ. ബെൻസൈൽ കാർബാനയോൺ ഈസ് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ്. അപ്പോൾ നല്ല ഹൈലി സ്റ്റേബിളാണ്. നല്ല ഹൈലി സ്റ്റേബിളാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് കിട്ടും. ഇവിടെ നെഗറ്റീവ് ചാർജ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് അരോമാറ്റിക്, ഹൈലി സ്റ്റേബിൾ.
ഇനി ഇവിടെ ഒരു മൈനസ് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആൻറ്റി അരോമാറ്റിക്, അതായത് അൺസ്റ്റേബിൾ. ഇനി ഇവിടെ എവിടെയെങ്കിലും ഒരു മൈനസ് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ CH3 CH2 CH2, ഞാനിപ്പോൾ തെറ്റത്ത് കൊടുക്കുകയാണ്, CH2 മൈനസ്. ഇതൊരു പ്രൈമറി കാർബാനയോൺ ആണ്. അത്രയ്ക്ക് സ്റ്റെബിലിറ്റി ഒന്നും എടുത്ത് പറയാനില്ല. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സ്റ്റെബിലിറ്റി എടുത്ത് പറയാനുള്ളത് 1നും 2നാണ്. റെസനൻസ് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ബെൻസൈൽ കാർബാനയോണും അരോമാറ്റിക് ആയിട്ടുള്ള സ്പീഷീസും, അതിനകത്ത് അരോമാറ്റിക് ആണ് ഏറ്റവും സ്റ്റേബിൾ വരുന്നത്. സോ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് കാർബോകാറ്റയോൺ ഈസ് മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റയോൺ. അപ്പോൾ നമുക്ക് കാർബോകാറ്റയോണിനെ സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ഇഫക്റ്റുകളുണ്ട്. ആദ്യത്തെ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് +I ഇഫക്റ്റ് ആണ്. +I ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഇഫക്റ്റ് ആണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഇഫക്റ്റ് വന്നു കഴിഞ്ഞാൽ കാർബോകാറ്റയോൺ നല്ലോണം സ്റ്റേബിൾ ആവും. അതുകൊണ്ടാണ് ഈ ടെർഷ്യറിയൊക്കെ മോസ്റ്റ് സ്റ്റേബിൾ വരുന്നത്. പിന്നെ രണ്ടാമത് നോക്കേണ്ടത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത്തെ ഒരു സ്റ്റെബിലൈസിങ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ കോൺജുഗേഷൻ ഇഫക്റ്റ് ആണ്. ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ആ കാർബോകാറ്റയോണിൻ്റെ ആൽഫ പൊസിഷനിലുള്ള ഹൈഡ്രജൻ്റെ എണ്ണം നോക്കിയാൽ മതി. അപ്പോൾ ആൽഫ ഹൈഡ്രജൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ ഹൈപ്പർ കോൺജുഗേറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ എണ്ണം കൂടും, ആ കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റിയും കൂടും. ശരി, സ്റ്റേബിൾ എന്തായാലും അതേ വരുള്ളൂ. പിന്നെ അതില്ലെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് റെസനൻസ് സ്റ്റെബിലൈസേഷൻ ഉണ്ടോ നോക്കുക. അതിൽ തന്നെ എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലത്. ഓക്കെ, ഇനി റെസനൻസ് ഇല്ലെങ്കിൽ മാത്രം ഹൈപ്പർ കോൺജുഗേഷൻ നോക്കുക. ഹൈപ്പർ കോൺജുഗേഷൻ ഇല്ലെങ്കിൽ മാത്രം +I ഇഫക്റ്റ്. ഈ ഓർഡറിൽ തന്നെ സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്യണം. നമുക്കിവിടെ ഒന്നും തന്നെ അരോമാറ്റിക് സ്പീഷീസ് ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് റെസനൻസ് സ്റ്റെബിലൈസേഷൻ ഉണ്ടോ എന്നുള്ള കാര്യമാണ്. ഇവിടെ റെസനൻസ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ഇതിന് ഇങ്ങോട്ട് കൊടുത്താൽ റെസനൻസ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ശരിയല്ലേ? ഇതിനകത്തും റെസനൻസ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. പക്ഷേ ഇതിനകത്തൊക്കെ ഒരു OC3 ഉണ്ട് കേട്ടോ. ഇതിനകത്ത് റെസനൻസ് സ്റ്റെബിലൈസേഷൻ ഓക്കെ. ഇനി ഇതിനകത്താണെങ്കിൽ നോക്കിക്കേ, അപ്പോൾ മോസ്റ്റ് എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ വരുന്ന സ്പീഷീസ് ഏതാ? എല്ലാത്തിനകത്തും എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ വരുന്നുണ്ട്. എന്നാലും മോസ്റ്റ് എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ വരുന്ന സ്പീഷീസ് എന്ന് പറയുന്നത് 4 വരുന്നത്. സോ അതായത് ഏറ്റവും നീളത്തിൽ എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ കിട്ടണ ഏതാ നോക്കുക, അതായിരിക്കും മോസ്റ്റ് സ്റ്റേബിൾ. ഇതിനകത്ത് എല്ലാത്തിനകത്തും റെസനൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്, എല്ലാതും റെസനൻസ് സ്റ്റെബിലൈസ്ഡാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ മോസ്റ്റ് എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ കിട്ടുന്ന സ്പീഷീസ് ഏതാണെന്ന് വെച്ചാൽ അതായിരിക്കും ഏറ്റവും ഹൈലി സ്റ്റേബിൾ. അപ്പോൾ ഇതിനകത്താണ് മോസ്റ്റ് എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള കോൺജുഗേഷൻ കിട്ടുന്നത്. സോ ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 3-methyl pent-2-ene on reaction with HBr in presence of peroxide form an addition product. The number of possible stereoisomers for the product is. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 3-methyl pent-2-ene ആണ്. CH3 CH ഡബിൾ ബോണ്ട് C, സെക്കൻഡ് പൊസിഷനിൽ ഈനായി, തേർഡ് പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് കൊടുത്തു. പെൻറ്റ് ആണ്. 1 2 3 4 5 പെൻറ്റ് 2-ene 3-methyl pent 2E. ഇനി ഇതിനകത്തേക്ക് HBr പെറോക്സൈഡ് പറഞ്ഞിട്ടുണ്ട്. പെറോക്സൈഡിൻ്റെ പ്രസൻസിലാണെങ്കിൽ നമുക്ക് വരുന്ന അഡീഷൻ എന്ന് പറയുന്നത് ആൻറ്റി മാർക്കോണിക് ഓഫ് അഡീഷൻ ആയിരിക്കും. അപ്പോൾ H കൂടുതലുള്ള സ്ഥലത്തേക്ക് Br പോവും, H കുറവുള്ള സ്ഥലത്ത് H വരും. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് CH3 CHBr, പിന്നെ CH CH3 CH2 CH3 ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്റ്റീരിയോയിസോമേഴ്സുകളുടെ എണ്ണം ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്ലാനാർ ആണോ നോക്കാം. പ്ലെയിനോസിമെട്രി ഉണ്ടോ നോക്കാം. പ്ലെയിനോസിമെട്രി ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ പ്ലെയിനോസിമെട്രി ഇതിനകത്തില്ല, പ്ലെയിനോസിമെട്രി ഉണ്ടെങ്കിൽ ഇക്വേഷൻ വേറെയാണ്. ഇവിടെ പ്ലെയിനോസിമെട്രി ഒന്നും ഇല്ലാത്ത കാരണം നമ്മുടെ നമ്പർ ഓഫ് സ്റ്റീരിയോയിസോമേഴ്സ് = 2n ആണ് വേണ്ടത്. വേറെ n ഇസ് എ സ്റ്റീരിയോ സെൻറ്റർ അല്ലേ. അപ്പോൾ ഇവിടുത്തെ സ്റ്റീരിയോ സെൻറ്റേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. ഇതൊരു സ്റ്റീരിയോ സെൻറ്ററാണ്. ഇതിനകത്ത് 4 ബോണ്ടും ഡിഫറെൻ്റ് ആണ്. ഇതൊരു സ്റ്റീരിയോ സെൻറ്ററാണ്, കാരണം അതിലത്തെ 4 വാലൻസിയും ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് വഴിയാണ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത്. സോ n = 2 ആണ്. അപ്പോൾ ദിസ് = 2^2 = 4. സോ ദ ആൻസർ ഈസ് 4. ഓക്കെ, അപ്പോൾ പ്ലെയിനോസിമെട്രി ഇല്ലെങ്കിൽ 2^n എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക. ഇഫ് ദർ ഈസ് പ്ലെയിനോസിമെട്രി, if n is if there is no plane of symmetry. ഇനി
if there is plane of symmetry ആണെങ്കിൽ n is odd ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2 raised to n minus 1 plus 2 raised to n by 2 minus 1 sorry ഈവൻ ആണെങ്കിൽ. ഇനി n is odd ആണെങ്കിൽ 2 raised to n minus 1 plus 2 raised to n minus 1 by 2 ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ലാത്തതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്. സോ ദ ആൻസർ ഈസ് 4. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. 0.888 gram sample of an organic compound was digested with a concentrated H2SO4 and distilled with NaOH, and the ammonia gas evolved was passed through 50 ml of 0.5 normal H2SO4. The resultant solution required 30 ml of 0.05 normal NaOH for complete neutralization. The mass percentage of nitrogen in the organic compound. അപ്പോൾ ജെൽഡൽസ് ടെക്നിക്കാണ്. ജെൽഡൽസ് മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് ഇങ്ങനെയൊക്കെയാണ്. Percentage nitrogen is equal to 1.4 m into 2 into v minus v1 by 2 whole divided by w. ഇവിടെ v എന്ന് പറയുന്നത് ഇനീഷ്യൽ വോളിയം ഓഫ് H2SO4. v1 എന്ന് പറയുന്നത് വോളിയം ഓഫ് NaOH ആണ്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഇഫ് ഇറ്റ് ഇസ് മൊളാരിറ്റി. പക്ഷെ നമുക്കവിടെ നോർമാലിറ്റിയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നോർമാലിറ്റിയിൽ തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് രണ്ട് ജനറൽ ഇതിപ്പോൾ H2SO4 NaOH മാത്രമാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി H2SO4 വരെ HCl വരാം, NaOH വരാം, COOH ട്വൈസ് വരാം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരും. അത് കാരണം നമുക്ക് രണ്ട് ജനറൽ എക്സ്പ്രഷൻ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. പെർസെൻറ്റേജ് നൈട്രജൻ ഈസ് ഇക്വൽ ടു 1.4 ഇൻറ്റു n factor of acid, molarity of acid, volume of acid minus n factor of base, molarity of base, volume of base whole divided by W. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ആസിഡ് ആണെങ്കിലും ഏത് ബേസ് ആണെങ്കിലും മൊളാരിറ്റി ആണ് തന്നിരിക്കണമെങ്കിൽ ഡിഫറെൻറ്റ് മൊളാരിറ്റി ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ NaOHനും H2SO4 തന്നെ ആയിരിക്കണം. ആ രണ്ടെണ്ണത്തിനും സെയിം മൊളാരിറ്റിയും ആയിരിക്കണം. ഇവിടെ മൊളാരിറ്റി ഡിഫറെൻ്റാണ് തന്നിരിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ അതും മൊളാരിറ്റി അല്ല, നോർമാലിറ്റിയും ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഇത് മൊളാരിറ്റി ആണെങ്കിലത്തെ കേസാണ് ഞാൻ പറഞ്ഞത്. ഇത് n ഫാക്ടർ ഇൻറ്റു മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നോർമാലിറ്റിയാണ്. അത് കാരണം ഈ ഇക്വേഷൻ ഒന്നുകൂടെ നമുക്ക് എഴുതാം. 1.4 ഇൻറ്റു നോർമാലിറ്റി ഓഫ് ആസിഡ്, വോളിയം ഓഫ് ആസിഡ് മൈനസ് നോർമാലിറ്റി ഓഫ് ബേസ്, വോളിയം ഓഫ് ബേസ് ഡിവൈഡഡ് ബൈ W. അപ്പോൾ 1.4 ഇൻറ്റു നോർമാലിറ്റി ഓഫ് ആസിഡ് 0.5, വോളിയം ഈസ് 50 minus normality of base is 0.25 and its volume is 30 ml whole divided by mass is 0.888. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതങ്ങ് സോൾവ് ചെയ്തെടുത്താൽ മതി. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത് 67% ആണ് കേട്ടോ. ഇത് ചുമ്മാ സോൾവ് ചെയ്തെടുത്താൽ മതി, നിങ്ങളത് സോൾവ് ചെയ്തെടുത്താൽ മതി ആൻസർ. അപ്പോൾ 67% എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കുക. ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതാണ് NCERTയിൽ തന്നിരിക്കുന്ന ഇക്വേഷൻ. ഇത് ഉപയോഗിക്കണമെങ്കിൽ എക്സാക്ട്ലി ഉപയോഗിക്കുന്ന ആസിഡ് അമോണിയ പ്രൊഡ്യൂസ്ഡ് ആവും. അമോണിയ പ്രൊഡ്യൂസ്ഡ് ആവുന്നതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആസിഡ് എന്ന് പറയുന്നത് H2SO4 തന്നെ ആയിരിക്കണം. H2SO4 ബാലൻസ് ഉള്ളതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബേസ് NaOH തന്നെ ആയിരിക്കണം. ആ രണ്ടെണ്ണത്തിൻ്റെയും മൊളാരിറ്റി സെയിം ആയിരിക്കണം, എങ്കിലേ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി അതല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ H2SO4ന് പകരം HCl തരാം, NaOHന് പകരം വേറെ ഏതെങ്കിലുമൊക്കെ ബേസ് തരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ രണ്ടിൻ്റെയും മൊളാരിറ്റി സെയിം തരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ രണ്ടിൻ്റെയും മൊളാരിറ്റി സെയിം ആണ്, ആസിഡ് ഡിഫറെൻ്റ് ആണ്. അതായത് നമുക്ക് എന്ത് മൊളാരിറ്റി ആയിക്കോട്ടെ, എന്ത് ആസിഡോ എന്ത് ബേസും ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇനി എന്ത് ആസിഡ് ആയാലും എന്ത് ബേസ് ആണെങ്കിലും പ്രശ്നമില്ല, നോർമാലിറ്റിയാണ് തന്നിരിക്കണമെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കാം. അങ്ങനെ മൊത്തത്തിൽ ഈ 3 ഇക്വേഷൻ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഈ ലാസ്റ്റത്തെ ഇക്വേഷൻ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്തത്. കാരണം നോർമാലിറ്റിയാണ് തന്നിരിക്കുന്നത്, രണ്ടിൻ്റെയും നോർമാലിറ്റി ഡിഫറൻറ്റും ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ വലിയ പാടാണ്, നമ്മൾ ഇതിനെ മൊളാരിറ്റിയിലേക്ക് മാറ്റിയിട്ടൊക്കെ വലിയ പാടാണ്. നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോവാണ്. ദ മേജർ പ്രൊഡക്റ്റ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ ഈസ്. നോക്കി
അപ്പോൾ ഇതിനകത്ത് HgSO4, H2SO4, H3O+. ഞങ്ങൾക്ക് ഒരു ഡാറ്റ തരാം, അതൊന്ന് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കാം. നമുക്ക് ഒരു ട്രിപ്പിൾ ബോണ്ടിലേക്ക് വാട്ടർ അഡീഷൻ എന്ന് പറയുന്ന 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒരെണ്ണം H2SO4, HgSO4ൻ്റെ പ്രസൻസിൽ ചെയ്യാം, അല്ലെങ്കിൽ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ചെയ്യാം. ഓക്കെ, രണ്ടും നമുക്ക് സിമ്പിളായിട്ട് മെക്കാനിസം ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റും. ആദ്യത്തെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ HgSO4, H2SO4ൻ്റെ പ്രസൻസിലാണ്. ഇതൊരു നെയിം റിയാക്ഷൻ ആണ് കേട്ടോ. ഇതിൻ്റെ പേര് കുച്ച്റോഫ് റിയാക്ഷൻ എന്നൊക്കെയാണ്, നമുക്ക് പേരൊന്നും വേണ്ട. അപ്പോൾ ഈ HgSO4, H2SO4 എന്ന് കാണുകയാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 1 molecule ഓഫ് വാട്ടർ ഷുഡ് ബി ആഡഡ് ടു ദ ട്രിപ്പിൾ ബോണ്ട് അക്കോർഡിംഗ് ടു ദ മാർക്കോണിക്കോഫ് റൂൾ. അല്ലാതെ ഒരു തരത്തിലുള്ള റീഅറേഞ്ച്മെൻറ്റും നിങ്ങൾ ചെയ്യരുത്. ജസ്റ്റ് 1 molecule വാട്ടറിന്, അതായത് ഡബിൾ ബോണ്ട് അവിടെ കിടന്നോട്ടെ, ട്രിപ്പിൾ ബോണ്ടിലേക്ക് 1 molecule H2O ആഡ് ചെയ്യുക അക്കോർഡിംഗ് ടു മാർക്കോണിക്കോഫ് റൂൾ. അത് കഴിഞ്ഞിട്ട് ഒന്ന് ടോട്ടോമറൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പ്രൊഡക്റ്റ് കിട്ടും. ഇനി എങ്ങാനും ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ആണെങ്കിൽ അതെങ്ങനെ തിരിച്ചറിയാം? ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ആണെങ്കിൽ B2H6 ഉണ്ടാവും, അതുപോലെ തന്നെ H2O2 ഉണ്ടാവും. അത് കണ്ടുമ്പോൾ നമുക്ക് മനസ്സിലായി അത് ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ആണെങ്കിൽ. അതാണെങ്കിൽ ഇതേപോലെ തന്നെ 1 molecule ഓഫ് വാട്ടർ അക്കോർഡിംഗ് ടു മാർക്കോണിക്കോഫ് റൂൾ അല്ല, ഇവിടെ ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ പ്രകാരം 1 molecule വാട്ടറിനെ ആഡ് ചെയ്യുക, എന്നിട്ട് ടോട്ടോമറൈസ് ചെയ്യുക. കാര്യം മനസ്സിലായോ? അപ്പോൾ HgSO4, H2SO4 ആണെങ്കിൽ 1 molecule വാട്ടർ ആഡ് ചെയ്യുക അക്കോർഡിംഗ് ടു മാർക്കോണിക്കോഫ് റൂൾ ഫോളോഡ് ബൈ ടോട്ടോമറൈസേഷൻ. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ആണെങ്കിൽ 1 molecule ഓഫ് വാട്ടർ ഷുഡ് ബി ആഡഡ് അക്കോർഡിംഗ് ടു ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ ഫോളോഡ് ബൈ ടോട്ടോമറൈസേഷൻ. ഇപ്പോൾ ഇവിടെ നമുക്ക് HgSO4, H2SO4 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ മാർക്കോണിക്കോഫ് റൂൾ പ്രകാരം ഒരു H2O മോളിക്യൂളിനെ ആഡ് ചെയ്തതിന് ശേഷം ടോട്ടോമറൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ കോമ്പൗണ്ട് ഞാനൊന്ന് താഴെ ഒന്നുകൂടെ എഴുതുകയാണ്. CH3, CHCS3, C ട്രിപ്പിൾ ബോണ്ട് CH. ഇതിനകത്തേക്ക് HgSO4, H2SO4ൻ്റെ പ്രസൻസിൽ H3O+ ആണ്. അപ്പോൾ നമുക്ക് 1 molecule ഓഫ് വാട്ടർ ഷുഡ് ബി ആഡഡ് അക്കോർഡിംഗ് ടു മാർക്കോണിക്കോഫ് റൂൾ ഫോളോഡ് ബൈ ടോട്ടോമറൈസേഷൻ. അപ്പോൾ 1 molecule വാട്ടറിനെ ഞാൻ ആഡ് ചെയ്യാണ്. COH ഡബിൾ ബോണ്ട് CH2. ഇനി നമുക്കിതിനെ ടോട്ടോമറൈസ് ചെയ്യാം. ഇതിനെ ടോട്ടോമറൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഡബിൾ ബോണ്ട് ഓയായി കീറ്റോൺ ആയിട്ട് കിട്ടും. നമുക്ക് CH3, CH3, C ഡബിൾ ബോണ്ട് O, CH3 ആയിട്ട് മാറി. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, X കിട്ടി നമുക്ക്. ഇനി അതിനെ C2H5MgBr ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. കീറ്റോൺ നമുക്ക് അവിടെ 3 ടൈപ്പ് റിയാക്ഷൻ നിങ്ങൾ പഠിച്ചേക്കണം. ഫോർമാൽഡിഹൈഡിലേക്ക് നമുക്ക് MgBr ആഡ് ചെയ്യുക വെച്ചാൽ നമുക്കൊരു പ്രൈമറി ആൽക്കഹോൾ കിട്ടും. വേറെ ഏത് ആൽഡിഹൈഡ് ആണെങ്കിലും സെക്കൻഡറി ആൽക്കഹോൾ കിട്ടും. കീറ്റോൺ ആണെങ്കിൽ ഒരു ടെർഷ്യറി ആൽക്കഹോൾ കിട്ടും. അപ്പോൾ നമുക്കിവിടെ കിട്ടാൻ പോകുന്ന ഒരു ടെർഷ്യറി ആൽക്കഹോളാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ C2H5MgBr ആഡ് ചെയ്തു ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. അപ്പോൾ നമുക്ക് C2H5 സിയിലേക്ക് ആഡ് ചെയ്യും, MgBr Oയിലേക്ക് ആഡ് ചെയ്യും. അതിനുശേഷം ഒരു ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ അത് OH ആയിട്ട് മാറും. സോ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. CH3, CHCS3, ഇവിടെ ഒരു C2H5 ഇവിടെ ഉണ്ട്, പിന്നെ ഒരു OH ഉണ്ട് ഇവിടെ, പിന്നെ ഒരു CH3 ഉണ്ട്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. പക്ഷെ കഴിഞ്ഞിട്ടില്ല റിയാക്ഷൻ. ഫൈനലി വീണ്ടും ഒരു കോൺസെൻട്രേറ്റഡ് H2SO4 വിത്ത് ഹീറ്റിംഗ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ കോൺസെൻട്രേറ്റഡ് H2SO4 വിത്ത് ഹീറ്റിംഗ് ആണ്. അപ്പോൾ ബീറ്റ എലിമിനേഷൻ ആണ്, ഡീഹൈഡ്രേഷൻ പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ OHും ഇവിടുത്തെ Hും കൂടെ ചേർന്നിട്ട് സേറ്റ് സബ് പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. സേറ്റ് സബ് പ്രൊഡക്റ്റ് കിട്ടുന്ന കണ്ടീഷനിൽ നമുക്ക് എഴുതി കഴിഞ്ഞാൽ CH3C, CH3 ഡബിൾ ബോണ്ട് C, C2H5 ദെൻ CH3. സോ നമുക്കിവിടെ ഓപ്ഷൻസ് നോക്കുക വെച്ചാൽ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? നമുക്കിനി അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. Benzoic acid is 80% dimerized in benzene. What is the mass of benzoic acid in 30 gram benzene which show a depression in the freezing point equal to 2K? അപ്പോൾ ഡെൽറ്റ TF തന്നിട്ടുണ്ട്.
ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ എഫ് ഇൻറ്റു എം ആണ്. നമുക്ക് മാസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഐ ഇൻറ്റു കെ എഫ് ഇൻറ്റു W2 ഇൻ ഗ്രാംസ് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു W1 ഇൻ ഗ്രാം. നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് തന്നിരിക്കണേ നോക്കാം. ഡെൽറ്റ ടി എഫ് തന്നിട്ടുണ്ട്. ഐ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 80% ഡൈമറൈസ് തന്നിട്ടുണ്ട്. കെ എഫിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. W2 എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. M2 എന്ന് പറയുന്നത് മോളാർ മാസ് ഓഫ് സൊല്യൂട്ടാണ്. മോളാർ മാസ് ബെൻസോയിക് ആസിഡ് ആണ്. മോളാർ മാസ് ഓഫ് ബെൻസോയിക് ആസിഡ് തന്നിട്ടുണ്ട്. ഇനി W1 എന്ന് പറയുന്നത് ബെൻസീൻ്റെ സോൾവെൻറ്റിൻ്റെ മാസാണ്. അവിടെ 30 ഗ്രാം ബെൻസീൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതും ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ആകെ വേണ്ടത് W2. എല്ലാം അറിയാം. W2 മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് W2നെ അങ്ങ് പുറത്തേക്ക് എടുക്കാം. സോ W2 ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി എഫ് ഇൻറ്റു M2 ഇൻറ്റു W1 ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു കെ എഫ് ഇൻറ്റു 1000. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഐ വാല്യൂ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഐ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡൈമറൈസേഷനാണ്. ഐ ഇസ് ഇക്വൽ ടു 1 മൈനസ് ആൽഫ പ്ലസ് ആൽഫ ബൈ എൻ. ഇതെങ്ങനെയാണ് വന്നേ? ഡൈമറൈസേഷനാണ്. അപ്പോൾ C6H5COOH രണ്ടെണ്ണം ചേർന്ന് കഴിഞ്ഞാൽ C6H5COOH ട്വൈസ് വരും. സ്റ്റാർട്ടിങ്ങിൽ 1 ആണെങ്കിൽ ഇവിടെ 0. ഇവിടെ 1 മൈനസ് ആൽഫ ആണെങ്കിൽ ആൽഫ ബൈ 2. സോ ദിസ് ഇസ് ഐ ഇസ് ഇക്വൽ ടു 1 മൈനസ് ആൽഫ പ്ലസ് ആൽഫ ബൈ എന്നിൻ്റെ വാല്യൂ ഡൈമറൈസേഷൻ ആയ കാരണം 2. അപ്പോൾ ജനറൽ എക്സ്പ്രഷൻ ആണെങ്കിൽ നമുക്കിത് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. 1 മൈനസ് ആൽഫ പ്ലസ് ആൽഫ ബൈ എൻ. ഇതെങ്ങനെ ഐ ഇങ്ങനെ വന്നേ? ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ അസോസിയേഷൻ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ. ഇനീഷ്യലി ഞാൻ 1 എടുത്തിരിക്കുന്നത്. ആഫ്റ്റർ അസോസിയേഷൻ ഇതാണ് ഡിവൈഡഡ് ബൈ 1, അതായത് ഈ ഒരു വാല്യൂ. ഓക്കെ. അപ്പോൾ ഒന്നെങ്കിൽ ജനറൽ എക്സ്പ്രഷനിലേക്ക് ഡയറക്റ്റ് ഇടാം, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം. അസോസിയേഷൻ ആണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. ഇനി ഡിസോസിയേഷൻ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഐ ഇസ് ഇക്വൽ ടു 1 മൈനസ് ആൽഫ പ്ലസ് എൻ ആൽഫ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. അപ്പോഴും നമുക്ക് ഡിസോസിയേഷൻ ആണെങ്കിൽ നമുക്ക് കിട്ടും. ഇവിടെ അസോസിയേഷൻ ആണ്. അപ്പോൾ 1 മൈനസ് ആൽഫ പ്ലസ് ആൽഫ ബൈ 2 ചെയ്യണം. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഐ ഇസ് ഇക്വൽ ടു 1 മൈനസ് 80% ആണ്. അപ്പോൾ 0.8 പ്ലസ് 0.8 ബൈ 2 ആണ്. ഇത് ചെയ്താൽ 1 മൈനസ് 0.8 പ്ലസ് 0.4 വരും. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1.8 വരുമ്പോൾ 0.8 പ്ലസ് 0.4 ഇസിക്കൽ ടു 0.6. 0.6 ആണ്. ഇനി നമുക്കിവിടെ വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 കെൽവിൻ ആണെന്ന് തന്നിട്ടുണ്ട്. 2 ഇൻറ്റു M2 ഇവിടെ എങ്ങാണ്ട് തന്നിട്ടുണ്ടായിരുന്നല്ലോ. 122 ഇൻറ്റു W1 തന്നിട്ടുണ്ട് 30 ഡിവൈഡഡ് ബൈ ഐ ഈസ് 0.6 ഇൻറ്റു കെ എഫ് വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു 5 ഇൻറ്റു 1000. ഇതെല്ലാം കൂടെ സോൾവ് ചെയ്ത ആൻസറായി. സോ ഇതെല്ലാം കൂടെ നമുക്ക് സോൾവ് ചെയ്താൽ നമ്മുടെ ആൻസർ വരുന്നത് 2.44 ആണ്. അതാ നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കിയാൽ മതി. 2.44. 2.4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. ഇതിനകത്ത് ആകെയുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഐ വാല്യൂ കൃത്യമായിട്ട് കണ്ടുപിടിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഐ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അസോസിയേഷൻ ആണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഐ ഇസ് ഇക്വൽ ടു 1 മൈനസ് ആൽഫ പ്ലസ് ആൽഫ ബൈ എൻ. ഡിസോസിയേഷൻ ആണെങ്കിൽ 1 മൈനസ് ആൽഫ പ്ലസ് എൻ ആൽഫ. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് തെറ്റാതെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനകത്ത് അസോസിയേഷൻ ആകുമ്പോൾ എന്ന് പറയുന്നത് ഡൈമറൈസേഷൻ ആണെങ്കിൽ 2, ട്രൈമറൈസേഷൻ ആണെങ്കിൽ 3 ആ രീതിയിൽ എടുക്കാം. ഡിസോസിയേഷനിലെ എൻ വാല്യൂ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമ്പർ ഓഫ് അയോൺസ് ഫോംഡ് ആണ്. അപ്പോൾ NaCl ഒക്കെ ആണെങ്കിൽ N ഇസ് ഇക്വൽ ടു 2. ഇപ്പോൾ MgCl2 ആണെങ്കിൽ ഒരു Mgയും 2 Cl. അപ്പോൾ എൻ വാല്യൂ ഷുഡ് ബി 3. ആ രീതിയിൽ കൃത്യമായിട്ട് നോക്കിയിട്ട് ഐ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. So I'm moving to the next question. 250 ml of a waste solution obtained from the workshop of a goldsmith contains 0.1 molar AgNO3 and 0.1 molar AuCl. The solution was electrolyzed at 2 volt by passing a current of 1 ampere for 15 minutes. The metal or metals deposited will be Ag plus bar Ag യുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. ഗോൾഡിൻ്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിയേ. സിൽവർ ആൻഡ് ഗോൾഡ് ഇൻ ദ പ്രൊപ്പോർഷൻ ടു ദെയർ അറ്റോമിക് വെയ്റ്റ്, സിൽവർ ആൻഡ് ഗോൾഡ് ഇൻ ദ ഈക്വൽ മാസ്, ഓൺലി സിൽവർ ഓൺലി ഗോൾഡ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ
നമ്പർ ഓഫ് മോൾസ് ഓഫ് AgNO3 കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് Ag പ്ലസ് ഇസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു വോളിയം. അപ്പോൾ മൊളാരിറ്റി എത്രയാ? 0.1, വോളിയം 250 ഡിവൈഡ് ബൈ ml അപ്ലൈ ചെയ്താണ് ഡിവൈഡ് ബൈ 1000. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് 0.025 വരും. NaU പ്ലസും സെയിം തന്നെയാണ് വരുന്നത്. 0.1ഉം 250 ml തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 0.025 മോൾസ്. രണ്ടും ഇത്രയും മോൾസ് വെച്ചിട്ടുണ്ട് അല്ലേ. Ag പ്ലസ് ആണെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഇലക്ട്രോൺ എടുത്തു കഴിഞ്ഞാൽ Ag ആയിട്ട് മാറും. അതായത് 1 മോളിന് 1 ഫാരഡേ. ഓക്കെ അല്ലേ. അപ്പോൾ 0.025ന് 0.025 ഫാരഡേ ഇലക്ട്രിസിറ്റി വേണം. ഇവിടെ AU അത് AuCl എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ AU പ്ലസ്. അപ്പോൾ AU പ്ലസ് 1 ഇലക്ട്രോൺ ഗീവ്സ് AU. അപ്പോൾ ഇവിടെ അതെ 1 മോളിന് 1 ഫാരഡേ. അപ്പോൾ 0.025 മോൾസിന് 0.25 മോൾസ് ഫാരഡേ വേണം. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ എത്ര ഫാരഡേ പാസ് ചെയ്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 1 ആംപിയർ കറണ്ട് ഫോർ 15 മിനിറ്റ്സ് ആണ്. Q is equal to I into T. I is 1, time is 15 minutes, 60. ഓക്കെ, ഇനി അപ്പോൾ 15 into 60 നമുക്ക് ഫാരഡേസിലേക്ക് കൺവേർട്ട് ചെയ്താകുമ്പോൾ കുളോംബാണ് കിട്ടുക. ഇനി ഫാരഡേയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 15 into 60 by 96,500 ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നേരെ ഇതിലേക്ക് ചെയ്യാം. ഇതിന് ഫാരഡേ ഇതിലേക്ക് കൺവേർട്ട് ചെയ്താലും മതി. അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്നത് ഫാരഡേ എന്ന് പറയുന്നത് 0.0093 ആണ് കേട്ടോ. ഇത് സോൾവ് ചെയ്യുമ്പോഴത്തെ ആൻസർ ആണ് 0.0093 ഫാരഡേ. അപ്പോൾ ഇത്ര ഫാരഡേ നമ്മൾ ആകെ പാസ് ചെയ്തിട്ടുള്ളൂ. ഇതിനകത്ത് ഒരു സിൽവർ കംപ്ലീറ്റ് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ 0.025 വേണം. ഗോൾഡ് കംപ്ലീറ്റ് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ 0.025 വേണം. അപ്പോൾ ആരാദ്യം റെഡ്യൂസ്ഡ് ആവും നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഇതിനകത്ത് തന്നിരിക്കുന്ന വാല്യൂസ് നമുക്ക് അനലൈസ് ചെയ്യാം. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് Ag is 0.8ഉം റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ഗോൾഡ് ഈസ് 1.69ഉം. റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെറ്റൽ അയോൺ മെറ്റലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ ഗോൾഡിൻ്റെയാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഹയർ. എന്ന് വെച്ചാൽ ഗോൾഡാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ടെൻഡൻസി സിൽവറിനേക്കാൾ കൂടുതൽ. ശരിയല്ലേ? അപ്പോൾ ഗോൾഡ് കംപ്ലീറ്റ് ആയിട്ട് ഡെപ്പോസിഷൻ നടന്നതിന് ശേഷം എക്സ്ട്രാ കറണ്ട് പിന്നെയും പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യുള്ളൂ. ശരിയല്ലേ? ഇവിടെ ഗോൾഡ് കംപ്ലീറ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ 0.025 വോൾട്ട് ഫാരഡേ ഇലക്ട്രിസിറ്റി വേണം. ഇത്രയും ഇലക്ട്രിസിറ്റി പാസ് ചെയ്തതിന് ശേഷം എക്സ്ട്രാ ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യുള്ളൂ. ഇവിടെ ഗോൾഡ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഫാരഡേ പോലും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ആകെ എടുത്തിരിക്കുന്നത് 0.093 ഫാരഡേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഗോൾഡ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യില്ല. അപ്പോൾ സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ട. അപ്പോൾ ഇവിടെ ആകെ വരുന്നത് ഗോൾഡിൻ്റെ ഡെപ്പോസിഷൻ മാത്രമേ വരുന്നുള്ളൂ. സോ ദ ആൻസർ വിൽ ബി ഓൺലി ഗോൾഡ്. ഓക്കെ, അപ്പോൾ ഈ കൺസെപ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഏതിനാണോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കൂടുതലുള്ളത് അതേ ഡെപ്പോസിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ എളുപ്പത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതൽ ഗോൾഡിനാണ്, സിൽവർ അല്ല ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഗോൾഡ് കംപ്ലീറ്റ് ഡെപ്പോസിഷൻ കഴിഞ്ഞിട്ട് എക്സ്ട്രാ ഫാരഡേ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ സിൽവർ ഡെപ്പോസിഷൻ നടക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓൺലി ഗോൾഡ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. Given the standard potential of E0 of Cu2 plus bar Cu and Cu2 plus bar Cu are given and E0 of Cu2 plus bar Cu plus ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തത് Cu2 plus 2 ഇലക്ട്രോൺ ഗീവ്സ് Cu ആണ്. അതിൻ്റേത് 0. ഞാൻ E1 എഴുതുവാണ്. E1 is equal to 0.34 വോൾട്ട് ആണ്. അടുത്തത് Cu
ഇത് Cu പ്ലസ് ആണ്. Cu പ്ലസ് പ്ലസ് 1 ഇലക്ട്രോൺ ഗീവ്സ് Cu. ഇതിൻ്റെ E2 വാല്യൂ എന്ന് പറയുന്നത് 0.522 വോൾട്ടും ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് Cu2 പ്ലസ് ബാർ Cuൻ്റെ, അതായത് Cu2 പ്ലസ് പ്ലസ് 1 ഇലക്ട്രോൺ ഗീവ്സ് Cu പ്ലസ്, ഇതിൻ്റെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഇക്വേഷനിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെ വാല്യൂസാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കണം. ആദ്യം നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കുക, ഇലക്ട്രോൺ വോൾട്ടുകൾ നമുക്ക് നേരിട്ട് ആഡ് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് തെർമോഡൈനാമിക്കൽ ടേംസുകളാണ്. തെർമോഡൈനാമിക്കൽ ടേംസ് മാത്രമാണ് ഇക്വേഷൻ ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഇക്വേഷൻ 1 എന്ന് ഞാൻ ഇതിനെ കൊടുക്കുകയാണ്, ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കുകയാണ്. ഇക്വേഷൻ 1 മൈനസ് 2 ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ E3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടുത്തെ ഡെൽറ്റ G1 എന്ന് പറയുന്നത് മൈനസ് NF E0 ആണ്. അപ്പോൾ ഇവിടുത്തെ N വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. മൈനസ് 2F ഇൻറ്റു 0.34. ഇവിടെയാണെങ്കിൽ ഡെൽറ്റ G2 എന്ന് പറയുന്നത് മൈനസ്, ഇവിടുത്തെ N വാല്യൂ 1 ആണ്, 1 ഇൻറ്റു F ഇൻറ്റു 0.522. ഇവിടുത്തെ ഡെൽറ്റ G3 എന്ന് പറയുന്നത് ഇവിടുത്തെ 1 ആണ്, മൈനസ് FE3 ആണ്. റൈറ്റ്, അപ്പോൾ നമ്മൾ ഇത് തമ്മിൽ മൈനസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ G3 ഇസിക്കൽ ടു ഡെൽറ്റ G1 മൈനസ് ഡെൽറ്റ G2. ഇതങ്ങ് സോൾവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറായി. സോ ദിസ് ഇസ് മൈനസ് FE3, ഇതാകുമ്പോൾ മൈനസ് 2F ഇൻറ്റു 0.34 മൈനസ്, അപ്പോൾ രണ്ടും കൂടെ ചെയ്യുമ്പോൾ പ്ലസ് ആയേ, F ഇൻറ്റു 0.522. എഫുകളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇത് സോൾവ് ചെയ്തിട്ട് E3 കണ്ടുപിടിച്ചെടുത്താൽ മതി. സോ ഇത് നമ്മൾ E3 കണ്ടുപിടിച്ചെടുക്കുമ്പോൾ +518 എന്നുള്ള വാല്യൂ, ഇതങ്ങ് ജസ്റ്റ് ഇനി സോൾവ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 0.158. അപ്പോൾ എപ്പോഴും അതെ, ഒരു കാരണവശാലും ഇലക്ട്രോൺ വോൾട്ടുകൾ തമ്മിൽ എത്ര വോൾട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ E1 E2 ഇതൊന്നും തമ്മിൽ രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്തു എന്ന് ചോദിച്ചിട്ട് ഒരു കാരണവശാലും അത് നമ്മൾ ആഡ് ചെയ്യാനോ മൈനസ് ചെയ്യാനോ പറ്റില്ല. നമുക്ക് ഇക്വേഷൻ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ചെയ്യുന്നതിനനുസരിച്ച് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് തെർമോഡൈനാമിക്കൽ ടേംസുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വാല്യൂ കണക്റ്റഡ് ആയിട്ടുള്ള തെർമോഡൈനാമിക്കൽ ടേം എന്ന് പറയുന്നത് ഫ്രീ എനർജിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫ്രീ എനർജി വെച്ചിട്ട് കാൽക്കുലേഷൻ ചെയ്തെടുത്തത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. Rate of reaction doubles when its temperature changes from 300 Kelvin to 310 Kelvin. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ നമുക്കൊന്ന് നോക്കാം. ഇത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ലോഗ് K2/K1 ഇസ് ഈക്വൽ ടു, അറീനിയസ് ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻ ആണ്, EA/2.303R. പിന്നെ ഇവിടെ T2 1/T1 മൈനസ് 1/T2 ആണ്. അപ്പോൾ T2 മൈനസ് T1 ഡിവൈഡ് ബൈ T1 T2 ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ മതി. K2 ആൻഡ് K1 തമ്മിൽ റിലേഷൻ, അവിടെ റേറ്റ് ഓഫ് റിയാക്ഷൻ ഡബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ K2/K1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വരും. അപ്പോൾ ലോഗ് 2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ലോഗ് 2, അതായത് K2 ഇസിക്കൽ ടു 2K1. ലോഗ് 2 ഇസിക്കൽ ടു EA വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. EA ഡിവൈഡ് ബൈ 2.303 ഇൻറ്റു R വാല്യൂ അപ്ലൈ ചെയ്യണം. പിന്നെ T2 മൈനസ് T1, അപ്പോൾ 310 മൈനസ് 300 ഡിവൈഡ് ബൈ 300 ഇൻറ്റു 310. ഇത് സോൾവ് ചെയ്തിട്ട് EA വാല്യൂ സോൾവ് ചെയ്തെടുത്താൽ മതി. ഇഫ് വി സോൾവ് വി വിൽ ഗെറ്റ് ദ ആൻസർ 53.6. ഡയറക്റ്റ് ആയിട്ടൊരു ക്വസ്റ്റൻ ആണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റനും ആണ് കേട്ടോ, പ്രീവിയസ് നീറ്റ് ക്വസ്റ്റൻ ആണത്. അപ്പോൾ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്, ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻ ആണ്. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്? ദ സ്റ്റെബിലിറ്റി ഓഫ് ഹൈഡ്രൈഡ് ഇൻക്രീസസ് ഫ്രം NH3 ടു BiH3 ഇൻ ഗ്രൂപ്പ് 15. അപ്പോൾ ഇതിനകത്ത് ഹൈഡ്രൈഡുകളുടെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് താഴേക്ക് വരുന്തോറും ആറ്റത്തിൻ്റെ വലുപ്പം കൂടി വരിക, സെൻട്രൽ ആറ്റത്തിൻ്റെ വലുപ്പം കൂടി വരിക. അപ്പോൾ ഓർബിറ്റൽ ഓവർലാപ്പിംഗ് കുറയും, ബോണ്ടിൻ്റെ സ്ട്രെങ്ത് കുറയും. സോ BH ബോണ്ട്, ഇവിടെ NH ബോണ്ട് BiH ബോണ്ടും വെച്ച് നോക്കുകയാണെങ്കിൽ BiH ബോണ്ട് തന്നെയാണ് വീക്ക് വരുന്നത്. അപ്പോൾ സ്റ്റെബിലിറ്റി ഇൻക്രീസസ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, സ്ട്രോങ് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിരിക്കുന്നത്. സോ വി ഗോട്ട് ദ ആൻസർ. നമുക്ക് ബാക്കിയൊന്ന് നോക്കിയേക്കാം.
നൈട്രജൻ ക്യാൻ ഫോം ഡി പൈ പി പൈ ബോണ്ട്. ശരിയാണ്, കാരണം നൈട്രജനിൽ ഡി ഓർബിറ്റൽ ഇല്ല. അടുത്ത സിംഗിൾ എൻ എൻ ബോണ്ട് ഈസ് വീക്കർ ദാൻ സിംഗിൾ പി പി ബോണ്ട്. സിംഗിൾ ബോണ്ടുകളുടെ കേസിൽ ഫസ്റ്റത്തെ എലമെൻറ്റിന് എപ്പോഴും എക്സെപ്ഷനാണ്. കാരണം സ്മോളർ ആറ്റം ആകുമ്പോൾ ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ കാരണം ബോണ്ടിൻ്റെ സ്ട്രെങ്ത് കുറയും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി F2 ഈസ് സ്ട്രോങ്ങർ ഓക്സിഡൈസിങ് ഏജൻറ്റ് ദാൻ Cl2 ഇൻ അക്വ സൊല്യൂഷൻ. ഫ്ലൂറിൻ തന്നെയാണ് ബെറ്റർ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്നുള്ള രീതിയിൽ ഓക്സിഡൈസിങ് ടെൻഡൻസി കുറഞ്ഞു വരും. സോ ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. അപ്പോൾ ഇവിടെ റോങ് ആയിട്ടുള്ളത് ഓപ്ഷൻ 1. അടുത്തൊരു ക്വസ്റ്റ്യൻ. The most common oxidation state of lanthanoid element is +3. Which of the following is likely deviate easily from +3 oxidation state? അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചേഞ്ച് വരുന്നത് സീറിയത്തിനാണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറിയത്തിന് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സീറിയത്തിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 4F1 5D1 അതുപോലെ തന്നെ 6S2 ഇതാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് മൊത്തത്തിലുള്ള എല്ലാ ഇലക്ട്രോൺ പോയിട്ട് Ce4+ ആയിട്ട് വരികയാണെങ്കിൽ നോബിൾ ഗ്യാസ് എക്സിയുടെ കോൺഫിഗറേഷനുമായിട്ട് സിമിലാരിറ്റി വരും. അപ്പോൾ ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള സീറിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് +4 ആണ്. സോ ദ ആൻസർ ഈസ് സീറിയം. ബാക്കിയുള്ള എല്ലാ കേസിലും +3 തന്നെയാണ് മോസ്റ്റ് സ്റ്റേബിൾ. മിക്കവാറും ഈ F0, F7, F14 ഈ വരുന്ന കേസുകളിലാണ് എക്സെപ്ഷൻസ് ഒക്കെ വരുന്നത് കേട്ടോ. അടുത്ത എ പെയർ ഓഫ് മെറ്റൽ അയോൺ ദാറ്റ് ഗീവ്സ് സ്പിൻ-only magnetic moment of 3.9 Bohr magneton for the complex MH2O 6 times Cl2 is. ഇതിനകത്ത് നമുക്ക് 3.9 വരണം അല്ലേ. അപ്പോൾ മ്യൂ വാല്യൂ ഇസ് ഇക്വൽ ടു √n × n+2 ആണ് അല്ലേ. അപ്പോൾ n വാല്യൂ 3 ആണെങ്കിൽ മ്യൂ ഇസ് ഇക്വൽ ടു 3.9. അപ്പോൾ ഏതിനാണ് വരുന്നതെന്ന് നോക്കിയാൽ പോരെ. അപ്പോൾ ഇതിനകത്ത് ക്രോമിയം Cr3+ എന്ന് പറയുമ്പോൾ D4 കോൺഫിഗറേഷനാണ്. അപ്പോൾ n ഇസ് ഇക്വൽ ടു 4 ആണ്. Mn2+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D5 കോൺഫിഗറേഷനാണ്, n ഇസ് ഇക്വൽ ടു 5. അപ്പോൾ അതല്ല. V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D3 കോൺഫിഗറേഷനാണ്. സോ n ഇസ് ഇക്വൽ ടു 3. ഇത് ഓക്കെയാണ്. CO2+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D7 ആണ്. D7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 5 6 7. അപ്പോൾ ഇതിനകത്ത് 3 അൺപെയ്ഡ് ആണ്. അപ്പോൾ n ഇസ് ഇക്വൽ ടു 3. അപ്പോൾ ഇതും ഓക്കെയാണ്. സോ ദ ആൻസർ ഈസ് 3. ബാക്കിയുള്ള ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാം നമുക്ക് മനസ്സിലാവും. സോ ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോവാണ്. pH ഇവിടെ Br ഉണ്ട്. നമുക്ക് ആൽക്കഹോളിക് KOH വെച്ച് കഴിഞ്ഞാൽ എന്ത് പ്രോഡക്റ്റ് കിട്ടുന്ന. അപ്പോൾ ആൽക്കഹോളിക് KOH വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഡീഹൈഡ്രോ ഹാലജനേഷൻ റിയാക്ഷനാണ്, ആൽക്കീനാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്നും കളയാം ഇവിടുന്നും കളയാം. അപ്പോൾ ഇവിടെ കളഞ്ഞ് അതുപോലെ തന്നെ ഇവിടെയും കൂടെ കളയാമെങ്കിൽ നമുക്ക് ആ ബെൻസി റിങ്ങുമായിട്ട് കോഞ്ചുഗേഷനിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ചാൻസ് ഉള്ള പ്രോഡക്റ്റ് നമുക്ക് എഴുതി നോക്കാം. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഇടാം, പിന്നെ ഇങ്ങനെ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഇടാം, പിന്നെ ഇങ്ങനെ എഴുതുവാണെങ്കിൽ മോസ്റ്റ് സ്റ്റേബിളായിട്ട് നമുക്ക് കിട്ടും. അതായത് pH കഴിഞ്ഞിട്ട് ഇത് വരുന്നില്ല, ഇവിടെ pH ആയിട്ട് കോഞ്ചുഗേഷനിൽ വരുന്നില്ല. അപ്പോൾ അതല്ല. ഇവിടെ ഒരു pH ആയിട്ട് കോഞ്ചുഗേഷൻ ഉണ്ട്, പക്ഷേ ഇത് ഇപ്പുറത്തേക്ക് എഴുതിയിരിക്കണം. അപ്പോൾ അവിടെ അതല്ല. ഇവിടെയാണെങ്കിൽ pH ആയിട്ട് കോഞ്ചുഗേഷൻ, ഇപ്പുറത്തും കോഞ്ചുഗേഷൻ. നമ്മുടെ ഈ സ്ട്രക്ചർ തന്നെ തിരിച്ചു വരും. കറക്റ്റാണ് അല്ലേ. സോ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ കോഞ്ചുഗേഷനിൽ വന്നു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡഡ് കോഞ്ചുഗേഷൻ കിട്ടുമ്പോൾ എക്സ്ട്രാ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്, അതുകൊണ്ടാണ് വരുന്നത് കേട്ടോ. 28 OCH3 ആണ്. CH2Cl അൺഹൈഡ്രസ് AlCl3 ആണ്. അപ്പോൾ നമുക്കിവിടെ റിയാക്ഷൻ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് എഴുതാം. ഇവിടെ ഒരു OCH3 ഉണ്ട്, പിന്നെ ഇവിടെ ഒരു CH2Cl ഉണ്ട്. അപ്പോൾ അൺഹൈഡ്രസ് AlCl3യുടെ പ്രസൻസിൽ ഇതങ്ങ് ഡിസോസിയേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇവിടെ ഒരു OCH3 CH2+ ആവും. ഇത് അൺസ്റ്റേബിൾ അല്ലേ. അപ്പോൾ ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു 1,2 ഹൈഡ്രൈഡ് ഷിഫ്റ്റ് നടത്താം. 1,2 ഹൈഡ്രൈഡ് ഷിഫ്റ്റ് 1,2 ഹൈഡ്രൈഡ് ഷിഫ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോ കാറ്റോൺ കിട്ടും.
അപ്പോൾ ഇവിടെ ഒരു OCH3, ഇവിടെ ഒരു പ്ലസ് ചാർജ്. അപ്പോൾ ഇത് ടെർഷ്യറി ആയി, മോസ്റ്റ് സ്റ്റേബിളായി. ഇനി നമുക്ക് ഈ OCH3യുടെ നേച്ചർ നോക്കാം. OCH3 എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്ലസ് ആർ ഗ്രൂപ്പാണ്. പ്ലസ് ആർ ഗ്രൂപ്പ്സ് ആർ റിംഗ് ആക്ടിവേറ്റിംഗ് ആൻഡ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ്. അപ്പോൾ ഇതിൻ്റെ ഓർത്തോ പൊസിഷനിലേക്ക് വേണമെങ്കിൽ റിയാക്ഷൻ വരാം, അല്ലെങ്കിൽ പാരാ പൊസിഷനിലേക്ക് വരാം. പാരാ വിൽ ബി ദ മേജർ പ്രോഡക്റ്റ്. അപ്പോൾ ഇവിടെ പാരയിലേക്കാണ് നമുക്ക് റിയാക്ഷൻ കൊടുക്കേണ്ടത്. ഇവിടെ ഒരു H ഉണ്ട്, ആ ഒരു പൊസിഷനിലേക്കാണ് നമുക്കിവിടെ റിയാക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ എത്ര മെമ്പേർഡ് റിംഗ് ആണ് കിട്ടുക നമുക്കൊന്ന് എണ്ണി നോക്കാം. ഇവിടെ നമുക്ക് നമ്പർ ചെയ്ത് പോവാം. 1 2 3 4 5. അപ്പോൾ ഒരു 5 മെമ്പർ റിംഗ് ആണ് നമുക്ക് ഫോം ചെയ്യുന്നത്. ഒരു 5 മെമ്പർ റിംഗ് വന്നു. അതിൻ്റെ 2 3 4th പൊസിഷനിൽ 2 മീഥൈൽ ഗ്രൂപ്പ് കുഴപ്പമുണ്ട്. ഞാൻ ഇവിടെ നിന്നാണ് നമ്പർ ഇട്ടിരുന്നത്. 1 2 3 4 5. അതിൻ്റെ 4th പൊസിഷനിൽ 2 മീഥൈൽ ഗ്രൂപ്പ്, അതായത് ഇവിടെ 2 മീഥൈൽ ഗ്രൂപ്പ്. അപ്പോൾ 4th പൊസിഷനിൽ 2 മീഥൈൽ ഗ്രൂപ്പും 5 മെമ്പർ റിങ്ങും. ഇവിടെ 5 മെമ്പർ റിങ്ങും 4th വരുന്നുണ്ട്, പക്ഷേ ഓർത്തോയിലേക്കാണ് പോയത്. ഇവിടെ ഓക്കെയാണ്, കാരണം ഇവിടെ പാരാ പൊസിഷനിലേക്കാണ്, ഇതിൻ്റെ പേര് പാരാ പൊസിഷനിലേക്കാണ് ലിങ്കിങ് നടന്നത്. അപ്പോൾ ദിസ് വൺ ഈസ് ദ റൈറ്റ് ആൻസർ. അതായത് അതിനകത്തുള്ള ഗ്രൂപ്പ് നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ. അത് OCH3 ഗ്രൂപ്പ് ആയ കാരണം, അത് പ്ലസ് ആർ ഗ്രൂപ്പ് ആയ കാരണം, ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിലുള്ള ഒരു റിയാക്ഷൻ വന്നത്. അപ്പോൾ എപ്പോഴും 6 മെമ്പർ റിംഗ് ആയിട്ട് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെ എന്തായാലും കാർബോകാറ്റയോൺ ഫോം ചെയ്യും. അതായത് നിങ്ങൾ നേരിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്താൽ 6 മെമ്പർ റിംഗ് കിട്ടും. അപ്പോൾ 6 മെമ്പർ റിംഗ് എന്താ വരാത്തതെന്ന് ആലോചിക്കരുത്. 6 മെമ്പർ റിംഗ് അല്ലേ 5 മെമ്പറിനേക്കാൾ കൂടുതൽ സ്റ്റേബിൾ, ഇങ്ങനെ ആലോചിക്കരുത്. കാരണം വെച്ചാൽ AlCl3 ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും കാർബോകാറ്റയോൺ വരുന്നുണ്ട്. ആ കാർബോകാറ്റയോൺ ഉറപ്പായിട്ടും അത് പ്രൈമറി ആയിട്ട് നിൽക്കില്ല. അവിടെ തീർച്ചയായിട്ടും റീഅറേഞ്ച്മെൻറ്റ് വഴി അത് മോസ്റ്റ് സ്റ്റേബിൾ കാർബോകാറ്റയോൺ ആയതിന് ശേഷം മാത്രമേ അൺഹൈഡ്രസ് AlCl3യുടെ പ്രസൻസുള്ള, അതായത് നമ്മുടെ ഫ്രീഡക്രാഫ്റ്റ് ആൽക്കൈലേഷൻ എന്നുള്ള റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ ഫ്രീഡക്രാഫ്റ്റ് ആൽക്കൈലേഷൻ നടക്കണമെങ്കിൽ കാർബോകാറ്റയോണിനെ ആദ്യം തന്നെ സ്റ്റെബിലൈസ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മളിവിടെ 5 മെമ്പർ ആയിട്ടിട്ടത്. അല്ലെങ്കിൽ ഇവിടെ 6 മെമ്പർ റിംഗ് വരുന്ന ഓപ്ഷനൊക്കെ ഉണ്ട്. അത് നമ്മൾ ചെയ്യാതിരുന്നത് 6 മെമ്പർ റിംഗ് ഇതിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഓപ്ഷൻ 1 വന്നേനെ. പക്ഷെ അത് ചെയ്യാതിരുന്നതിന് കാരണം കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി നമ്മൾ ചെയ്തതിന് ശേഷം മാത്രമേ ഫ്രീഡക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ചെയ്യാൻ പാടുള്ളൂ. സോ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പം ഞാൻ ഇന്നൊരു 28 ക്വസ്റ്റ്യനോളം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബി കോൺഫിഡൻറ്റ് ആൻഡ് അറ്റൻഡ് ദ എക്സാം വെൽ. ഓക്കെ, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.